ഹായ് ഹലോ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. എന്തൊക്കെയാ എല്ലാവരുടെയും വിശേഷങ്ങൾ? സുഖം സുന്ദരമായിട്ടിരിക്കുകയാണോ? പഠിത്തത്തിൻ്റെ മൂഡിലേക്കൊക്കെ കയറി 4:30-5 മണിയൊക്കെ ആവുന്നേ ഉള്ളൂ. നമുക്കൊന്ന് പഠിത്തത്തിലേക്കൊക്കെ കയറണമെങ്കിൽ നമുക്ക് രാത്രി ആവണം അല്ലേ? ഒരു ഇരുട്ടൊക്കെ കണ്ടാലേ നമുക്ക് പഠിക്കാനാവുള്ളൂ. പക്ഷെ സാരമല്ല, നമുക്ക് എന്തായാലും ഇന്ന് കുറച്ച് നേരത്തെ നമ്മുടെ പഠിത്തത്തിൻ്റെ മൂഡിലേക്കൊക്കെ ഒന്ന് കയറാം. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? അതെന്താ, പാഠപുസ്തകം എടുക്കാനാണോ നമ്മൾ പറയാറ്? നോ, നെവർ. ആദ്യമേ നമ്മുടെ ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തുള്ളൂ. നിങ്ങളുടെ ഫ്രണ്ട്സ്, ലെറ്റ് ദം ഓൾസോ ജോയിൻ. ആൻഡ് നമുക്ക് ഒരു അടിപൊളി ക്ലാസ്സിലേക്ക് അങ്ങ് തീർത്ത് നമ്മുടെ +1 പോർഷൻസ് മുഴുവൻ അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് അങ്ങോട്ട് പോവാം. ഓൾ റൈറ്റ്. അപ്പം ഇന്ന് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വല്ല ഐഡിയ ഉണ്ടോ? കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, അപ്പോൾ വേഗം 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 ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങോട്ട് പോരട്ടെ. ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നോളൂ. വേഗം വേഗം ഈ ഉറങ്ങി കിടക്കുന്ന ഉച്ചമയക്കത്തിലായിരിക്കുന്ന പിള്ളേരെയൊക്കെ വേഗം വിളിച്ചെഴുന്നേൽപ്പിക്കൂ. എന്നിട്ട് അവരെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോര്. അപ്പോൾ അതാ നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയതിൻ്റെ ബാക്കിയിലേക്ക് വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് വേഗം ആൾക്കാരെ എത്തിച്ചോളൂ. ഓക്കെ, ഇവിടെ വേഗം വേഗം ആൾക്കാരെയൊക്കെ വിളിച്ചോളൂ. അപ്പം ഞാനൊന്ന് ഇൻട്രൊഡക്ഷനൊക്കെ ഒന്ന് പറഞ്ഞു തുടങ്ങാം. അപ്പോഴേക്കും ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് 4 ആൾക്കാരെയൊക്കെ കൂട്ടിയിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ കുറച്ച് ബാക്കി പരിപാടികളുണ്ട്. അതായത് നമ്മൾ 1 തൊട്ട് 9 വരെയുള്ള പരിപാടികളാണ് ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അത് കഴിഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കഴിഞ്ഞോ 9 ചാപ്റ്റേഴ്സേ ഉള്ളോ നമുക്ക്? നോ, 9 അല്ല, ബാക്കി അങ്ങോട്ട് കിടക്കുന്നുണ്ട്. ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉണ്ട് ഇപ്പുറത്തേക്കും. സോ വി ഹാവ് ഓൾമോസ്റ്റ് 10 more ചാപ്റ്റേഴ്സ്. 9 ഡിസ്കസ് ചെയ്തിട്ട് 19 ചാപ്റ്ററാണ് നമുക്കുള്ളത്. അപ്പം അതിലേക്ക് വേഗം ഒന്ന് പോവാം. കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഭയങ്കര കാര്യമായ ഡിസ്കഷൻസ് ഒന്നുമില്ല. മറ്റേ 8-10 പേജുള്ള ബുക്കുകളൊന്നും ചാപ്റ്റേഴ്സൊന്നും നമ്മൾ അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം എന്ത് ചെയ്യും, വളരെ ചെറിയ രീതിയിൽ വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് ഓൾ ദി ചാപ്റ്റേഴ്സ്. ആൻഡ് എസ്പെഷ്യലി നമ്മുടെ പോയംസ് ആണ് കേട്ടോ. നമുക്കിനി 2 പോയംസും കൂടി ഉള്ളൂ. മറ്റേ ഗടാഗടിയൻ പോയംസ് ഒരു 2-3 നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വഴിക്ക് അങ്ങോട്ട് വിട്ടേക്കാം, നമുക്കതൊക്കെ മനസ്സിലായതാണ്. ആൻഡ് അപ്പോൾ നമ്മൾ ഇന്ന് ഇതായിരിക്കും ചെയ്യുക. ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി ചാപ്റ്റേഴ്സ് വിൽ ബി ഡിസ്കസിങ്. ഓക്കെ, അപ്പം എവിടെ ബാക്കിയുള്ളവരൊക്കെ വരട്ടെ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് സം റിപ്ലൈസ്. ഒരു 2 തംസപ്പും ഒരു ഹായും ഹലോയും ഒക്കെ വന്നാലേ പരിപാടി മുന്നോട്ട് നീങ്ങുള്ളൂ. അതർവൈസ് ഇറ്റ് വിൽ ബി വെരി ബോറിങ്. ഞാൻ വെറുതെ സംസാരിച്ചിട്ടുണ്ട്. വേഗം വേഗം ലിങ്കൊക്കെ ഷെയർ ചെയ്ത് ആൾക്കാരിലേക്ക് എത്തിച്ചോളൂ. വേഗം ആകട്ടെ. ഓൾ റൈറ്റ്. അപ്പോൾ എന്തായാലും ബാക്കി ആൾക്കാരൊക്കെ ഒരു 2-3 ആൾക്കാരുടെ വരട്ടെ. അപ്പോൾ നമുക്ക് ബാക്കി കൊച്ചു വർത്താനമൊക്കെ എപ്പോഴാവാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ വിൽ ജസ്റ്റ് ഇനിയുള്ള ആദ്യത്തെ ഒരു ചാപ്റ്റർ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് നോക്കിക്കോളാം 4 ആളൊക്കെ വന്നോ എന്നുള്ളത്. ഓൾ റൈറ്റ്. ഓക്കെ, സോ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. ഇറ്റ് ഈസ് ദി സീക്രട്ട് ടർട്ടിൽ ഓഫ് കഡാവു. ഓക്കെ, ചാപ്റ്റർക്ക് അറിയായിരിക്കും. ഇത് സംവാട്ട് ലൈക്ക് എ മിത്ത്. നമ്മൾ മിത്തോളജി എന്നൊക്കെ എപ്പോഴും കേൾക്കാറുണ്ട്. ഹിന്ദു മിത്തോളജി ഉണ്ട്, ഗ്രീക്ക് മിത്തോളജി ഉണ്ട്, അങ്ങനെ പല പല മിത്തോളജീസ് ഉണ്ട്. അപ്പം എന്താ അതിനിപ്പോൾ മലയാളത്തിൽ പറയാം, ഈ ഐതിഹ്യങ്ങൾ, ഒരുപാട് സ്റ്റോറീസ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിനൊക്കെയാണ് നമ്മൾ മിത്തോളജി എന്ന് പറയുക. അപ്പം ഇതും ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് എ മിത്തോളജി. ഓക്കെ, എന്തോ ഒരു കൈൻഡ് ഓഫ് മിത്തോളജിയിൽ മൂവ് ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ ഇവിടെയും നമുക്ക് വി ഹാവ് സം സ്റ്റോറീസ് വിച്ച് സീംസ് ലൈക്ക് ഇമാജിനറി. കാര്യം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നത്തില്ല ഇത് കാര്യമായിട്ട് നടന്നത് വല്ല ആണോ, കാര്യമായിട്ട് നടന്നതാണെന്ന് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. ബട്ട് ദേ ആർ കോൾഡ് ആസ് മിത്തോളജിക്കൽ സ്റ്റോറീസ്, അല്ലെങ്കിൽ മിത്സ് എന്ന് പറയുന്നത് അതിനെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാനുള്ളത് സീക്രട്ട് ടർട്ടിൽസ് ഓഫ് കഡാവു. അതിൽ നമ്മൾ മെയിനായിട്ട് ഒരു ചെറിയൊരു സ്റ്റോറി ലൈൻ ഉണ്ട്. ആ സ്റ്റോറി ലൈനിൻ്റെ ഉള്ളിൽ ഹലോ വിസാർഡ്. ഓക്കെ, സോ യു ആർ ഹിയർ. ബാക്കിയുള്ളവരൊക്കെ വേഗം പോയി വിളിച്ചോണ്ട് പോരെ. ഓടി വാ, ചാടി വാ. ഉറങ്ങി കിടക്കുന്നവരൊക്കെ കുത്തി വിളിച്ച് എഴുന്നേപ്പിച്ചിട്ട് പോരെ. 2 ആളായിട്ടേ ഉള്ളൂ. ബാക്കിയുള്ളവർക്ക് അങ്ങോട്ട് പോരട്ടെ, അവരും കൂടെ പഠിക്കട്ടെ, അവരും കൂടെ അനുഭവിക്കട്ടെ. ഓക്കെ, ശരി. അപ്പോൾ എന്താ, നമുക്ക് എന്തായാലും ഒരു 10-11 ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. വേഗം പ്രൊഫൈൽ ഇനി എങ്ങനെ റിപ്പീറ്റ് ആവും? ഈ മോഡലിന് 8 മാർക്ക് എന്നാണല്ലോ പ്രൊഫൈൽ ചോദിച്ച്. ഇനി എങ്ങനെ റിപ്പീറ്റ് ആകുമോ? ഇതിനെപ്പറ്റി നമുക്കിപ്പോൾ ശരിക്കും ഈ പറഞ്ഞ പോലെ പ്രൊഫൈൽ തന്നെ ആയിക്കോണമെന്ന് നിർബന്ധമൊന്നും ഇല്ലടാ. പ്രൊഫൈൽ ഇപ്പോൾ നമുക്ക് ഏതിനും എക്സ്പെക്ട് ചെയ്യാം. മറ്റേ അബ്ദുൽ കലാമിൻ്റെ പ്രൊഫൈലിൻ്റെ, ബട്ട് ദാറ്റ് വുഡ് ബി ആൻ ഈസി വൺ. സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെ ആവാം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷൻസോ അങ്ങനെയൊക്കെ വരാം, റൈറ്റപ്സോ അങ്ങനെ എന്ത് വേണേലും വരാം. സോ ആദ്യം ചെയ്തിരിക്കേണ്ടത് ഇതിലെ സ്റ്റോറി എന്താണ് ഇതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം ഇതിനൊക്കെ നിങ്ങൾക്കൊരു മറുപടി കിട്ടും when we are discussing the question papers. നമ്മൾ question papers previous model year
ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പം നമ്മുടെ പരിപാടികളൊക്കെ കുറച്ചും കൂടി ക്ലിയർ ആയി പോരും. ഓക്കെ, ആൻസർ കിട്ടിയല്ലോ അല്ലേ? ഓക്കെ, ലെറ്റ് അതേഴ്സ് ഓൾസോ കമൻറ്റ്. ഇതാ കുറച്ച് ആൾക്കാർ മാത്രമേ എനിക്ക് റിപ്ലൈസ് ഒക്കെ തരുന്നുള്ളൂ. ഐ ഡോണ്ട് വാണ്ട് സച്ച് എൻ ഓഡിയൻസ്. ഇത്ര ഇനാക്റ്റീവ് ആയിട്ടുള്ള പിള്ളേരെ എനിക്ക് തീരെ താല്പര്യമില്ല. ജസ്റ്റ് ബി വെരി ആക്റ്റീവ്. ഭയങ്കര അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ടൊക്കെ അങ്ങോട്ട് നിന്നേ. 2 തംസപ്പ് പോരട്ടെ. എവിടെ തംസപ്പ്? വിസാഡ്. Who is this wizard? What is your actual name, wizard? Is it a boy or a girl? I forgot. I think you said that in the last class, but I forgot that. Sorry. ശരി, അപ്പം എന്നാൽ നമുക്ക് 2-3 കമൻസ് ഒക്കെ വരുമ്പോഴേക്കും നമ്മൾ ഈ ഒരു 2-3 ലൈനൊക്കെ പറഞ്ഞു നിൽക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. എഗെയിൻ ഇന്നലത്തെ നമ്മുടെ ചുമയൊന്നും ഒറ്റ രാത്രി കൊണ്ട് പോവാത്തത് കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഐ വിൽ ബി ജസ്റ്റ് ടേക്കിംഗ് സം ബ്രേക്സ് ഫോർ മൈ കഫ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണമല്ലോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ തിരിച്ചു വരികയാണ്. ഇതാ നോക്കിക്കേ. The sacred turtles of Kadavu is a legend of a Fijian island. അപ്പോൾ ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ ലെജൻഡ്. ഒരു ഭയങ്കര ലെജൻഡറി ആയിട്ടുള്ള ഒരു സ്റ്റോറി, എ കൈൻഡ് ഓഫ് സ്റ്റോറിയാണ് അവിടെ വന്നിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് എ ഫിജിയൻ ലെജൻഡ്. ആൻഡ് ഇറ്റ് ടോക്സ് അബൌട്ട് വൺ റിച്വൽ ഓൺ ദി ഐലൻഡ് ഓഫ് ഫിജി. അപ്പോൾ ഫിജി എന്ന് പറയുന്ന സ്ഥലത്തെ ആ ഒരു ഐലൻഡിലെ എത്രയോ കാലമായിട്ട് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി ഒരു പ്രത്യേക റിച്വൽ. വാട്ട് ഇസ് ദിസ് റിച്വൽ? ഒരു ആചാരമാണ്. ഓക്കെ, ഒരു ആചാരമാണ് ഈ പറയുന്ന സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കഡാവു, ആ ഒരു സംഭവം. ഓക്കെ, ഈവൻ ഇഫ് ദ റിച്വൽ അപ്പിയേഴ്സ് എ ലിറ്റിൽ സ്ട്രേഞ്ച്, ഇറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ടച്ചസ് ദ ഹാർട്ട്. അപ്പം നമുക്ക് സാധാരണ ബോധത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കുമ്പം ഇതെന്താണിത് എന്നൊക്കെ നമ്മൾ വിചാരിക്കും അല്ലേ. ഇപ്പം നമ്മൾ കുറേ ആൾക്കാരെ കൊല്ലാനും പരിപാടികളൊക്കെ പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം അതൊക്കെ നമ്മൾ എന്താണ് ഈ ബലി കൊടുക്കുക, മനുഷ്യരെ ബലി കൊടുക്കുക എന്നുള്ള പരിപാടികളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ. എന്താ അതിൻ്റെ പിന്നിൽ നിങ്ങൾക്ക് എന്താ അതിനോട് തോന്നുന്നത്? ഇസ് ഇറ്റ് റൈറ്റ് തിങ്? 2 മനുഷ്യന്മാരെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സർവ്വ ഐശ്വര്യം കൂടെ പോരും എന്നാണോ? ഇസ് ഇറ്റ് ലൈക്ക് വൈസ്? ഹലോ സോണിയ, ഹായ്. ഓ മൈ ഗോഡ്, യു ആർ സേയിങ് ദാറ്റ് ഈ പറയുന്ന സാധനങ്ങളൊക്കെ റൈറ്റ് ആണെന്നാ? ഓ മൈ ഗോഡ്, യു ആർ എ സൈക്കോ മാൻ. കൊല്ലുന്നതൊക്കെ ശരിയാണെന്നാണോ പറയുന്നത്? ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പം നമ്മൾ ഈ പറഞ്ഞ ആ ഒരു റിച്വൽ എന്ന് പറഞ്ഞാൽ കേൾക്കുമ്പോൾ കുറച്ച് ഇവരുടെ തലയ്ക്ക് എന്താ ഓളാണോ എന്നൊക്കെ തോന്നും. ബട്ട് സ്റ്റിൽ എന്താണ്, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ നമുക്ക് ഒരു രസമൊക്കെ തോന്നുമ്പോൾ അവർ ചെയ്യുന്ന ആ കാര്യത്തോട് ദേ ആർ ഫീലിംഗ് ലൈക്ക് അവർക്ക് ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റും കൂടി ഉണ്ട് അതിനോട്. അപ്പോൾ എന്താണ് ആ ഒരു റിച്വൽ എന്നുള്ളത് നോക്കാം. ഓക്കെ, ലോങ് എഗോ ഇൻ ദ ലവ്ലി വില്ലേജ് ഓഫ് നമുവാന ഓൺ ആൻ ഐലൻഡ് ഓഫ് ഫിജി. ഓക്കെ, അപ്പോൾ അടുത്ത പേരുകളാണ് ഓർക്കാനുള്ളത്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, കാലാകാലങ്ങളായി നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നു. ഫിജിയൻ ഐലൻഡ്, ഫിജി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സ്മോൾ വില്ലേജ് ഉണ്ട്. ആൻഡ് ഇറ്റ്സ് നെയിം ഇസ് നമുവാന. ഓക്കെ, നമുവാന വില്ലേജ് ഉണ്ട്. ആൻഡ് ദർ ലിവ്ഡ്, അവിടെ ആരാ ജീവിച്ചിരുന്നത്? എ ബ്യൂട്ടിഫുൾ പ്രിൻസസ്. ആൻഡ് ദ പ്രിൻസസ് നെയിം ഇസ് തെനിയക്കോബ. ആൻഡ് അവിടെയോ ഷി വാസ് എ വൈഫ് ഓഫ് ദ ചീഫ് ആൻഡ് വാസ് എ കൈൻഡ് ആസ് ഷി വാസ് ബ്യൂട്ടിഫുൾ. അപ്പം തെനിയക്കോബയുടെ മേജർ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഷി വാസ് എ വെരി ബ്യൂട്ടിഫുൾ വൺ. ഓ മൈ ഗോഡ് വിസാർഡ്, നീ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ പറയുന്നത്. സം സൈക്കോസ് ആർ ഹിയർ കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ പ്രിൻസസിന്റെ പേരെന്ന് പറയുന്നത് ദിസ് ഇസ് എ നെയിം തെനിയക്കോബ. ആൻഡ് ഷി വാസ് റിയലി ബ്യൂട്ടിഫുൾ. ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഒപ്പം തന്നെ ഷി വാസ് വെരി കൈൻഡ്. ഭയങ്കര ആൾക്കാരോടൊക്കെ ഭയങ്കര കൈൻഡ് ആയിരുന്നു, ഭയങ്കര ദയുള്ളായിരുന്നു ആളായിരുന്നു. ഓക്കെ, ആൻഡ് ദ ചീഫ് ആൻഡ് ഹിസ് വൈഫ് ഹാഡ് വൺ ഡോട്ടർ, റോഡലിസ്. ഓക്കെ, നമ്മുടെ ഈ ചീഫിനും നമ്മുടെ തെനിയക്കോബയ്ക്കും they were having a daughter and her name was റോഡലിസ്. ഓക്കെ, ഹായ് അഞ്ജന. ഓക്കെ, അപ്പോൾ ഇവിടെ റോഡലിസ് ഉണ്ട്. അപ്പം ഈ അമ്മയും മോളും കൂടി എപ്പോഴും വെള്ളത്തിൽ, ഐലൻഡാണ്, അപ്പോൾ അവരുടെ 4 ചുറ്റും അല്ലെങ്കിൽ 3 ചുറ്റും വെള്ളമായിരിക്കും അല്ലേ, ചുറ്റും വെള്ളമായിരിക്കും. ഹലോ ഹായ്. ഓ ചുമ്മാ പറഞ്ഞതാണേ. ഒന്നാ ഞാനും ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ, സോറി ടു ഡിസ്റ്റർബ് യു. നല്ല രീതിക്ക് ചുമക്കുന്നുണ്ട്, സാരല്ല. ഹായ് നുസ്ര. യാ ഐ എം ഫൈൻ, ഹൗ ആർ യു? ലെറ്റ് മീ ഹാവ് സം വാട്ടർ. ഓക്കെ, അപ്പോഴേക്കെങ്കിലും റെഡി ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ,
അപ്പം എന്തായാലും നമുക്ക് തിരിച്ചു വരാം. അധികം സൗണ്ട് എടുക്കുന്നില്ല. സിക്ക് എന്ന് വെച്ചാൽ വേറെ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ഈ പറഞ്ഞ മാതിരി കുറച്ച് സൗണ്ട് എടുക്കുമ്പോഴേക്കും ചെറിയ ചെറിയ കുറച്ച് കഫൊക്കെ വരും. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, മൈൻഡ് ചെയ്യണ്ട. ശരി, അപ്പം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നോക്കിയേ, അപ്പം ഞാൻ കുറച്ച് സൗണ്ട് കുറച്ചായിരിക്കും പറയാം. ദാറ്റ് വോണ്ട് എഫക്റ്റ് യു. ഓക്കെ, ഓൾ റൈറ്റ്. നോക്കിയേ, നമുക്കിവിടെ വി ഹാവ് റോഡലിസ് ഉണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ആൻഡ് വി ഹാവ് ദിസ് പ്രിൻസസ്. അപ്പം ഈ അമ്മയും മോളും കൂടെ യൂഷ്വലി ഇവർക്ക് ദേ വർ ഹാവിങ് എ ഹാബിറ്റ് ഓഫ് വെള്ളത്തിലൊക്കെ, ഐലൻഡിലെ വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കുന്ന ഒരു ഹാബിറ്റ് അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് ദെൻ അവിടെ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? Sometimes they would wade out of the coral reefs and there they would catch a fish. Some days they climbed the cliffs beyond their villages. ചിലപ്പോൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്? ചിലപ്പം they'll be just wading, coral reefs ഒക്കെ ഒരുപാട് ഉണ്ടാവും. ആൻഡ് അതല്ല എങ്കിൽ they'll be just climbing.
ഓക്കെ, വെരി സോറി. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ മിസ് ഗോൺ അല്ലടാ, മിസ് ഇവിടെ ഉണ്ട്, മിസ് തിരിച്ചു വന്നിരിക്കുകയാണ്. കുറച്ച് സൗണ്ട് കുറയും കുറച്ച് നേരത്തേക്ക്. ബാക്കി റെഡി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ആ ഹൈ പിച്ചിലേക്ക് പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ യു ആർ ആസ്കിങ് അബൌട്ട് സം SSLC ക്ലാസ് അല്ലേ? അത് നമ്മൾ തീർച്ചയായിട്ടും ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങളെ ഷെഡ്യൂൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒന്ന് പിടിച്ച് നിൽക്കുക, എന്നിട്ട് നമ്മൾ ബാക്ക് ടു ദാറ്റ് തിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് പയ്യെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ആ പഴയ ട്രാക്കിലേക്ക് അങ്ങോട്ട് കയറാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് അവിടെ നിങ്ങോട്ട് സപ്പോർട്ട് ചെയ്ത് തന്നേക്കണേ. ഓക്കെ, എൻ്റെ അടുത്ത് നിന്ന് എനർജി കുറഞ്ഞാൽ അവിടെ നിന്ന് എനർജിയും കൂടെ പോരണം. ഓൾ റൈറ്റ്, ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ദ തിങ്സ് ദാറ്റ് വർ ഡൺ ബൈ നമ്മുടെ റോഡലിസ് ആൻഡ് ഹർ മദർ. അപ്പം അവരിതാ ദേ ക്ലൈംബ് ദ ക്ലിഫ്സ്, അത് പറഞ്ഞു. ദേ വെയ്ഡഡ് ഔട്ട് ദി കോറൽ റീഫ്സ്. വെറുതെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. രാജകുമാരിയും രാജ്ഞിയൊക്കെയാണ്, പ്രത്യേകിച്ച് വീട്ടിൽ പണിയില്ല, അടുക്കളയിൽ പണിയില്ല. അപ്പോൾ അവർക്ക് വെറുതെ പുറത്തു കൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കാം, പവിഴപ്പുറ്റുകൾ വാരി നടക്കാം, കുറച്ച് സർഗാത്മകമായി കാര്യങ്ങൾ ചിന്തിക്കുകയാണ് അവിടെ. ഓക്കെ, ശരി. അപ്പം നോക്കിക്കേ, അവിടെയൊന്നും അല്ല നമ്മുടെ മേജർ പ്രശ്നം വരുന്നത്. ദ പ്രോബ്ലം കംസ് ഹിയർ. The two women usually stayed close to shore, but one day they waded farther than usual. അപ്പോൾ സാധാരണഗതിയിൽ ഇവർ മറ്റേ കരയുടെ അടുത്തൊക്കെ നിന്നാണ് ഇപ്പോൾ സകല പരിപാടികളും നടത്താറ്. പക്ഷെ ഒരു ദിവസം എന്ത് സംഭവിച്ചു? ഗതികേടെന്ന് പറയട്ടെ, അവരുടെ തലയിലെഴുത്ത് അന്നായിരുന്നു എന്ന് പറഞ്ഞോട്ടെ, അവരറിയാണ്ട് കളിച്ച് ആ മറ്റേ നമ്മുടെ തീരത്തിൻ്റെ അടുത്ത് നിന്നൊക്കെ മാറി കുറച്ചങ്ങോട്ട് വിട്ടുപോയി. എന്നിട്ടോ the day was beautiful and the fish were thick and fast in the reefs, and the mother and daughter hardly noticed how far they had gone when the wind to the east of the rocky shore began to pick up. അപ്പോൾ ഇവർ അന്ന് നല്ല ഭംഗിയുള്ളൊരു ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ആ ക്ലൈമറ്റിൽ അവർ സമയം പോയതേ അറിഞ്ഞില്ല. അവരിങ്ങനെ പയ്യെ മൂവ് ചെയ്ത് പോയതും അറിയില്ല. നമ്മൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ വിൽ ഫീൽ ലൈക്ക് എന്താ, നമ്മൾ സമയം പോകുന്നതേ അറിയില്ല അല്ലേ? അപ്പോൾ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരിങ്ങനെ സമയം പോയതെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സ്ഥലത്തുനിന്ന് അവർ സാധാരണ യൂഷ്വലി നിൽക്കുന്ന സ്ഥലത്തുനിന്ന് കുറേ അധികം മൂവ് ചെയ്ത് ഇങ്ങോട്ട് പോകുന്നു. ഓക്കെ, ഇനി ഓക്കെ. ഹായ് ബ്ലാക്ക് ഹാറ്റ്, ഹൗ ആർ യു? ഐ എം ഫൈൻ, താങ്ക് യു ഫോർ ആസ്കിങ്. ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നോക്കി ഇവിടെ എന്താ നടക്കുന്നത്? There was a large canoe filled with fishermen from the village of Nabukalevu. അപ്പോൾ എന്താ, കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും നബുലുക്കലേവു എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്ന് ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷർമാൻ. ഓക്കെ, ഞാൻ എൻ്റെ പിക്ചറൈസേഷൻ സ്കിൽസ് വീണ്ടും എടുക്കണോ? ഡു യു വോണ്ട് ടു സീ സം പിക്ചറൈസേഷൻ? എൻ്റെ തൊണ്ടയ്ക്ക് കുറച്ച് കുഴപ്പമുള്ളൂ, ബട്ട് മൈ ഹാൻഡ്സ് ആർ സ്റ്റിൽ വർക്കിംഗ്. നമുക്കിത് ക്യാനോ ആക്കിയെടുക്കാം. ഓക്കെ, കുറച്ച് സർഗാത്മകത കൂടി പോയി, എന്നാലും കുഴപ്പമില്ല. സോ കൺസിഡർ ദിസ് ഇസ് എ ക്യാനോ. നമ്മുടെ ഒരു എന്താണ്, ഒരു കപ്പൽ, ഒരു വഞ്ചി, കപ്പലല്ല വഞ്ചി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആരൊക്കെ ഇരിപ്പുണ്ട്? കുറേ ചേട്ടന്മാരിപ്പുണ്ട്, കുറച്ച് ഫിഷർമാൻ ഉണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ആ ക്യാനോയിൽ കയറി ഇരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവരെന്ത് ചെയ്യാണ്? ദേ ആർ ഫ്രം നബുക്കലേവു. ഏതാ സ്ഥലത്തിൻ്റെ പേര്? ഇറ്റ് ഈസ് നബുക്കലേവു. ഓക്കെ, ആൻഡ് ഓൺ ദി ഫാർ സൈഡ് ഓഫ് ദി ഐലൻഡ്. അപ്പോൾ ഇവർ നമ്മുടെ രാജ്ഞിയും രാജകുമാരിയൊക്കെ ഇവിടെയാണുള്ളത്. നല്ലൊരു രാജകുമാരി, ഓക്കെ, രാജകുമാരിയായിട്ട് തോന്നുന്നൊന്നും അറിയില്ല, ബട്ട് സ്റ്റിൽ ഐ ഫീൽ ലൈക്ക് ദിസ് ഇസ് എ രാജകുമാരി. ഓക്കെ, ഈ അമ്മയും മോളും കൂടെ ദേ ആർ ഹിയർ, ആൻഡ് ഇവരുടെ അടുത്തേക്ക് ഓൾമോസ്റ്റ് ഇവരിങ്ങനെ അറിയാണ്ട് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ദേ ആർ ദർ ആർ ഗ്രൂപ്പ്. ഇവിടെ നബുക്കലേവു എന്നാണ് വന്നിട്ടുള്ളത്. ആൻഡ് ദ മെൻ ഹാഡ് സ്പൈഡ് ദ വിമൻ ഫ്രം സോ അഫാർ ആൻഡ് വെൻ ദേ സ്പോട്ടഡ് ദം ദേ ബിഗാൻ ടു കം ഫാസ്റ്റ് ഫോർവേഡ് ടു ദം. അപ്പോൾ ഇവർ കുറേ നേരമായി അമ്മയും മോളും ഇവിടെ കളിച്ചുകൊണ്ട്, നല്ല ഭംഗിയുള്ളവരും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവർ കുറേ നേരമായി ഇവരിവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നു. ആൻഡ് ഇവർ കുറേ നേരമായി ഇവരെ ചേസ് അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് മൂവ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ പ്രശ്നം ഗുരുതരമാണല്ലേ? ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? When the fishermen were close, they seized the princess and her daughter. അടുത്തെത്തിയപ്പോഴേക്ക് എന്ത് ചെയ്തു? ഇവരെ അങ്ങോട്ട് പിടിച്ച് നമ്മുടെ ഈ ഒരു ക്യാനോയിലേക്ക് പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്നിട്ട് എന്താ സംഭവിച്ചത്? They quickly bound their hands and feet with paddling as fast as they could from the sea and tossed them into the bottom of their canoe. പിടിച്ച് ഓൾറെഡി കൈയൊക്കെ അങ്ങോട്ട് കെട്ടിയിട്ട് എന്ത് ചെയ്തു? വേഗം എന്തിലേക്ക് ഇട്ടു? നമ്മുടെ ക്യാനോയിലേക്ക് പിടിച്ചിട്ടു. ഓ മൈ ഗോഡ്, എന്താടോ ക്ലാസ് തുടങ്ങിയില്ലേ ഉള്ളൂ, നീ ഇന്നെ ഇങ്ങനെ തളർത്തല്ലേ? ക്ലാസ് എപ്പോൾ തീരുന്നാണോ? ക്ലാസ് എത്ര നേരം ഉണ്ടാവും എന്ന് ചോദിക്കടോ. ഒന്നുമില്ലല്ലോ, ഞാൻ അത്ര പാവമായിട്ട് കഷ്ടപ്പെട്ട് ക്ലാസ് എടുക്കുന്നില്ലേ? കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ ക്ലാസ് എപ്പോൾ തീരുന്ന്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ഒരു ക്യാനോയിലേക്ക് എടുത്തിട്ടിട്ടുണ്ട് നമ്മുടെ അമ്മേനെയും മോളെയും കൂടി. അപ്പോൾ അവർ രണ്ടുപേരും ഇതിനുള്ളിലാണുള്ളത്. ഓക്കെ, എന്നിട്ടോ ആൻഡ് ദേ ട്രൈ ടു ഗോ ബാക്ക്. അവർ വേഗം തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. Okay, and then what happens? Titanic and Rhodalis begged them to make them free. അപ്പോൾ ഇവർ കാര്യമായിട്ട് ഇവരുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പ്ലീസ് ഞങ്ങളെ വിടാൻ അനുവദിക്കൂ. ബട്ട് ദേ വർ ലൈക്ക്
മറ്റേ അട്ടഹാസമൊക്കെ ആയിരുന്നു. അട്ടഹസിച്ചുകൊണ്ട് പറയാൻ നോ, വിൽ നോട്ട് ലെറ്റ് യു ഗോ. ആൻഡ് ഇവർ ഭയങ്കരമായിട്ട് കരഞ്ഞ് അപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. ഓ നിനക്ക് ട്യൂഷൻ ഉണ്ടോ? നമ്മൾ സെയിം സാധനമാണ്. യു ആർ ഹാവിങ് ട്യൂഷൻ ഫോർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൻ്റെ ട്യൂഷൻ്റെ കാര്യമാണോ പറയുന്നത്? ഓക്കെ, അപ്പോൾ ഇവർ കുറേ നേരം കരഞ്ഞപേക്ഷിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ നത്തിങ് ഈസ് ഹാപ്പനിങ്. ഇവർക്ക് യാതൊരു ദയം തോന്നുന്നില്ല. But the gods were not pleased with the fishermen's cruelty. And suddenly the sky turned black and the wind began to howl and the once calm sea began to show. അപ്പോൾ എന്താ, ഈ അമ്മയും മോളും ഭയങ്കരമായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും കേൾക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ഭൂമിക്ക് തന്നെ, നേച്ചറിന് തന്നെ ഈ ഒരു പരിപാടി ഇഷ്ടപ്പെട്ടില്ല അല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? നേച്ചർ തന്നെ ഇറ്റ് സ്റ്റാർട്ടഡ് ടു റിവോൾട്ട്. ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് നേച്ചർ തന്നെ മുന്നോട്ട് വന്നു. ആഹാ, യു ആർ ഹാവിങ് മാത്സ്. ഓ താങ്ക് യു എടാ. കുറേ വെള്ളമൊക്കെ കുടിച്ച് നോക്കി മോനെ, ഒരു രക്ഷയില്ല. നോക്കാം, കുറച്ച് നേരോടൊക്കെ നോക്കാം, 2-3 ഗ്ലാസ് വെള്ളം കൂടെയൊക്കെ കുടിച്ച് നോക്കാം, വെള്ളം റെഡി ആവുമായിരിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഓക്കെ. അപ്പോൾ ദ ഫിഷർമാൻ എന്ത് ചെയ്യാണ്? കടലിലൊക്കെ ഭയങ്കരമായിട്ട് തിര വരികയാണ്. ഇങ്ങനെ നല്ല നോർമലായിട്ട് ഒഴുകിക്കൊണ്ടിരുന്ന ഓഷ്യൻ്റെ തിരമാലകളൊക്കെ കയറുക ഇങ്ങനെ മേലോട്ടൊക്കെ വരാൻ തുടങ്ങി. ആൻഡ് അപ്പം നമ്മുടെ കാനോയിൽ ഇരിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും ഇങ്ങനെ ആടി ഒലയുകയാണ്. And the waves poured, and when this last looked down, they saw that the bodies
അയ്യോ പോയവരൊക്കെ വേഗം ഓടി വായോ തിരിച്ചു വായോ മിസ് തിരിച്ചു വന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ വേഗം പോയവരെ ഓടിപ്പോയവരൊക്കെ തിരിച്ച് വിളിച്ചുകൊണ്ട് പോരെ. ബാക്ക് വിത്ത് എ ബാങ്ക്, നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇത് ശരിക്കും തിരിച്ചു വന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും കുറച്ച് സമയം എടുക്കും, നമ്മുടെ മറ്റേ ആ ടോണിലേക്ക് എത്തിവരാൻ കുറച്ച് സമയം എടുക്കും. ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. അപ്പോൾ ഞാൻ വന്ന സ്ഥിതിക്ക് ഏതായാലും ഈ പറഞ്ഞുകൊണ്ട് തന്ന സാധനം ഒന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. അതിനിടയ്ക്ക് നമുക്ക് ബാക്കി കൊച്ചു വർത്തമാനത്തിനൊക്കെ പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ അമ്മേനെ മോളെയും നമ്മുടെ ക്യാനോയിൽ കയറ്റി ഇട്ടു എന്നുള്ള കാര്യത്തിലായിരുന്നു പറഞ്ഞു തന്നത്. അയ്യോ ഞാൻ തിരിച്ചു വന്ന എനിക്ക് 2 ഉത്സാഹപരമായിട്ടുള്ള തിരിച്ചുവരവിനെ എനിക്ക് 2 ക്ലാപ്സൊക്കെ തന്നാലേ ക്ലാസ് മുന്നോട്ട് പോവുള്ളൂ കേട്ടോ. ഒരു തംസപ്പും 2 മറ്റേ ഇങ്ങനെ പോപ്പറും ആ സാധനമൊക്കെ ഇങ്ങനെ പൊട്ടട്ടെ, എന്നാൽ മാത്രമേ ബാക്കി ഇനി മുന്നോട്ട് പോവുള്ളൂ, എന്നാൽ മാത്രം ഒരു അടി ഞാൻ ഇവിടെ നിന്ന് മുന്നോട്ട് വെക്കുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് വരട്ടെ, സമയം എടുക്കും. എന്നാലും അപ്പോഴേക്കും ഞാൻ ഈ ഭാഗം ഒന്ന് പറഞ്ഞു നിർത്താം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരടി വെക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എവിടെയാണ്? അമ്മേനെ മോളെയും കൂടെ നമ്മുടെ ആ വഞ്ചിയിലേക്ക് അങ്ങോട്ട് കയറ്റി പിടിച്ചിട്ടു. ഓക്കെ, അവിടെയാണ് നമ്മൾ കഴിച്ചത്. ഇനി അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് നോക്കിക്കേ. ആൻഡ് അത് നമ്മുടെ നേച്ചറിന് പോലും ഇഷ്ടപ്പെട്ടില്ല, ഭൂമിക്ക് പോലും. ദേ ജസ്റ്റ് ഫെൽറ്റ് ലൈക്ക് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. നേച്ചറിന് പോലും ഇഷ്ടപ്പെട്ടില്ല. നേച്ചർ അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എങ്ങനെയാണ് പ്രതികരിച്ചേ? ദി വേവ്സ് ഒക്കെ ഭയങ്കര പൊക്കത്തിലേക്ക് വരാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് നമ്മുടെ ക്യാനോ ആടി ഉലയാൻ വേണ്ടിയിട്ട് തുടങ്ങി. എന്നിട്ടോ drenched and exhausted, ഇവിടെ തൊട്ടാണ് നമ്മുടെ പരിപാടി തുടങ്ങുന്നത്. Drenched and exhausted, the fishermen of Nebuchadnezzar went home and never spoke of their disaster. അവിടെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മുടെ ടേർട്ടിൽസിന്റെ കാര്യം അത് പറയാൻ വേണ്ടിയിട്ട് വിട്ടുപോയി. When they looked down, they saw that the bodies that they had once been women had turned into 2 giant sea turtles. അപ്പോൾ എന്താ, നമ്മുടെ ഈ സ്ത്രീകൾ ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? They just jumped into water, വെള്ളത്തിലേക്ക് ചാടുകയാണ് ചെയ്തത്. ആൻഡ് ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യന്മാരൊക്കെ താഴേക്ക് നോക്കിയപ്പോഴേക്കും എന്താ കാണുന്നത്? They could just see എന്താ ടേർട്ടിലായിട്ട് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, സോ ദിസ് ഇസ് എ ടേർട്ടിൽ. അപ്പോൾ ഈ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിയ അമ്മയും മോളും എന്തായിട്ട് മാറി? ടേർട്ടിൽസ് ആയിട്ട് മാറി, ആമകളായിട്ട് മാറി. ഓക്കെ, ഹായ് അനിമോൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ ടേർട്ടിൽസ് ആയിട്ട് മാറി. ആ ടേർട്ടിൽസ് ആയിട്ട് മാറിയ ആ 2 സ്ത്രീകളെ 2 പേരെയും കാണാനില്ല, പകരം കുറച്ച് ടേർട്ടിൽസിനെ മാത്രം അവിടെ കാണുന്നുള്ളൂ. ഓക്കെ, ആൻഡ് എന്ത് ചെയ്തു? And the turtle slipped easily and comfortably into the water. ആദ്യമേ ഇവരുടെ മേത്തേക്ക് വെള്ളം അടിച്ച് കയറിയപ്പോഴേക്കും they just have turned into turtles, and അവർ സാവധാനം എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് അങ്ങ് പയ്യെ നല്ല സാവധാനം അങ്ങ് ഡ്രിഫ്റ്റ് ചെയ്തു പോയി. And the moment they were safely beneath the surface, the sea grew calm and wind grew still. അപ്പോൾ ഇവർ വെള്ളത്തിലേക്ക് ചാടിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. എന്താ, പ്രകൃതി ഫുള്ള് കാമായി, ഒരു പ്രശ്നങ്ങളുമില്ല, കാറ്റുമില്ല, ഒരു തിരമാലയില്ല, എവറിത്തിങ് ഇസ് നോർമൽ. അപ്പോൾ ഇതൊക്കെ കണ്ട് പേടിച്ചു പോയ നമ്മുടെ നെബുക്കദ്നെസർ ആൾക്കാർ they just have returned back to home. തിരിച്ച് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് they just have gone back. And അവരെവിടെ ചെന്നിട്ട് നെവർ സ്പോക്ക് ഓഫ് ദ ഡിസാസ്റ്റർ അറ്റ് സീ ആൻഡ് ഓഫ് ദെയർ ക്രൈം. അപ്പോൾ അവർ നാട്ടിൽ ചെന്നിട്ട് ഞങ്ങൾ 2 പെൺകുട്ടികളെ പിടിച്ചുകൊണ്ട് വരാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും വീട്ടിൽ ചെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമോ? നോ, നെവർ. ദേ വോണ്ട് സ്പോക്ക് അബൌട്ട് എനി ഓഫ് ദോസ് തിങ്സ്. അപ്പോൾ അവരെന്ത് ചെയ്തു? വീട്ടിൽ ചെന്നിട്ട് ഇവർ ചെയ്ത ഈ പണികളെ പറ്റിയിട്ടൊന്നും വീട്ടിൽ ചെന്നിട്ട് അല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ചെന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. ഓക്കെ, and forever afterward Titanic and Rhodelus lived in the waters of that bay. അപ്പം പിന്നീടുള്ള കാലം മുഴുവൻ നമ്മുടെ റോഡലിസും അതുപോലെ തന്നെ നമ്മുടെ അവളുടെ അമ്മയും എവിടെ താമസിച്ചു? ആ വാട്ടറിൽ തന്നെയായിരുന്നു. അവർ തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടില്ല. അപ്പം ഇതാണ് ദിസ് ഇസ് എ സ്റ്റോറി. കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ലെജൻഡ്. ശരിക്കും നടക്കാൻ വല്ല ചാൻസും ഉണ്ടോ? നെവർ അല്ലേ. ആൻഡ് always there remained turtles rescued and blessed by the gods and guarded the village of Namon. അപ്പം ഇവരുടെ ഒരു വിശ്വാസ പ്രകാരം എന്ത് സംഭവിച്ചു? ദ പേഴ്സൺസ് നമ്മുടെ ഈ അമ്മയും മോളും they were like guarded by the nature, and അവർ ആ കണ്ടാവു എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് they always used to stay there in water. Okay, and even today in Namuana, ഇപ്പോഴും നമോവാനയിൽ they are remembered. ഹായ് ഹലോ, ഹായ് മുഹമ്മദ്, ഹായ് റിച്ചു. ഒന്ന് ആക്റ്റീവായിട്ട് വരട്ടെ, ഹായ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കി, അപ്പോൾ നവാനയിലുള്ള ആൾക്കാർ ആ ഒരു പ്രത്യേക സമയമാകുമ്പോഴേക്കും they'll be just wearing some mourning clothes. അതായത് ഈ ഒരു ദുഃഖം ഇവർ ടേർട്ടിൽസ് ആയിട്ട് മാറി അല്ലെങ്കിൽ ആ ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് they'll be just wearing mourning clothes and carrying sacred clubs walking to the shore. അപ്പം നമ്മൾ മൂവീസിലൊക്കെ കാണാറുള്ള പോലെ ജസ്റ്റ് ഇമാജിൻ ചെയ്താൽ മതി, ഇവർ ആ ഒരു പെർട്ടിക്കുലർ ദിവസം ആകുമ്പോഴേക്കും ഇവർ പ്രത്യേക തരത്തിലുള്ള ക്ലോത്ത്സ് ഒക്കെ ധരിച്ച് they'll be just praying some rituals
ഈ നമ്മുടെ ഉണ്ടായിപ്പോയ അല്ലെങ്കിൽ ആമകളായ അവർക്ക് വേണ്ടിയിട്ട് they'll be just saying some doing some rituals. Richu, you are a new admission, are you a new student here? Welcome to the platform. അപ്പോൾ നമുക്ക് വിൽ ജസ്റ്റ് ചിൽ, നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇതൊന്ന് പറഞ്ഞു നിർത്തോട്ടെ, ഞാൻ കാര്യമായിട്ട് പരിചയപ്പെടാൻ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ, they stand and chant their beloved turtles, rise to the surface so we may see your adolescent in your cover. അപ്പോൾ അവിടെ പോയി നിന്നിട്ട് എന്തോ പറയും, സീയുടെ അടുത്ത് പോയി നിന്നിട്ട് എന്താ പറയാറ്, എന്തെന്നാ പറയുക, എന്ത് പറയും, ഞങ്ങളെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പ്ലീസ് കം ടു ദ സർഫസ് ഓഫ് ദി വാട്ടർ, വെള്ളത്തിൻ്റെ മേലേക്കൊന്ന് വരൂ, സോ ദാറ്റ് വീൽ ഓൾസോ ഗെറ്റ് ബ്ലെസ്ഡ്, നിങ്ങളെ കാണാൻ പറ്റുമല്ലോ. തിനിയോകോബയുടെ അടുത്തും റോഡൽസിൻ്റെ അടുത്ത് പറയും പ്ലീസ് കം സോ ദാറ്റ് വി ക്യാൻ ഓൾസോ സീ. സോങ് എന്താടാ, വാട്ട് ഡു യു മീൻ റിച്ചു, സോങ് എന്നൊക്കെ പറയുന്നത്, വാട്ട് സോങ്, ഡു യു വാണ്ട് ടു സിംഗ് എ സോങ്? യാ, പക്ഷെ എന്തുണ്ട്, ആസ് ദ വിമൻ ചാന്റ് ദ ജെയിൻ ടർട്ടിൽസ് റൈസ് ടു ദ സർഫസ് ഓഫ് കാണ്ടാവു. അപ്പോൾ എന്താ, ഇങ്ങനെ സ്ത്രീകൾ വന്ന് നിന്ന് ഈ മന്ത്രങ്ങൾ ഉച്ചരിക്കുമ്പോഴേക്കും എന്ത് സംഭവിക്കും, സഡൻലി വാട്ട് ഹാപ്പൻസ്, ആമകൾക്ക് പകരം 2 മുയലുകൾ വെള്ളത്തിൽ നിന്ന് വരുമോ, അതോ 2 ഫിഷുകൾ തുള്ളിച്ചാടി പോവുമോ? നോ, നെവർ, അല്ലേ. നമ്മുടെ ടേർട്ടിൽസ് വെള്ളത്തിൻ്റെ മേലെ ഇങ്ങനെ സർഫസിലേക്ക് വരും. ആൻഡ് ദ തിങ് ഇസ് ദാറ്റ് നമുക്കലേവിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന്മാർ ഈ കാണ്ടാവുവിൻ്റെ പ്രദേശത്ത് എങ്ങാനും ഉണ്ടെങ്കിൽ ദിസ് ടേർട്ടിൽസ് വോണ്ട് കം. അപ്പോൾ ആ നാട്ടുകാരോട് അവർക്ക് അത്രയും ശത്രുതയാണുള്ളത്. സോ അവിടുന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ദീസ് ടേർട്ടിൽസ് വോണ്ട് ഷോ അപ്പ് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ. അപ്പോൾ സോ ദാറ്റ് ഈസ് ദെയർ thing, and they recognize their enemies, and the sea turtles never forget those who have done them wrong. അപ്പോൾ എന്താ അവരുടെ ഫീച്ചർ എന്താ, സീ ടേർട്ടിൽസ് ഒരിക്കലും അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരുടെ എനിമീസിനെ ഒരിക്കലും ഫൊർഗീവ് ചെയ്യാറില്ല. യെസ്, വെരി ഗുഡ്, ജെയിൻ ടേർട്ടിൽസ്. യാ, സോ അതാണ് നമ്മുടെ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കാണ്ടാവു എന്ന് പറയുന്ന അതിലെ മെയിൻ ആയിട്ട് വരുന്ന ഒരു ലെജൻഡ്. സ്റ്റോറി ക്ലിയർ ആണോ? സ്റ്റോറി ക്ലിയർ ആണോ? സ്റ്റോറി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓ മൈ ഗോഡ്, ഐ ആം റിയലി ഡിസപ്പോയിൻറ്റഡ്. ഞാൻ മറ്റേ 2 നൃത്ത ചുമയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് യു ആർ നോട്ട് അറ്റ് ഓൾ ആസ്കിങ് മീ എനിത്തിങ്. മിസ്സസ് സുഖാണോ, അല്ലെങ്കിൽ മിസ്സിന് എങ്ങനെയുണ്ട്, ചുമ മാറിയോന്ന് പോലും ആരും ചോദിച്ചില്ലല്ലോടാ ഒരു മരുന്നിന്. സങ്കടം ഉണ്ട് കേട്ടാ. ഞാൻ മറ്റേ നമ്മുടെ ഏലാദിയും 2 സ്ട്രപ്സിൽസും ഒക്കെ കഴിച്ചിട്ട് നിൽക്കുകയാണ്. സാരല്ല. ശരി, അപ്പോൾ നമുക്ക് ഏതായാലും അടുത്തതിലേക്ക് പോവാം. ഇനി നമുക്കുള്ളത് ഡിസാസ്റ്റർ ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. നെയിം എന്തുവാ മിസ്സേ? എടാ, എൻ്റെ നെയിം അവിടെ കൊടുത്തിട്ടുണ്ടോ? Yesterday also I was repeating my name and I told you that you don't have to ask me my name for the next class. കഷ്ടമുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. നമ്മൾ കുറച്ച് ടൈം ഞാൻ കുറച്ച് സൈഡിലൊക്കെ പോയി ചുമച്ച് കുറച്ച് സമയമൊക്കെ ലൂസ് ചെയ്തു. ആ ഒരു ടൈമൊക്കെ കൂടെ നമ്മളൊന്ന് കയറ്റിയെടുത്തിട്ട് വിൽ ബി ജസ്റ്റ് ഡിസ്കസിങ് സം അതർ കൊച്ചു വർത്താമനംസ്. ഓക്കെ, അപ്പോൾ ഇതാ നോക്കിക്കുക, ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് ഇന്ത്യയിൽ എന്താണ് അഭിപ്രായം? ഇന്ത്യയിൽ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടോ? ഇന്ത്യയിൽ ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവാറുണ്ടോ? അതോ ഇന്ത്യ മറ്റേ പെർഫെക്റ്റ് ഒരു ഡിസാസ്റ്റർ പോലും ഉണ്ടാവാത്ത നല്ല സ്വർഗ തുല്യമായ ഭൂമിയാണോ? സ്വർഗ തുല്യമായ ഏരിയ ആണോ? ഡു ഇന്ത്യ ഹാവ് ഡിസാസ്റ്റേഴ്സ്? ഓക്കെ, എന്ത് ചെയ്യും? എന്താ ഡിസാസ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിലുണ്ടാവും? ഡെഫിനറ്റ്ലി, അല്ലേ. നമ്മുടെ നാട് ഇപ്പം നമ്മൾ വർഷാവർഷം കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ ഡിസാസ്റ്റേഴ്സ് കാണുന്നുണ്ട്, അല്ലേ. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റേഴ്സ് ഒക്കെ ദിവസം കാണുന്നുണ്ട്, അല്ലെങ്കിൽ വർഷാവർഷം നമ്മൾ ഫ്ലഡ്സ് കാണുന്നുണ്ട്, ലാൻഡ് സ്ലൈഡ്സ് കാണുന്നുണ്ട്. ആൻഡ് ഡു വി നോ ദ സൊല്യൂഷൻസ് ഫോർ ദീസ് ഡിസാസ്റ്റേഴ്സ്? നമുക്ക് ഈ ഡിസാസ്റ്റേഴ്സിനെ എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്കറിയാമോ? എങ്ങനെയാ? എനി ഐഡിയ? ഏതെങ്ങനെയാണ് നമ്മൾ ഡിസാസ്റ്റേഴ്സിനെ പരിഹരിക്കുക? ആ ഒരു കാര്യമാണ് വിൽ ബി ഡിസ്കസിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഡിസാസ്റ്റേഴ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് ഡിസാസ്റ്റർ, അല്ലെങ്കിൽ വാട്ട് ആർ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഹൗ ക്യാൻ വി സോൾവ് ദം. അതായിരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇംഗ്ലീഷിൽ പഠിക്കുന്നിടത്ത് വൈ ആർ വി സ്റ്റഡിങ് ദീസ് ഡിസാസ്റ്റേഴ്സ്, അല്ലേ? അങ്ങനെയൊക്കെ ചിന്തിക്കാം, പക്ഷെ ചിന്തിച്ചിട്ട് കാര്യമില്ല. വി ഹാവ് ടു സ്റ്റഡി. ഓക്കെ, അപ്പം ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇറ്റ്. എന്താണ് ഡിസാസ്റ്റേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? ഹൗ ക്യാൻ വി ജസ്റ്റ് get introduced this topic of disasters. Okay, disasters are global scenario. ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം നടക്കുന്നതല്ല ഡിസാസ്റ്റർ. ഇവിടെ മാത്രമേ മഴ പെയ്യുള്ളൂ, പ്രളയം ഉണ്ടാവുള്ളൂ? അല്ല, ഇന്ത്യയിലെ പല ഭാഗത്തും, ഇന്ത്യയിലല്ല പുറത്തും പല ഭാഗങ്ങളിലും നമുക്ക് ഈ പറയുന്ന പോലെ എന്തെന്ന് കൊടുക്കാം? വി ക്യാൻ ജസ്റ്റ് സേ ദാറ്റ് ഓൾ ഓഫ് ദം ഇറ്റ്സ് എ ഗ്ലോബൽ സിനാരിയോ. ഏത് നാട്ടിൽ വേണമെങ്കിലും ഉണ്ടാവാവുന്ന ഒരു സംഭവമാണ്
we have thus disasters. Okay. ഇവിടെ നോക്കിയേ. And why are these disasters? എന്താണ് nowadays why these disasters are given prominence? കാരണം പണ്ടുണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ what happens, നമ്മൾക്ക് ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സിന്റെ എണ്ണം വളരെയധികം കൂടുതലാണ്. ഓക്കെ. ആൻഡ് ഇറ്റ് ഈസ് റിയലി എ ചാലഞ്ച് ഫോർ ഓൾ ഹ്യൂമാനിറ്റി. മനുഷ്യന്മാർക്ക് ഭയങ്കര ഒരു ചാലഞ്ച് അല്ലേ? നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ വിൽ വി ബി ഏബിൾ ടു ഹാൻഡിൽ ഓൾ ദി ഡിസാസ്റ്റേഴ്സ്? ഉണ്ടാവുന്ന ഡിസാസ്റ്റേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? പ്രളയം വന്നു, പ്രളയത്തോട് അവിടെ നിൽക്ക് പ്രളയമേ, നിന്ന് പ്രളയം തിരിച്ചു പോയി, നടക്കുമോ? നെവർ. അപ്പം എന്താ, നൗഡേയ്സ് ഡിസാസ്റ്റേഴ്സ് ഹവ് ഇൻക്രീസ്ഡ് ബോത്ത് ഇൻ ഫ്രീക്വൻസി ആൻഡ് ഇൻറ്റൻസിറ്റി. പണ്ടൊക്കെ ഡിസാസ്റ്റേഴ്സ് ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു ഫ്രീക്വൻസി, അതിൻ്റെ ഒരു തീവ്രതയും അതിൻ്റെയൊക്കെ നമ്പറൊക്കെ വളരെ കുറവായിരുന്നു. ബട്ട് നമുക്ക് ഇന്ന് നമ്മൾ നേരിടുന്ന ഡിസാസ്റ്റേഴ്സിൻ്റെയൊക്കെ എണ്ണം വളരെ കൂടുതലാണ്, കൺസിഡറബിളി ഭയങ്കര കൂടുതലാണ്. ഓക്കെ. ഡെഫിനറ്റ്ലി ഡിസാസ്റ്റേഴ്സിൻ്റെ ചാപ്റ്റേഴ്സ് ഇറ്റ്സ് റിയലി ഇമ്പോർട്ടൻറ്റ്. കണ്ടിട്ട് വായിക്കാത്തത് എന്താണ്? ഓ യു ആർ സേയിങ് ലൈക്ക്, ഓ ഐ ഡിഡ്ന്റ് ഗെറ്റ് യു ഡിയർ. Oh, you were saying like I have to read the other message, alle aa message vaayikkanam nalle. I didn't get you. Okay, so which is the best channel for +1 English target? Oh my god. Okay, വായിച്ചിട്ടുണ്ട് കേട്ടോ മുഹമ്മദ്. Okay, I didn't understand. കണ്ടിട്ട് വായിക്കാതെ വിട്ടു പോയതല്ല. ഞാൻ എന്താണ് സാധനം എൻ്റെ ലൈറ്റ് കത്തിയില്ല, ട്യൂബ് ലൈറ്റ് കത്തിയില്ല, എപ്പോഴാണ് കത്തിയത്, സോറി. ഓക്കെ. ഓക്കെ. അപ്പോൾ ദേ കോസ്റ്റ് ഗ്രേറ്റ് ലോസ് ഓഫ് ലൈവ്സ് ആൻഡ് പ്രോപ്പർട്ടി. അപ്പം ഡിസാസ്റ്റേഴ്സ് വന്നാൽ എന്താ സാധാരണ സംഭവിക്കുക? ഒന്നുകിൽ നമ്മുടെ സ്ഥലവും നമ്മുടെ സകല സാധനവും ഒഴുകി പോകും, അല്ലെങ്കിൽ പോയി പോവും. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ജീവൻ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാം. ആൻഡ് വി ക്യാൻ സീ ദാറ്റ് കൺട്രീസ് വിത്ത് ലോവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആർ മോർ വൾണറബിൾ. ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ് ആർ അഫക്റ്റഡ് ബൈ ഫ്ലഡ്സ്. അപ്പോൾ ദാ ഇങ്ങനത്തെ കൺട്രീസ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള കൺട്രീസ് ഇന്ത്യ, ചൈന ആൻഡ് ബംഗ്ലാദേശ്, ഇവിടെയാണ് we are most frequently affected by floods. ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാവുന്നത് നമുക്ക് തന്നെയാണ്. However, ഇതൊന്നും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ we won't be able to ചേഞ്ച് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ പരിപാടികളൊക്കെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നടന്നേക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ, ഹൗ ക്യാൻ വി അഡ്ജസ്റ്റ്, അല്ലെങ്കിൽ ഹൗ ക്യാൻ വി മാനേജ് ദിസ്, ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പോൾ എന്താ നടക്കുന്നത് നോക്കിക്കേ. ആദ്യത്തെ കാര്യം നമ്മൾ വി ആർ ഡിസ്കസിങ് അബൌട്ട് ഡ്രൗട്ട് ഇസ് ദ മോസ്റ്റ് ഡെഡ്ലി ഓഫ് ഓൾ ഡിസാസ്റ്റേഴ്സ്. ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഡ്രൗട്ടാണ്. വാട്ട് ഇസ് ദിസ് ഡ്രൗട്ട്? വരൾച്ച, അല്ലെങ്കിൽ വെള്ളമൊന്നും തീരെ ഇല്ലാത്തൊരവസ്ഥ. ആൻഡ് ഇന്ത്യ ഈസ് വൾണറബിൾ ടു ഡിസാസ്റ്റേഴ്സ് മെയിൻലി ഡ്യൂ ടു ഇറ്റ്സ് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ആൻഡ് ജിയോളജിക്കൽ ഫോർമേഷൻ. അപ്പോൾ ഇന്ത്യയിലെ ഫ്ലഡ് അല്ലെങ്കിൽ ഡിസാസ്റ്റേഴ്സ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള 2 റീസൺസ് ഇതാണ്. ഒന്ന് ജിയോളജിക്കൽ ഫോർമേഷനും ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും. ഇന്ത്യയുടെ ലൊക്കേഷൻ അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് അല്ലേ. ഇനി എന്താ സംഭവിക്കുന്നത്? ആൻഡ് ദ ലോങ് കോസ്റ്റ് ലൈൻസ് ഓഫ് ഇന്ത്യ. ഒന്നാമത്തെ പ്രശ്നം, ഇന്ത്യക്ക് വളരെ കൂടുതലാണ് എന്ത്? കോസ്റ്റ് ലൈൻസ്. എന്താണ് ഇന്ത്യയുടെ കോസ്റ്റ് ലൈൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? വീണ്ടും ഞാൻ എൻ്റെ പടം വരാ സ്കിൽസ് കയ്യിലെടുക്കണം. അപ്പം ഇന്ത്യ ലെറ്റ് ഇറ്റ് ബി ലൈക്ക് ദിസ്. ഇവിടെ ഇങ്ങനെ ഒരു ഗുജറാത്ത് ഉണ്ട് അല്ലേ. ദെൻ ലെറ്റ് ഇറ്റ് ബി ഇന്ത്യ ലൈക്ക് ദിസ്. ഇങ്ങോട്ട് പോകുന്നുണ്ട്. എന്നെ ഇന്ത്യനെ ആക്ഷേപിച്ചു എന്നൊന്നും ആരും പറഞ്ഞുകൊണ്ട് വരരുത്. ഓക്കെ, എന്തോ ഒരു ഇന്ത്യ ആയി പോയല്ലേ. ലെറ്റ് മീ റബ് ദിസ്. സോറി, നമ്മൾ ആ ഇന്ത്യനെ മായ്ച്ചു കളഞ്ഞേക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ വെറുതെ ഇന്ത്യനെ നമ്മൾ ആലോചിച്ചാൽ മതി. ഇന്ത്യക്ക് ഒരുപാട് കോസ്റ്റ് ലൈൻസ് ഉണ്ട്, അതായത് ഇന്ത്യക്ക് ഒരുപാട് തീരദേശ പ്രദേശങ്ങളുണ്ട്. ഓക്കെ, അപ്പം അതൊരു പ്രശ്നമാണ്. ഇനി അതല്ലാണ്ട് ഇനി എന്താ പ്രശ്നമുള്ളത്? ഇന്ത്യ ഹാസ് ലോട്ട് ഓഫ് പെരനിയൽ റിവേഴ്സ്. അതായത് ഇന്ത്യയിൽ ഒരുപാട് റിവേഴ്സിൻ്റെ സാന്നിധ്യമുണ്ട്. കുറേയധികം റിവേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് നദികൾ വരുന്നുണ്ട്. ഇനി അതുകൂടാണ്ട് എന്ത് വരുന്നുണ്ട്? മഞ്ഞുമലകൾ, ഒരുപാട് മഞ്ഞുമലകൾ അവിടെ വരുന്നുണ്ട്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ലീഡ്സ് ടു ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഇതെല്ലാം ഡിസാസ്റ്റേഴ്സിന് ഒരു പരിധിവരെ കാരണമാവുന്നുണ്ട്. ആൻഡ് ഇന്ത്യ ഈസ് അഫക്റ്റഡ് ബൈ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ലൈക്ക് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാവാറുണ്ട്, ഫ്ലഡ്സ് ഉണ്ട്, ഡ്രൗട്ട്സ് ഉണ്ട്, എർത്ത് ക്വേക്സ് ഉണ്ട്. ഇനി അതൊന്നും അല്ലാണ്ട് ഹീറ്റ് വേവ്സ്, ഹെയിൽ സ്റ്റോം, സൈക്ലോൺസ്, എൻ്റെ പൊന്നോ തീരുന്നില്ല. എന്തായിരുന്നു ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്? ഇന്ത്യക്ക് എന്താ ഉള്ളത്? ഇപ്പറഞ്ഞ സകല പ്രശ്നങ്ങൾ. ഇനി എന്തെങ്കിലും ഇല്ലേ? അതില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ദ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. ഇത് നമ്മളൊന്നും ഇത്രയും സാധനങ്ങളൊക്കെ അല്ലാണ്ട് വരും. ഇനി ഇതൊന്നും വന്നില്ല എങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കയ്യിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് ഇട്ടും കൊടുക്കും. ഓക്കെ, അപ്പോൾ അതിനെയാണ് ദേ ആർ കോൾഡ് ആസ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. അപ്പം ആദ്യത്തൊക്കെ ദേ ആർ കോൾഡ് ആസ് നേച്ചർ തന്നെ ഉണ്ടാക്കി വിടുന്ന ഡിസാസ്റ്റേഴ്സ് ആണ്. ഇതൊന്നും അല്ല എങ്കിൽ വി ഹാവ് ദോസ് മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ്. എന്തൊക്കെയാണ് ഈ മാൻ മെയ്ഡ് ഡിസാസ്റ്റേഴ്സ് എന്ന് പറയുന്നത്?
മനുഷ്യന്മാരുണ്ടാകും, ഈ സമരങ്ങളിലൂടെയൊക്കെ ഉണ്ടാകുന്ന റൈഡ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇനി അതുപോലെ തന്നെ ഗ്യാസ് ലീക്കേജ്, നമ്മൾ ഫാക്ടറീസിലൊക്കെ ഗ്യാസ് ലീക്കേജ് പോലുള്ള പരിപാടികൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കാറുണ്ട്. സോ ഓൾ ദീസ് തിങ്സ് ആർ കോൾഡ് ആസ് മാൻ മെയ്ഡ് തിങ്സ്. ആൻഡ് ഓൾ ദീസ് തിങ്സ് ലീഡ്സ് ടു ഡാമേജസ്. ഒന്നെങ്കിൽ മനുഷ്യൻ്റെ ഡാമേജ്, അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസിനുള്ള ഡാമേജ്, ഒരുപാട് ഡിസ്ട്രക്ഷൻസ്, ഒരുപാട് മരണങ്ങൾക്കൊക്കെ ഇതിന് കാരണമാവാറുണ്ട്. ഓക്കെ, എന്താണ് ആരുടെ ഒരു അനക്കമൊന്നും ഇവിടെ കേൾക്കുന്നില്ലല്ലോ? സാബിത്ത് വാട്ട് യു സേയിങ്, കറക്റ്റ് ബ്രോ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അവൻ പറഞ്ഞത് ശരിയാണ്, മിസ് കണ്ടിട്ട് വായിക്കാതിരുന്നതാണെന്ന് തന്നെയാണോ നീയും പറയുന്നത്? കഷ്ടമുണ്ട്. ഞാൻ ശരിക്കും എനിക്ക് കണ്ടിട്ട് മനസ്സിലായിട്ടല്ല, ദാറ്റ് ഇസ് വൈ ഐ ഡോണ്ട് റീഡ്. അപ്പോൾ വേഗം ഒരു 2-3 ഹായ് ഹലോ ഒക്കെ അയച്ച് ലെറ്റ് മീ സീ ദാറ്റ് ആരും ഉറങ്ങുമൊന്നും അല്ല, എല്ലാവരും ഇവിടെ ഉണ്ടെന്നൊക്കെ എനിക്ക് സ്വന്തമായിട്ടൊന്ന് ആശ്വസിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഗെറ്റ് മീ സം മെസ്സേജസ്. വേഗം വേഗം കമൻറ്റ് ബോക്സ് ഒക്കെ ഒന്ന് ആക്റ്റീവ് ആക്കിക്കേ. ആൻഡ് ഇനി 2-3 ക്വസ്റ്റ്യൻസ് ഞാൻ പടപടാന്ന് ചോദിക്കുമ്പോൾ ഐ വാണ്ട് ടു ഗെറ്റ് സം ആൻസേഴ്സ്. ഓക്കെ, ആൻഡ് ഇത് ഡിസാസ്റ്റേഴ്സും ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആയിട്ടാണെന്ന് തോന്നുന്നു എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയിരിക്കുന്നത് അല്ലേ? ഡിസാസ്റ്ററേ ഞങ്ങൾക്ക് താല്പര്യമില്ല മിസ്സേ, പിന്നെ എന്തിനാണ് മിസ് ഇതിനെപ്പറ്റി ഇങ്ങനെ വാചകം പഠിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. വാട്ട് ഡു വി ഡു മാൻ? നമുക്ക് വേറെ നിവർത്തിയില്ല, വിൽ ഹാവ് ടു സ്റ്റഡി. ഇനി എങ്ങാനും നമുക്ക് ഫ്ലഡൊക്കെ നമുക്ക് വരാനിരിക്കുന്നത്, അതൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മാനേജ് ചെയ്യാനും കൂടെ നമുക്ക് പറ്റണ്ടേ? ഓക്കെ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഇതെല്ലാം പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്തൊക്കെ പ്രശ്നങ്ങൾ വരും ഡിസാസ്റ്റർ, ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വാട്ട് ഓൾ തിങ്സ് വിൽ ഹാപ്പൻ? ഒന്നാമത്തെ പ്രശ്നം എന്താ? നമ്മുടെ ലൈഫ് ടൈം അല്ലെങ്കിൽ ലൈഫ് ലൈനിൽ വേണ്ട മെയിൻ ആയിട്ടുള്ള നമ്മുടെ നെസസറി ആയിട്ടുള്ള സിസ്റ്റംസിനെയൊക്കെ അത് ബാധിക്കും. ദെൻ മെയിൻലി കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. കറണ്ട് ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? വർത്താനം പറയാണ്ട് ഫോണില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? നെറ്റില്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? വെള്ളം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ സോ ഓൾ ദീസ് തിങ്സ് വിൽ ബി ഡിസ്റ്റർബ്ഡ്. ആൻഡ് ഇതൊന്നുമല്ലാണ്ട് ഇതെല്ലാം നമ്മുടെ കൊമേഴ്ഷ്യൽ, നമ്മൾ പൈസ ഉണ്ടാക്കണമെങ്കിൽ കറണ്ട് വേണം, ഫോൺ വേണം, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് വേണം. അപ്പോൾ എല്ലാം കൊണ്ടും ഡിസ്റ്റർബ്ഡ് ആവും. ആൻഡ് ഇതൊന്നും പറയാഞ്ഞിട്ട് ഇതിനേക്കാളൊക്കെ മേലെ ആര് വരും? ഡെത്ത്, മരണങ്ങൾ, ഒരുപാട് മരണങ്ങളും സംഭവിക്കും. ഓക്കെ, ആൻഡ് സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ് ഷുഡ് ബി. ഇനി എങ്ങനെയാണ്, ഹൗ ഷുഡ് വി make sure that we have got some management systems for disasters? അപ്പോൾ ഒന്നാമത് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സേഫ് ആൻഡ് സെക്യൂർ ബിൽഡിംഗ് ഷുഡ് ബി കൺസ്ട്രക്റ്റഡ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ കെട്ടുമ്പോൾ തന്നെ ബിൽഡിങ്സ് ഒക്കെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഒക്കെ നമ്മുടെ വെള്ളം പൊങ്ങുന്ന ഏരിയാസിലൊക്കെ കുറച്ച് വീടുകളൊക്കെ പൊക്കി കെട്ടുന്ന പരിപാടികളൊക്കെ നമ്മൾ കേൾക്കാറില്ലേ? അപ്പോൾ അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വിൽ ഹാവ് ടു ഡു. നമ്മൾ സേഫ് ആയിട്ട് കൺസ്ട്രക്ഷൻസ് ഒക്കെ നടത്തണം. ആൻഡ് ദെൻ ബിൽഡിംഗ് കോഡ്സ് ഷുഡ് ബി സ്ട്രിക്ട്ലി ഇംപ്ലിമെൻറ്റഡ്. അപ്പം ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോഴേക്കും അതിന് ഒരു ക്രൈറ്റീരിയ ഷുഡ് ബി ഡിനോട്ടഡ്. ഇന്ന രീതിയിൽ ബിൽഡിംഗ് ഇന്നൊരു റീജിയനിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇന്ന ഫോളോവിങ് മെത്തേഡ്സ് ഒക്കെ അല്ലെങ്കിൽ ക്രൈറ്റീരിയാസ് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യണം. ഇനി സ്റ്റേറ്റ് ഗവൺമെൻറ് പ്ലേസ് എ മേജർ റോൾ. ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും ഈ പറഞ്ഞ ഡിസാസ്റ്റേഴ്സ് മാനേജ് ചെയ്യുന്നതിൽ വളരെ വലിയൊരു പങ്കാണുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, 2 ഗവൺമെൻറ്റ്സും കൂടെ നല്ല രീതിക്ക് ഫെസിലിറ്റേറ്റ് ചെയ്യണം. ഇനി ഡിസാസ്റ്റേഴ്സ് വന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? വെറുതെ വീട്ടിൽ പോയി കുത്തിരി അല്ലെങ്കിൽ മരിച്ചവിടെ കിടക്കാൻ പറ്റുമോ? പറ്റില്ല. പകരം എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ കഴിഞ്ഞിട്ടുള്ള സമയത്തും വിൽ ഹാവ് ടു ഗോ ഫോർ റീഹാബിലിറ്റേഷൻ. അതായത് ഡിസാസ്റ്റർ സംഭവിച്ചു, പിന്നെ അയ്യോ എനിക്ക് ഡിസാസ്റ്റർ ഉണ്ടായി, നമ്മുടെ നാട്ടിൽ ഡിസാസ്റ്റർ ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. പകരം എന്ത് ചെയ്യണം? അതിന് വന്നതിന് ബാക്കി നോക്കാൻ വേണ്ടി ശ്രമിക്കണം അല്ലേ? അപ്പോൾ അതിനുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആൻഡ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇറ്റ് ഷുഡ് ബി ഡൺ. റീഹാബിലിറ്റേഷൻ പ്രോസസ്സുകൾ നിർബന്ധമായിട്ട് നടത്തണം. ആൻഡ് പ്രോപ്പർ കോർഡിനേഷൻ വർക്ക്സ്, ആൾക്കാർ തമ്മിൽ ഒരു കോർഡിനേഷൻ ഒക്കെ ഉണ്ടാക്കി ഡിപ്പാർട്ട്മെൻറ്റ്സ് പലത് തമ്മിൽ ഉത്സാഹിച്ച് പ്രവർത്തിച്ച് ദാറ്റ് റീഹാബിലിറ്റേഷൻ ഷുഡ് ബി മെയ്ഡ് അറ്റ് ഈസ്. ഓക്കെ, ഇനി അടുത്ത റെസ്ക്യൂ ടീംസ്. പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴേക്കും ഇറങ്ങി പ്രവർത്തിക്കാനുള്ള റെസ്ക്യൂ ടീം ഷുഡ് ഓൾസോ ബി മെയ്ഡ് അവൈലബിൾ. ഇനി ബിസൈഡ്സ് 2 ഗവൺമെൻറ്റ്സും ടെക്നോളജിക്കലായിട്ടുള്ള ഒരുപാട് ഇന്നോവേഷൻസും നമ്മുടെ ഈ ഒരു ഫീൽഡിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഡിസാസ്റ്റേഴ്സിനെ നേരിടാൻ. അത് ഇറ്റ് വാസ് സച്ച് എ വെരി ബിഗ് ചാപ്റ്റർ. അപ്പോൾ അത് നമ്മൾ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ്, എങ്ങനെയാണ് ഡിസാസ്റ്റേഴ്സ്, വാട്ട് ഓൾ ടൈപ്സ് ഓഫ് ഡിസാസ്റ്റേഴ്സ് ഇന്ത്യനെ എങ്ങനെ ബാധിക്കുന്നു, ഹൗ ആർ ദ സൊല്യൂഷൻസ് ആർ മെയ്ഡ്, അല്ലെങ്കിൽ ഏതൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഓക്കെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് മീ എ തംസ് അപ്പ്. വേഗം ഒരു തംസ് അപ്പ് കിട്ടിയിട്ട് പോയിക്കോളൂ. ഓക്കെ, യു വിൽ ഡെഫിനറ്റ്ലി ഹാവ് ക്ലാസ്സസ്. പ്ലീസ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ ഷെഡ്യൂൾസ് നിങ്ങളെ അറിയിക്കും കേട്ടോ. യു വിൽ ഗെറ്റ് ടു നോ ദോസ് തിങ്സ്. ഓക്കെ, അപ്പോൾ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ക്യാൻ ഐ മൂവ് ടു ദി നെക്സ്റ്റ് വൺ? നമ്മുടെ സെറാങ് ഓഫ് രണഗഞ്ചി. ഓക്കെ, അതിലേക്ക് പോവാം. ശരി, അപ്പം നമ്മൾ സെറാങ് ഓഫ് രണഗഞ്ചി. എന്താ സെറാങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ കേൾക്കുന്നുണ്ട് സെറാങ്. വാട്ട് ഇസ് ഇറ്റ്?
Okay, so fine. Okay, I have got an okay from you. So ഒരാളുടെ ഓക്കെയിൽ ബാക്കിയുള്ളവർ ഓക്കെ പറയുകയാണെന്ന് ഞാൻ അങ്ങോട്ട് അസ്യൂം ചെയ്തെടുത്ത് വി ആർ ജസ്റ്റ് ഗോയിങ് ഫോർ ദ സെക്കൻഡ് നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പം ദ സെറാങ് ഓഫ് റാണഗഞ്ചി. ഓക്കെ, അപ്പോൾ അവിടെ നമ്മുടെ AJ ക്രോണിൻ്റെ ഒരു സ്റ്റോറിയാണ് ഈ ഒരു സെറാങ് ഓഫ് റാണഗഞ്ചി. എനിക്ക് തോന്നുന്നു ഐ തിങ്ക് വി ഹാവ് സ്റ്റഡീഡ് സംതിങ് റിലേറ്റഡ് ടു AJ ക്രോണിൻ ഫ്രം 10th standard ടു, റൈറ്റ്? 10th standardലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഓ മൈ ഗാഡ്, റിച്ചു നീ എവിടെ പോയിരുന്നടാ? ഉറങ്ങിപ്പോയോ കുറച്ച് നേരം? ഐ ഹാവൻ സീൻ യു. ഓർ ഭയങ്കരമായിട്ട് ലിസൺ ചെയ്ത് ഭയങ്കര പഠിത്തത്തിൻ്റെ ആ ഒരു മൂഡിലേക്ക് അങ്ങ് പോയോ? എനിക്കൊന്നും കേട്ടില്ല, ദാറ്റ്സ് വൈ ഐ ആം ആസ്കിങ്. ഓക്കെ, ശരി. അപ്പം നമ്മൾ സെറാങ് ഓഫ് റാണഗഞ്ചിയിലേക്ക് പോവാണ്. ഇല്ല മിസ് ഉണ്ടോ? ഓക്കെ അവിടെ ഉണ്ടായാൽ മതി കേട്ടോ. ഓക്കെ, ചില നേരത്തെ ഐ വിൽ ബി ജസ്റ്റ് ആസ്കിങ് യു സം ക്വസ്റ്റ്യൻസ്. പേര് വിളിച്ച് ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ലെറ്റ് മീ ജസ്റ്റ് നോ യുവർ നെയിംസ്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ജസ്റ്റ് കോളിങ് യുവർ നെയിംസ് എന്നാവൂലേ? ഇടയ്ക്കിടയ്ക്ക് പേരൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഓർമ്മയൊക്കെ ഉണ്ടാവും. നിങ്ങൾ ക്ലാസ് എന്നൊക്കെ ടീച്ചേഴ്സ് എന്തെങ്കിലും കുരുത്തക്കേടൊക്കെ ഒപ്പിക്കാൻ രണ്ട് പേരൊക്കെ വിളിക്കുമ്പോഴേക്കും യു വിൽ ബി ജസ്റ്റ് ബിക്കമിങ് വെരി കോൺഷ്യസ്, നോ? അപ്പോൾ രണ്ട് പേരൊക്കെ കമൻറ്റ് ചെയ്തേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ വിൽ ജസ്റ്റ് കോളിങ് യുവർ നെയിംസ് ടു. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, എന്താണ് സെറാങ് ഓഫ് റാണഗഞ്ചി? എന്താ അവിടെ നടക്കുന്നത്? The chapter priorly discusses about Nidin ഇല്ലെങ്കിൽ റിച്ച്. ഓക്കെ ഫൈൻ. സോണിയ, യു ആർ സോണിയ. സോണിയയുടെ പേര് സോണിയ എന്ന് തന്നെയാണല്ലോ അല്ലേ? ഇറ്റ്സ് നോട്ട് എനി അതർ നെയിംസ്, റൈറ്റ്? അപ്പം ഇവിടെ സെറാങ് ഓഫ് റാണഗഞ്ചി എന്ന് പറയുന്നത് ദിസ് ഇസ് ആക്ച്വലി എ സ്റ്റോറി വേർ അല്ലെങ്കിൽ വിച്ച് ടോക്സ് അബൌട്ട് സിമ്പതി, അല്ലെങ്കിൽ ഒരാളുടെ നല്ല ക്വാളിറ്റീസിനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് നമ്മൾ പഠിക്കുന്ന ഒരു ചാപ്റ്ററാണ് സെറാങ് ഓഫ് റാണഗഞ്ചി. ഓക്കെ, അപ്പം നമ്മൾ അതിലേക്ക് ഡിസ്കസ് ചെയ്യാൻ പോവാം. ഓക്കെ, കുറേ തംസപ്പ് ഒക്കെ കാണുന്നുണ്ട്. യെസ്, സോണിയാണ്. ഓൾ റൈറ്റ്, സോണിയ. ഓക്കെ. ഏഞ്ചൽ, ഇസ് ദാറ്റ് യുവർ റിയൽ നെയിം? ഓക്കെ, അപ്പോൾ സോണിയനെ കിട്ടി, നിതിനെ കിട്ടി, അല്ലെങ്കിൽ റിച്ചു ഉണ്ട്. ആൻഡ് ദെൻ ഏഞ്ചൽ, ഇസ് ഇറ്റ് റിയലി റിയൽ നെയിമൊക്കെ തന്നെയാണോ? ആണെങ്കിൽ ലെറ്റ് മീ നോ ദാറ്റ് ത്രൂ യുവർ കമൻറ്റ്സ്. ഓക്കെ, ശരി. അപ്പോൾ നോക്കിക്കേ, ദ സ്റ്റോറി ദ സെറാങ് ഓഫ് റാണഗഞ്ചി ബൈ ഡോക്ടർ AJ ക്രോണിൻ ഇസ് അബൌട്ട് എ സീ വോയേജ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ഒന്ന് ഓർത്തിരുന്നോളൂ, എവിടെ നിന്നാണ് ഈ ഒരു ജേർണി തുടങ്ങുന്നത്? ഇറ്റ് വാസ് ഫ്രം ലിവർപൂൾ ടു കൽക്കട്ട. ലിവർപൂളിൽ നിന്ന് കൽക്കട്ടയിലേക്കുള്ള ഒരു ട്രാവലാണ്. ഓക്കെ, ദാറ്റ് ഇസ് ഏഞ്ചൽ. ഹലോ ഷിഫ്ന. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ നടക്കുന്നത്? ഇറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പരിപാടികൾ മുഴുവൻ ഈ സ്റ്റോറി നടക്കുന്നത്, ഈ സ്റ്റോറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, and it tells us the author and the hero of the story manages to potential calamity silently and bravely. അപ്പം പെട്ടെന്ന് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. അപ്പോൾ ഇവിടെയും ഒരു കൈൻഡ് ഓഫ് ഡിസാസ്റ്റർ ഇസ് ഹാപ്പനിങ് ഇൻ ദാറ്റ് ത്രൂ ഔട്ട് ദറ്റ് വോയേജ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓത്തർ ഡോക്ടർ AJ ക്രോണിനും നമ്മുടെ സെറാങ്ങും എങ്ങനെയാണ് ഇതിനെയൊക്കെ ഡീല് ചെയ്യുന്നത്, എത്രത്തോളം പോസിറ്റീവ്, എത്രത്തോളം ധൈര്യത്തോടെയാണ് ഇതിനെ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് വി ആർ സീയിങ് ഇൻ ദിസ് പെർട്ടിക്കുലർ ചാപ്റ്റർ. ഓക്കെ, ആൻഡ് ഇനി നോക്കിക്കേ ബാക്കിയുള്ളത്. The story begins with the fashionable lady's remark about a native Zevan. അപ്പോൾ ഈ ഒരു കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ സെറാങ്ങിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ഒക്കെ ചോദിക്കുമ്പോഴേക്കും യു ക്യാൻ ജസ്റ്റ് മാർക്ക് ദിസ് റിമാർക്ക് അബൌട്ട് ദിസ് ലേഡി. ഈ ഒരു ലേഡി ഒരു ഭയങ്കര ഫാഷനബിൾ ആയിട്ടുള്ള ഒരു ലേഡി, ഇങ്ങനെ ഭയങ്കര പോഷിലൊക്കെ നടക്കുന്ന ലേഡീസിനൊക്കെ കണ്ടിട്ടില്ലേ? അത്തരത്തിലുള്ള ഒരു ലേഡി ഒരു കമൻറ്റ് ഇടുകയാണ് ഒരു മനുഷ്യനെ പറ്റിയിട്ട്, നമ്മുടെ സെറാങ്ങിനെ പറ്റിയിട്ട്, സീമാനെ പറ്റിയിട്ട് ഒരു കമൻറ്റ് പറയാം. എന്താ കമൻറ്റ്? വാട്ട് വാസ് ദറ്റ് കമൻറ്റ്? ഷീ വാസ് ലൈക്ക് he was an ugly man with short legs and large head. Oh, ayale nokiye, he is such a ugly man with very short legs and very big head. Okay, kandale madi endur kolla manchine kaanan. Okay, and he was the boatswain of the ship. അതായത് ആ ഷിപ്പിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. റാണഗഞ്ചി ആയിരുന്നു അതിൻ്റെ ഒരു ഓൾ ഇൻ ഓൾ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് വിളിക്കാം. ആൻഡ് ദ സ്പോക്ക് ഓഫ് ഹിം ആസ് എ കോമിക് റീജൻ. അപ്പോൾ അവരൊക്കെ പറയുന്ന രീതിക്ക് ഇവൻ എന്തോ ഒരു കോമഡി ക്യാരക്ടറാണെന്നുള്ള രീതിക്കാണ് അവർ നമ്മുടെ സെറാങ്ങിനെ പറ്റി സംസാരിക്കുന്നത്. ഓക്കെ, ആൻഡ് AJ Cronin, the physician of the ship, overheard this remark, and the ship was crowded with tourists, and most of them were accompanied by their wives and families. And when the ship landed at Port Said, and the tourists went out for the shopping. അപ്പം നമ്മുടെ ഓതർ നമ്മുടെ AJ Cronin ഈ പെണ്ണുങ്ങളൊക്കെ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ആൻഡ് എന്താണ് അപ്പോൾ ഇവിടെ എന്താ ഒരു പോർട്ട് സെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയപ്പോഴേക്കും അതിലുണ്ടായിരുന്ന ടൂറിസ്റ്റുകളൊക്കെ അവിടെ ഒന്ന് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ദേ ജസ്റ്റ് ഹാവ് ലാൻഡഡ് ദർ. അവിടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇറങ്ങി കയറി
ഓക്കെ, അവർ ഇറങ്ങി ആൻഡ് തിരിച്ചു വരികയാണ്. ആൻഡ് വൺ ഓഫ് ദ ഫോളോയിങ് മോർണിംഗ് സെറാങ് അപ്പിയർ ടു ദി ടു ലാസ്കേഴ്സ് ആൻഡ് ദേ വർ ഒബ്വിയസ്ലി സിക്ക്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ അല്ലെങ്കിൽ അടുത്ത ദിവസമൊക്കെ ആയപ്പോഴേക്കും എന്ത് സംഭവിച്ചു? ഒരു 2 പേർക്ക് തീരെ സുഖമില്ല എന്നുള്ളൊരു ന്യൂസ് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് സെറാങ് വാസ് ദി വൺ ഹു വാസ് ടേക്കിംഗ് കെയർ ഓഫ് ദം ആൻഡ് ദേ വർ സഫറിങ് ഫ്രം സ്മോൾപോക്സ്. സ്മോൾപോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ വെരി ഡെഡ്ലി ഡിസീസ്. പെട്ടെന്ന് സ്പ്രെഡ് ആവാൻ ചാൻസ് ഇല്ല, വന്നു കഴിഞ്ഞാൽ മരിച്ചു പോകാവുന്ന ഒരു ഡിസീസാണ് സ്മോൾപോക്സ്. അപ്പോൾ അതിൻ്റെ ഡേഞ്ചറസ്നെസ് അത്രയുമുണ്ട്. Cronin reported that the matter to the captain and he advised the doctor to keep it a secret. അപ്പോൾ ക്രോണിൻ എന്ത് ചെയ്തു? ഡോക്ടർ ക്രോണിൻ ആണ്, ഹീസ് ദ ഡോക്ടർ ദർ. അപ്പം നമ്മുടെ സെറാങ്ങിൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് നിങ്ങൾ ആരുടെ അടുത്തും പറയരുത്, പകരം എന്ത് ചെയ്യണം? പകരം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് വെറീഡ് ആവും, അവർ പാനിക് ചെയ്യാൻ തുടങ്ങും. സോ യു ഡോണ്ട് ഹാവ് ടു ടെൽ എനി വൺ അബൌട്ട് ദിസ്. ഇതിൻ്റെ അടുത്തൊന്നും ആരുടെ അടുത്തും പറഞ്ഞേക്കരുതെന്ന് പറഞ്ഞ് അങ്ങോട്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുകയാണ്. ഓക്കെ, ആൻഡ് നമ്മുടെ ഡോക്ടർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഈ പേഷ്യൻസിനെ എവിടെയെങ്കിലും തന്നെ മാറ്റിക്കൊണ്ടുപോയി ചികിത്സിക്കണം, അല്ലെങ്കിൽ സാധാരണക്കാരുടെ കൂട്ടത്തിൽ ആൾക്കാരുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞാൽ ദേ ഓൾസോ ഗെറ്റ് എ ഡിസീസ്. സോ അങ്ങനെ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കുകയാണ്. ആൻഡ് ഒരു ചെറിയൊരു ലാർജ് ക്യാൻവാസ് ഒക്കെ വെച്ചിട്ട് ഒരു പുതിയൊരു ഷെൽട്ടർ ഉണ്ടാക്കുകയാണ് നമ്മുടെ സെറാങ്. അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്ന് ഹി ഈസ് ദ വൺ ഹൂ ഈസ് ടേക്കിംഗ് കെയർ ഓഫ് ദീസ് പീപ്പിൾ. ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനും ശുശ്രൂഷിക്കാനും ഒക്കെ അവിടെ ഉള്ളത് നമ്മുടെ സെറാങ് ആണ്. ആൻഡ് സെറാങ് ഹസൻ, അയ്യോ നമ്മൾ സെറാങ്ങിൻ്റെ പേര് ഞാൻ പറയാൻ വിട്ടുപോയി അല്ലേ, ഹസൻ ആണ്. ആൻഡ് ഹസൻ ഹെൽപ്പ് ദ ഡോക്ടർ വിതൗട്ട് ഷോയിങ് എനി ഫിയർ. സോ സാധാരണ രീതിയിൽ സ്മോൾ പോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അടുത്ത ആൾക്കാരുടെ അടുത്തേക്ക് എടുക്കില്ല. കാരണം എന്താ, അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പകരം എന്നറിയാം. പക്ഷെ ഇവിടെ നമ്മുടെ ഹസൻ ഹി വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. സോ ഹസൻ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നോ, ഹി വാസ് നോട്ട് അലോട്ട് ഹാവിങ് ഒരു യാതൊരു പേടിയും ഇല്ലാണ്ട് ഹി വാസ് ലൈക്ക് ഓൾ ഇൻ ടു സർവീസ്. ഭയങ്കരമായിട്ട് ആൾക്കാരെ സർവീസ് ചെയ്യാൻ റെഡി ആയിരുന്നു. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടോ? ഫോളോ ചെയ്യുന്നുണ്ടോ? ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ആൻഡ് ഹീ ജസ്റ്റ് ഹാവ് ടേക്കൺ കെയർ, മച്ച് കെയർ. ഭയങ്കരമായിട്ട് അവരെ ശ്രദ്ധിക്കാനുള്ള ഒരു പരിപാടിയൊക്കെ അവൻ നോക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വൺ ഓഫ് ദ വിക്ടിംസ് വാസ് ഇൻ കോമ സ്റ്റേറ്റ് ആൻഡ് ഹീസ് ജസ്റ്റ് സാറ്റ് ആൻഡ് വാച്ച്ഡ്. ആൻഡ് സെറാങ് വാസ് റിയലി ഫ്രം പഞ്ചാബ്. ഇനി സെറാങ്ങിനെ പറ്റി ക്യാരക്ടർ സ്കെച്ചിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഹി വാസ് ഫ്രം പഞ്ചാബ്. ആൻഡ് ഹിസ് പേരൻസ് ദേ ഹാഡ് വാണ്ടഡ് ടു സൗത്ത് ഇന്ത്യയിലേക്ക് അവർ മൂവ് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ പനിയാണോ? ക്ലിയർ ആവണ്ട. ഓക്കെ, താങ്ക് യു ഡിയർ. ക്ലിയർ ആവേണ്ടത് പറയുന്നത് റിപ്ലൈ ചെയ്യുന്നതിന് തംസ് അപ്പ് ഫോർ യു. മിസ്റ്ററിന് പനിയൊന്നുമില്ലടാ, യു ജസ്റ്റ് ഹാവ് ഗോട്ട് സം പ്രോബ്ലം വിത്ത് മൈ ത്രോട്ട്. തൊണ്ടയിലൊരു കിരികിരിപ്പ്. സോ ഐ ജസ്റ്റ് ഹാവ് ബോട്ട് സം. എന്താ കണ്ടോ, പഠിപ്പിക്കാൻ നല്ല സ്ട്രെപ്സിൽസും മറ്റേ നമ്മുടെ ഏലാദിയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ചുമ വന്നു കഴിഞ്ഞാൽ വിൽ ജസ്റ്റ് ഹാവ് എ സ്ട്രെപ്സിൽസ്. ഓക്കെ, ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? അപ്പോൾ നമ്മുടെ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പഞ്ചാബിൽ നിന്നാണ്. അവരുടെ അച്ഛനും അമ്മയൊക്കെ എങ്ങോട്ട് മൂവ് ചെയ്തു? സൗത്ത് ഇന്ത്യയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ടൈം ഹി ടുക്ക് ദ സീ ഫെയറിങ്. അപ്പോൾ ഈ ഒരു സമയത്ത് അങ്ങനെ മൂവ് ചെയ്ത ആ ഒരു സമയത്താണ് ഇവർ സീ ഫെയറിങ്, കടലിലേക്കുള്ള ഈ ഒരു ജോലിയിലേക്ക് നമ്മുടെ സെറാങ് വരുന്നത്. ഹീ ഈസ് നോട്ട് എ മാരീഡ് മാൻ. അദ്ദേഹം ഒരു ബാച്ചിലറാണ്, ഹീ ഈസ് നോട്ട് മാരീഡ്. ഇനി ആൻഡ് ഹി ഹാഡ് നോ, അടുത്ത ഒരു പ്രത്യേകത, ഇവിടെ വരെ ഇത്രയും അദ്ദേഹത്തിൻ്റെ ഫീച്ചേഴ്സ് ആണ് കേട്ടോ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചോളാം. അപ്പം അദ്ദേഹത്തിന് പ്രത്യേകിച്ച് സേവിങ്സ് ഒന്നുമില്ല. അപ്പം ഇയാൾ കിട്ടുന്ന പൈസ ഹീ ഈസ് ജസ്റ്റ് ലിവിങ് ഹിസ് ലൈഫ്. അങ്ങനെ പ്രത്യേകിച്ച് എവിടെയും സ്വരുക്കൂട്ടി വെച്ചിട്ടൊന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി Cronin expressed his wish that he could be paid extra for this extra service. അപ്പോൾ നമ്മുടെ ക്രോണിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഇത്രയൊക്കെ എക്സ്ട്രാ പണി എടുക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ഡോണ്ട് യു ജസ്റ്റ് ആസ്ക് ഫോർ, എനിക്ക് ഇനിയും കുറച്ചുകൂടെ പൈസ വേണം, ബിക്കോസ് ഐ എം ടേക്കിംഗ് കെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. നോ, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ സാലറി, കുറച്ച് പൈസ കൂട്ടി ചോദിക്കാം എന്നൊക്കെ നമ്മുടെ ഡോക്ടർ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആര് കേൾക്കാൻ? നമ്മുടെ സെറാങ്ങിന് ഒന്നും വേണ്ട. സാധാരണ ഇത് നമ്മളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മ ഒന്ന് ആ ചൂലൊന്ന് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പോലെ ആ പ്ലേറ്റ് ഒന്ന് കഴുകി വെക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിൽ ബി ലൈക്ക് അത് ചെയ്യണമെങ്കിൽ ഇങ്ങോട്ട് കാശ് ഇങ്ങോട്ട് തരണം അല്ലേ. അപ്പോൾ അതുപോലൊക്കെ പറയുന്ന ഒരു മനുഷ്യനല്ലായിരുന്നു നമ്മുടെ സെറാങ്. ആൻഡ് ഹി വാസ് നോട്ട് റെഡി ടു ഗെറ്റ് മോർ പെയ്ഡ്. അദ്ദേഹത്തിന് കിട്ടുന്ന പൈസ മതി. ആൻഡ് ഐൽ ബി ജസ്റ്റ് ഡൂയിങ് എവറിത്തിങ് ലൈക്ക് ദിസ്. ആൻഡ് ദാറ്റ് വാസ് ഹിസ് ആറ്റിറ്റ്യൂഡ്. എന്നിട്ടോ ആൻഡ് അടുത്ത് നോക്കിക്കേ, when two of their patients died, Hassan himself sewed their shrouds and read loud a short passage from the Ramayana and threw their bodies overboard. അപ്പം he was such a good man. അപ്പം ആരെങ്കിലും ആ പേഷ്യൻസിലുണ്ടായിരുന്ന രണ്ടുപേരും മരിച്ചപ്പോഴേക്കും ഹി വാസ് ലൈക്ക് എ ഫാമിലി മെമ്പർ. ഒരു ഫാമിലി മെമ്പർ ചെയ്യുന്ന പോലെ അവർക്ക് വേണ്ട എല്ലാ റിച്വൽസും ചെയ്ത് അവർക്ക് വേണ്ടി ഇപ്പോൾ രാമായണം ഒക്കെ വായിച്ചു കൊടുത്തിട്ടായിരുന്നു അദ്ദേഹം ആ ബോഡീസൊക്കെ കടലിലേക്ക് എറിഞ്ഞു കളഞ്ഞത്. ഓക്കെ, and in the end what happens?
അദ്ദേഹത്തിനും ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ്, when most of them showed signs of health, there appeared 3 sores in the arms of Hassan. എല്ലാവരും ഏതാണ്ട് ഓക്കെ ആയി, വലിയ കുഴപ്പമൊന്നുമില്ല, മെച്ചപ്പെടാൻ തുടങ്ങിയെന്ന് പറയുന്ന ആ സന്ദർഭത്തിൽ എന്ത് സംഭവിച്ചു? ഹസന് he started to get signs of smallpox. അപ്പോൾ അദ്ദേഹത്തിന് സ്മോൾ പോക്സ് പിടിക്കുന്നുണ്ട്. ആൻഡ് ദ വോയേജ് കെയിം, അത് ഏതാണ്ട് വോയേജ് കഴിഞ്ഞു. ആൻഡ് ഹസൻ വാസ് ട്രൈങ് ടു അൺലോഡ് ദ ബാഗേജ്. അപ്പം ഇറങ്ങുന്ന ആൾക്കാരെയൊക്കെ അവരുടെ ബാഗേജ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യായിരുന്നു. അഗെയിൻ ആദ്യം നമ്മൾ കേട്ട ഒരു പോസ്റ്റ് ലേഡി ഉണ്ടല്ലോ, അവിടെ സൗണ്ട് നമ്മൾ വീണ്ടും കേൾക്കുകയാണ്. ആൻഡ് എന്താ പറയുന്നത്? ഷി വാസ് സർപ്രൈസ് ടു സീ ദിസ് ഡേർട്ടി ക്രീച്ചർ. ആൻഡ് ഷി ആസ്ക്ഡ് Ronan where he had kept that dirty creature during the whole voyage. ആ പണ്ടത്തെ സ്ത്രീ വീണ്ടും വന്നു. അവർ ചോദിക്കുകയാണ്, ഓ ഇവനെ കാണാൻ എന്തൊരു ഗുണം, ഇവനെ പോലെ ഒരുത്തനെ ഈ ഇത്രയും ദിവസമുള്ള വോയേജ് ഉണ്ടായിരുന്നു, ഒരു ദിവസം പോലും നമ്മൾ ഇവനെ കണ്ടില്ല, ഇത്രയും ദിവസം ഇവനെ എവിടെ വെച്ചിരിക്കുകയായിരുന്നു, എവിടെയായിരുന്നു നിങ്ങൾ കൊണ്ടുപോയിട്ടിരുന്നത്, ഏത് കൂട്ടിലായിരുന്നു നിങ്ങളെ ഇവനെ ഇട്ടിരുന്നത്? And she also asked him whether he had kept him in a cage. And the question, Ronan agreed that it wasn't a cage, but he had kept him. But all the animals were outside the cage. അപ്പോൾ അത് ചോദിച്ചപ്പോഴേക്കും നമ്മുടെ ക്രോണിൻ പറയാണ്, ശരിയാണ് അവനൊരു കേജിലായിരുന്നു, ബട്ട് ദ റിയൽ തിങ് ഇസ് ദാറ്റ് റിയൽ ആനിമൽസ് ഒക്കെ ആ കേജിന് ഉള്ളിലല്ലായിരുന്നു, പുറത്തായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എന്താ, ക്രോണിൻ ഇസ് മെൻഷനിങ് ലൈക്ക് ദി ഹസൻ, ഹി വാസ് എ വെരി ഗുഡ് പേഴ്സൺ. അതിന് പുറത്തുണ്ടായിരുന്ന ഈ മനുഷ്യരാണ്, ഇപ്പോഴും അവനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യരാണ്, ദേ ആർ ദ റിയൽ ആനിമൽസ്. ഓക്കെ, അത് പറഞ്ഞിട്ടാണ് നമ്മുടെ AJ ക്രോണിൻ ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് സ്റ്റോറി ഒന്നുകിൽ നമുക്ക് വരാവുന്നത് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ക്യാരക്ടർ സ്കെച്ച്. ഓക്കെ, ഒന്നാമത്തത് നമ്മുടെ ക്യാരക്ടർ സ്കെച്ചാണ്. ആ ക്യാരക്ടർ സ്കെച്ച് ആരുടെ ആയിരിക്കും? മെയിനായിട്ട് വരാവുന്നത് ഹസൻ്റെ തന്നെയാണ്. ഓക്കെ, ദെൻ വി ഹാവ് ഡോക്ടർ AJ ക്രോണിൻ, അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ആൻഡ് യു ഷുഡ് ബി വെരി ക്ലിയർ വിത്ത് ദി ഐഡിയാസ് ഓഫ് ദി സ്റ്റാഫ്. എന്തൊക്കെയാണ് മേജർ ഇൻസിഡൻസ് നമ്മൾ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്, ഈ നോട്ട്സിൽ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്, ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ഫോളോ യുവർ ടെക്സ്റ്റ് ബുക്ക് ടു. അടുത്തതിലേക്ക് പോയാലോ? ശരി, ഇവിടെ ആ കറക്റ്റ് ഒരു ക്യാരക്ടർ സ്കെച്ച്. ഇഫ് യു റിയലി വോണ്ട് ടു ഗെറ്റ് ഓക്കെ ക്ലിയർ, ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും. യെസ്, ഡെഫിനറ്റ്ലി ലെറ്റർ റൈറ്റിംഗിൻ്റെ ഫോമാറ്റ്സ്. I will discuss that in the next. നമുക്ക് അടുത്തൊരു വീഡിയോ കൂടെ വരുന്നുണ്ട്, ബിക്കോസ് അവിടെ നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിൽ വരുന്നതിൻ്റെ ഫോമാറ്റ്സ് ഒക്കെ അടുത്ത ക്ലാസ്സിൽ തരും കേട്ടോ. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സം ഓഫ് യു ആർ സെയിങ് ഇത് യു ക്യാൻ ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് എ വെരി ഗുഡ് ക്യാരക്ടർ സ്കെച്ച് ഓഫ് സെറാങ് ഓഫ് റാണകജി. അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്, ഇവിടെ പറഞ്ഞു തന്നിട്ടുള്ളത് നിങ്ങൾക്ക്. അപ്പോൾ യു ക്യാൻ ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഇറ്റ്, എന്തൊക്കെയാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്, ആൻഡ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്തൊക്കെയായിരുന്നു. ആൻഡ് ഹി വാസ് എ വെരി ഗുഡ് മാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ബട്ട് ഇറ്റ് ഈസ് ദർ ഇൻ എ വെരി കുറച്ചുകൂടെ ഒരു നല്ല അടിപൊളി ഒരു ഫോമാറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഉള്ളൂ. ഓക്കെ, സോ ക്യാൻ ഐ ജസ്റ്റ് മൂവ് ഫോർവേഡ്? ഷുഡ് ഐ ജസ്റ്റ് എക്സ്പ്ലെയിൻ ഇറ്റ് അഗൈൻ? വേണ്ടല്ലോ. ഇത് ഐ തിങ്ക് യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വെൻ യു റീഡ് ദിസ്. നമ്മളിത് ഓൾറെഡി നമ്മൾ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, സോ ക്യാൻ ഐ ചേഞ്ച്? ക്യാൻ ഐ ഗോ ഫോർ ദി നെക്സ്റ്റ് സ്ലൈഡ്? ഓക്കെ, ഫൈൻ. ഓക്കെ റിച്ചു, ശരി. നമുക്ക് ഇനി നെക്സ്റ്റ് വി ഹാവ് ദി റെക്ക് ഓഫ് ടൈറ്റാനിക് ആണ്. അറിയുന്നതായിരിക്കും, കഴിഞ്ഞ ദിവസം ആരൊക്കെയോ you were very enthusiastic to study this chapter. ടൈറ്റാനിക്കിൻ്റെ സ്റ്റോറി, പാഠം എടുക്കൂ, രണകഞ്ചി എടുക്കൂ എന്നൊക്കെ I just have heard, I have seen messages in your last class. അപ്പം നമ്മൾ we are here with this poem, Titanic, The Wreck of Titanic, and it is written by Benjamin Peckett. ഇവിടെ നിങ്ങൾ പോയംസ് ഡീൽ ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കാനുള്ളത് അപ്രിസിയേഷന് വേണ്ട രീതിക്ക് വേണം നിങ്ങൾ പോയംസ് പഠിച്ചു പോകാൻ. ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ വലിയൊരു സംഭവമാണെന്ന് തോന്നുമെങ്കിലും അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയൊന്നും അല്ല. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് പോയം ഡിസ്കസ് ചെയ്ത് പോവാം. ഇറ്റ്സ് ലൈക്ക് സ്മോൾ, ഒരു 6-7 സ്റ്റാൻസസ് അത്രയേ ഉള്ളൂ. ഒന്ന് വേഗം ഒന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. then you will be getting an idea. All right? ശരി. So out of Southampton she swung with the stream, and a poem of iron and steel, a sea dream. ഇവിടെ എന്താ ഈ ഷീ എന്ന് പറയുന്ന, അവൾ എന്ന് പറയുന്ന ആരെയാ? ഇറ്റ്സ് ദ ടൈറ്റാനിക്. ടൈറ്റാനിക്കിന് ഇവിടെ ഒരു ഇറ്റ് ഈസ് കമ്പയർഡ് ടു എ ലേഡി, എ ഗേൾ. എനിയോ, ആൻഡ് thousands on shore watched her steaming away, the largest and grandest of all ships that day.
അപ്പം അവരുടെ ഈ ടൈറ്റാനിക് അതിൻ്റെ ജേർണി തുടങ്ങുമ്പോഴേക്കും ഇറ്റ് വാസ് ആക്ച്വലി സറൗണ്ടഡ് ബൈ ലോട്ട് ഓഫ് പീപ്പിൾ. അത്രയും വലിയൊരു ലക്ഷറിയസ് ഷിപ്പ് ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജേർണി പോകാൻ വേണ്ടിയിട്ട്, ആ ഒരു ജേർണി തുടങ്ങാൻ വേണ്ടിയിട്ട് ലോട്ട് ഓഫ് പീപ്പിൾ വർ ദർ ടു വിറ്റ്നസ് ദറ്റ് ജേർണി. കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നു നിന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് സച്ച് എ ഗ്രാൻഡ് വൺ, ഭയങ്കര അടിപൊളിയായിട്ടൊരു ബിഗിനിങ് ആയിരുന്നു അത്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. ആൻഡ് 1000 on board and did security feel for no eye saw death and he stood at the wheel. ആൻഡ് എന്താ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ക്യാപ്റ്റൻ, ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ, ഹീ ഈസ് ദർ അറ്റ് ദ വീൽ. പക്ഷേ ആരും നോക്കിക്കൊണ്ട് നിന്നവരും ആ കപ്പലിലുണ്ടായിരുന്ന ഒരു മനുഷ്യനും പോലും വിചാരിച്ചില്ല that they were awaited by death. മരണം അവരെ കാത്തിരിപ്പുണ്ടെന്ന് അവരാരും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ശരിയല്ലേ? ടൂർ പോകുമ്പോഴേക്കും അല്ലെങ്കിലും നമ്മൾ ഭയങ്കര ഗ്രാൻഡായിട്ട് അടിപൊളി ഒരു ട്രിപ്പ് പോകാൻ നിൽക്കുമ്പോഴേക്കും നമ്മൾ വേറെ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുമോ? നമ്മൾ പോകുന്ന വഴിക്ക് വല്ല വണ്ടി ഇടിച്ച് നമ്മൾ മരിച്ചു പോയാലോ നമ്മൾ ചിന്തിക്കാൻ നിൽക്കുമോ? നോ വേ. സോ ദേ വർ ഓൾസോ വെരി എന്തൂസിയാസ്റ്റിക്. ട്രിപ്പൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. Directing her course to the echoless shore, her first and last heaven of nevermore. അപ്പോൾ എന്താ, അവർ they were about to set the journey. മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, ഷോസിൻ്റെ വിട്ടു പോകാനാണ്. ആൻഡ് no one know that that was her first and last journey. ആദ്യത്തെയും അവസാനത്തെ ട്രിപ്പാണെന്ന് ആരും വിചാരിച്ചിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത സ്റ്റാൻസ് നോക്കിക്കേ. She was the last and best work of men, and on her first voyage was speeding when out of the darkness, out of the night, loomed an ominous form of ghostly white. അപ്പം ഷീ വാസ് സച്ച് എ ലക്ഷൂറിയസ് ഷിപ്പ്. അപ്പോൾ അവരുടെ ആ ഷിപ്പ് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒന്ന് കുറച്ച് നേരം ഒന്ന് നോക്കി നിന്ന് പോകുമായിരുന്നു. സോ അത്രയും പണിപ്പെട്ട് അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഒരു ഷിപ്പായിരുന്നു നമ്മുടെ ടൈറ്റാനിക് എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇറ്റ് വാസ് വൺ ഓഫ് ദി മോസ്റ്റ് ലക്ഷൂറിയസ് ഷിപ്സ് എവർ. അപ്പോൾ എവിടെ എന്താ, ആൻഡ് ഇവരിങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ആരും ഈ വാട്ട് ഈസ് ദിസ് ഓമിനിയസ് ഫോം ഓഫ് ഗോസ്ലി വൈറ്റ്, ഈ വൈറ്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഇവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആ മഞ്ഞുമല, ദാറ്റ് ഗ്ലേഷ്യർ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഷിപ്പ്. ആ ഒരു ഒമ്നിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു ശാപം പിടിച്ച, അല്ലെങ്കിൽ ഇങ്ങനെ ശാപം പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മല അവിടെ ഉണ്ടായിരുന്നു എന്ന് നോ വൺ ഹാസ് തോട്ട്. അപ്പോൾ അതൊരു സാധനം അവിടെ ഇവരെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ ടവറിംഗ് മൗണ്ടൻ of ice gigantic and as ever was seen on the North Atlantic. So what was that? ഈ ഒരു ഗോസ്ലി വൈറ്റ് എന്ന് പറയുന്നത് എന്താ? Yeah, it was a mountain of ice and it was there in North Atlantic. ഭയങ്കര വലിയൊരു മലയായിരുന്നു. And she struck with a shiver from stem to stern and was rapidly sinking. All soon did learn. എന്ത് സംഭവിച്ചു? ഒരു കുഴപ്പം പറ്റിയില്ല. വേഗം അങ്ങോട്ട് കയറി ചെന്ന് ആ മലയിലൊന്ന് മുട്ടി, പിന്നെ ഒന്നുമില്ല, താഴേക്ക് അത് മുങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. And that is the only thing that happened. കൂടുതൽ താമസമൊന്നും എടുത്തില്ല. ഇനിയോ, then Captain Smith, her commander brave, thought not one moment his own life to save, but stood on the bridge and calling out to the crew, remember your country, be British, be true. അപ്പോൾ അവിടുത്തെ ക്യാപ്റ്റൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ റെക്ക് ഓഫ് ടൈറ്റാനിക് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. നമ്മൾ ടൈറ്റാനിക് ഇടിച്ചു, മുങ്ങിപ്പോയി, മരിച്ചു, കുറേ ആൾക്കാർ മരിച്ചു, അതിലല്ല നമ്മുടെ സ്ട്രെസ് ഇസ് ഗിവൺ ടു ദി ആക്ഷൻസ്, ദി സൊല്യൂഷൻസ്. എങ്ങനെയാണ് ആ ഒരു ക്യാപ്റ്റനും അവരുടെ ക്രൂവും അതിനെ നേരിട്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ നേരിട്ടത്? ദ കമാൻഡർ സ്മിത്ത് അദ്ദേഹം വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ ക്രൂവിനോട് പറഞ്ഞു, ബി ബ്രിട്ടീഷ്, ബി ഡ്യൂട്ടിഫുൾ. നമ്മൾ ഡ്യൂട്ടിയാണ് ആദ്യം നോക്കേണ്ടത്. ഒരിക്കലും നമ്മൾ പേടിച്ച് പുറകോട്ട് മാറാൻ പാടില്ല. പകരം എന്ത് ചെയ്യണം? വി ഷുഡ് ബി ഡ്യൂട്ടിഫുൾ, വി ഷുഡ് സേവ് ദി പാസഞ്ചേഴ്സ്. And England and Ireland and Scotland and Wales proved there to the world the valor never fails. The women and children first was their cry and every one of the crew stood by. അപ്പോൾ ഇവിടെ നിന്നുള്ള ഈ പറഞ്ഞ ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ് ആൻഡ് വെയിൽസ്, ഇത് എവിടെ നിന്നാണെങ്കിലും ഏത് സ്ഥലത്തു നിന്നുള്ള ആൾക്കാരാണെങ്കിലും they just proved that ഈ പറഞ്ഞ ക്യാപ്റ്റൻ്റെയും ആ ക്രൂവിൻ്റെയും ഒരു ധൈര്യം, ഒരു ആത്മധൈര്യം, ഇറ്റ് വാസ് സംതിങ് ഗ്രേറ്റ്. അത് ആരെടുത്തും ഒന്നും പറഞ്ഞ് ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റാത്തത്രയും വലിയൊരു ധൈര്യമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ആൻഡ് വാട്ട് ഡിഡ് ദേ ഡു? ആദ്യം അവർ സേവ് ചെയ്തത് ആരെയാ? ഇറ്റ് വാസ് ദി വിമൻ ആൻഡ് ചിൽഡ്രൻ. അവരാണ് കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഫിസിക്കലി കുറച്ചും കൂടെ വീക്ക് ആയിട്ടുള്ള ആൾക്കാർ. ആൻഡ് ദേ വർ ആക്ച്വലി സേവ്ഡ് ഇൻ ദി ബിഗിനിങ്. ഇനീഷ്യലി അവരെയാണ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത്. Then and the birds were lowered and sent away, and that cut off all hope save eternity, and the Titanic sank from sight beneath the sea while her band played nearer my God to thee. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ they were just saved through some boats, but finally എന്ത് സംഭവിച്ചു? Titanic just got sank entirely. And it was like it was the band played എന്ന് പറഞ്ഞാൽ
most of the crew, they also perished with the Titanic. ഷിപ്പിന്റെ കൂടത്തിൽ തന്നെ it also just perished. ഇനി moving on to the second last stanza. Was there ever a scene of awfully grand? And so as that sinking ship with a playing band, all glory to Smith and the Titanic's men, they bring Trafalgar's heroes to memory again. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇറ്റ് വാസ് സച്ച് എ ഗ്രാൻഡ് വൺ. പോയതെന്നൊന്നും ഒരു പ്രശ്നവുമില്ലായിരുന്നു. ബട്ട് ദ തിങ് ദാറ്റ് വി ഹാവ് ടു മാറ്റർ ഇസ് ദി വോളർ, ദി കറേജ് ഓഫ് സ്മിത്ത്, ദി ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ഹിസ് ക്രൂ. ആൻഡ് ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ദിസ് ട്രഫൽഗാർ സീറോ. ദിസ് വാസ് ഓൾസോ എ ബാറ്റിൽ. അവിടെ ആൾക്കാർ കാണിച്ച ആ ഒരു സോൾജേഴ്സൊക്കെ കാണിച്ച ആ ഒരു ധൈര്യത്തെയാണ് ഇവിടെ ഇറ്റ് ഈസ് ബീങ് കമ്പയർഡ് ടു ദി കറേജ് ഓഫ് ദി ക്യാപ്റ്റൻ ആസ് വെൽ ആസ് ദി ക്രൂ. And the heart thrilling tale of Alamo. ഇവിടെ 2-3 ഇൻസിഡൻറ്റ്സ്, അലാമോയിലെ ഇൻസിഡൻറ്റ്, വാട്ടർലൂയിലെ ഇൻസിഡൻറ്റ്, the ലൈറ്റ് ബ്രിഗേഡ്, ബ്രയറി ബെല്ലി, ഇതെല്ലാം വളരെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഇവൻറ്റ്സ് ആണ്. ഇതൊക്കെ ഇറ്റ് വാസ് ഹാവിങ് സം കറേജിയസ് മൊമെൻറ്റ്സ്. അപ്പോൾ ആ മൊമെൻറ്റ്സിനോടൊക്കെ ദിസ് ഇസ് ബീങ് കമ്പയർഡ്. ഈ പറഞ്ഞ സാധനം വീണ്ടും കമ്പയർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് വിത്ത് ദീസ് ഡൗൺസ് കോറിഡോർസ് ഓഫ് ഓൾ ടൈം ദ ടൈറ്റാനിക് സ്റ്റോറി ഷാൽ സൗണ്ട് സബ്ലൈം and for never was courage more noble and true than was shown on that night but by Titanic's crew. അപ്പം ഇതൊക്കെയായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേക്കും ടൈറ്റാനിക്കിലെ ക്യാപ്റ്റനും ക്രൂവും ചെയ്ത കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താനൊന്നും പറ്റില്ല, ബിക്കോസ് ഇറ്റ് വാസ് സച്ച് എ ഗ്രേറ്റ് തിങ്. ഓക്കെ, അപ്പം അതുകൊണ്ടാണ് വി കുഡ് സേ ദാറ്റ് ദ ടൈറ്റാനിക്സ് ക്രൂസ് ദേ വർ ദി ബെസ്റ്റ് ആൻഡ് ദേ ജസ്റ്റ് ഹാവ് ഗിവൻ ദെയർ മാക്സിമം ട്രൂത്ത് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മാത്രമാണ് നമ്മളവിടെ ഓർത്തിരിക്കാനുള്ളത്. ഇനി വാട്ട് ഷാൽ വി ഗോ ഫോർ ദി നെക്സ്റ്റ്? ഇനി എന്താ ഇതിൽ നമുക്ക് അറിയാനുള്ളത്? നമ്മുടെ മേജർ പ്രശ്നമായിട്ടുള്ള എന്താ നമ്മുടെ പ്രശ്നം? നമ്മുടെ poetic devices ആണ് നമുക്ക് എപ്പോഴും പ്രശ്നക്കാരനായിട്ട് വരാറുള്ളത്. സോ ഷാൽ വി ജസ്റ്റ് ഡിസ്കസ് ദി poetic devices? എന്തൊക്കെയാണ് poetic devices? ലെറ്റ് മീ ജസ്റ്റ് കീപ് മം. ഞാൻ കുറച്ച് നേരം ഉണ്ടായിരിക്കാം, ദെൻ യു ടോക്ക്. വേഗം poetic devices പറഞ്ഞു തന്നോളൂ. ഫസ്റ്റ് എക്സാമ്പിൾ തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഏതാ പോയറ്റിക് ഡിവൈസ് വരുന്നത്? വേഗം പറ ഒന്ന്. ഓക്കെ, ഐ ജസ്റ്റ് ആസ്ക്, പെർസണിഫിക്കേഷൻ എവിടെയൊക്കെയാണ് വരുന്നത്? എന്താ പെർസണിഫൈഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്? പെർസണിഫിക്കേഷൻ എന്താ? ഒരു ഹ്യൂമൻ ആട്രിബ്യൂട്ട് ഇസ് ഗിവൺ ടു എ നോൺ ഹ്യൂമൻ തിങ്. ഇവിടെ എന്താ ആദ്യം തന്നെ തുടങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഷീ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരായി ഷീ? ഇറ്റ്സ് എ ടൈറ്റാനിക്. അപ്പോൾ സോ ടൈറ്റാനിക് ഇസ് ഗെറ്റിംഗ് personified there. അപ്പോൾ ദാറ്റ് ഇസ് വൺ എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. ആൻഡ് വാട്ട് എൽസ്? ഇനി എന്തൊക്കെയാണുള്ളത്? ഒരുപാട് സ്ഥലങ്ങളിൽ വി ആർ സീയിങ് ദറ്റ് ഈ ഒരു ഷീ എന്നുള്ളൊരു റെഫറൻസ് കാണുന്നുണ്ട്. അതെല്ലാം ദേ ആർ എക്സാമ്പിൾസ് ഫോർ പെർസണിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ പെർസണിഫിക്കേഷൻ്റെ എക്സാമ്പിൾ ആണ് ത്രൂ ഔട്ട് ദി പോയം. ടൈറ്റാനിക് ആ ഷിപ്പിന് തന്നെ ഒരു ലേഡി ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് ആൻ എബ്സല്യൂട്ട് എക്സാമ്പിൾ ഫോർ പെർസണിഫിക്കേഷൻ. ഇനി പെർസണിഫിക്കേഷൻ അല്ലാണ്ട് വാട്ട് എൽസ് ഇസ് ദർ? എന്താണ് അതിനകത്ത് ബാക്കിയുള്ളത്? എനി അതർ എക്സാമ്പിൾസ് ഓഫ് അലിട്രേഷൻ? എന്താണ് അലിട്രേഷൻ? അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ വേർഡ്സിൽ സെയിം സൗണ്ട് ഇസ് ഗെറ്റിംഗ് റിപ്പീറ്റഡ്. എവിടെയാണ് അലിട്രേഷൻ? വേഗം കണ്ടുപിടിച്ചേ. അഡ്ജസൻ്റ് ആയിട്ട് വരുന്ന സ്ഥലങ്ങളിൽ തൊട്ടടുത്തുള്ള വേർഡ്സ് ദേ ആർ ഹാവിങ് സിമിലർ സൗണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ബി ഇസ് റിപ്പീറ്റഡ്. അഡ്ജസൻ്റ് ആയിട്ടുള്ള വേർഡ്സിൽ ബി രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. സോ ദാറ്റ് ഇസ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. ഇനി വേറെ എവിടെയാണ് അലിട്രേഷൻ വരുന്നത് എന്നുള്ള യു ജസ്റ്റ് ഫൈൻഡ് ആൻഡ് കമൻറ്റ്. വേഗം കമൻറ്റ് ചെയ്ത് എവിടെയാണ് അലിട്രേഷൻ വരുന്നത് എന്നുള്ളത്. സോ ദ പോയം ഇസ് ഹിയർ. വേഗം നോക്കിയിട്ട് എവിടെയാണ് അലിട്രേഷൻ വരുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്തോളൂ. യു ഹാവ് സ്റ്റഡീഡ് ഓൾ ദീസ് തിങ്സ്. എന്താണ് നിതിൻ, വാട്ട് ആർ യു സേയിങ്? ഐസിൻ്റെ കാര്യമൊക്കെ പറയുന്നു. വാട്ട് ഇസ് ഇറ്റ്? നമ്മൾ ഐസൊക്കെ കഴിഞ്ഞു, നമ്മൾ പോയറ്റിക് ഡിവൈസിലേക്ക് എത്തി. ഓക്കെ, ആൻഡ് എവിടെയാണ് വേറെ വരുന്നത്? എവിടെയാണ് അലിട്രേഷൻ്റെ എക്സാമ്പിൾസ്? വേഗം നോക്കിയിട്ട് എനിക്ക് ആൻസർ തരൂ. അലിട്രേഷൻ്റെ എക്സാമ്പിൾ ഒരെണ്ണം ഐ ഹാവ് ടോൾഡ് യു. ബി എന്ന് വരുന്ന ആ സംഭവം പറഞ്ഞു. അലിട്രേഷൻ ആണോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്? വി ഡോണ്ട് ഹാവ് മെറ്റഫേഴ്സ്. ദ മെറ്റഫേഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ട്. പോയം ഇറ്റ്സെൽഫ് ഇസ് എ മെറ്റഫർ. ഇവിടെ പോയം ഓഫ് മെറ്റഫർ ചോദിച്ചിട്ടുള്ള ആൾക്കാർ ഇവിടെ വൺ ഇസ് ദർ. പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. എന്താ ഈ പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മെറ്റഫർ ഉണ്ട്, ദാറ്റ് ഇസ് എ മെറ്റഫർ. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ആ ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ സ്റ്റീലും മെറ്റലും ഒക്കെ കൊണ്ടാണ്. സോ ദാറ്റ് ഇസ് ബീങ് കമ്പയർഡ് ഹിയർ. അതിനെയാണ് മെറ്റഫർ. ദിസ് ഇസ് എ മെറ്റഫർ. ദിസ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ഇതൊരു മെറ്റഫറാണ്, പോയം ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഇനി വേറെ എവിടെയാണ് നിങ്ങൾക്ക് ഇനി മെറ്റഫറോ അല്ലെങ്കിൽ അലിട്രേഷനോ കാണാൻ പറ്റുക? എവിടെയാണ്? അലിട്രേഷൻസ് ഒക്കെ ഇനിയും ഇഷ്ടം പോലെ ഉണ്ടാവും. ട്രൈ ടു ഫൈൻഡ് ഇറ്റ് ഔട്ട്. വേഗം കണ്ടുപിടിച്ചോളൂ. അലിട്രേഷനും ഈ പറഞ്ഞ അലിട്രേഷൻ എന്താണെന്ന് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു.
സെയിം ആയിട്ടുള്ള സൗണ്ട്സ്. വൈ എം ഐ നോട്ട് ഗെറ്റിംഗ് കമൻസ്? അയ്യോ, എല്ലാവർക്കും ഒന്നും അറിയാണ്ട് ഇവിടെ ഇരിക്കുകയാണോ? മെറ്റഫറും അലിട്രേഷൻ ഒന്നും കണ്ടിട്ട് ആർക്കും മനസ്സിലാവുന്നില്ലേ? വേഗം വേഗം അലിട്രേഷൻ്റെ എക്സാമ്പിൾസ് പോരട്ടെ. ദ ഷാൽ സൗണ്ട് സബ്ലൈം, ദ സ്റ്റോറി ഷാൽ സൗണ്ട് സബ്ലൈം, ഇതൊക്കെ SSSS വെച്ചിട്ട് തുടങ്ങുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് അതുപോലെ അടുത്തടുത്ത് വരുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. യു ജസ്റ്റ് കമൻറ്റ് ദാറ്റ്. ഇനി ബി ബ്രിട്ടീഷ്, അതുപോലെ തന്നെ ഷിവർ സ്റ്റേൺ, സ്റ്റെം ടു സ്റ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ള ലൈൻസ് ഒക്കെയുണ്ട്. സോ ഓൾ ഓഫ് ദീസ് ആർ എക്സാമ്പിൾസ് ഫോർ അലിട്രേഷൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വി ഹാവ് കോൺസണൻസ് ഓൾസോ. അലിട്രേഷനും കോൺസണൻസും എസണൻസും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ കോൺസണൻസിൻ്റെ എക്സാമ്പിൾസ്: the largest and grandest day, all the ships that day. This is an example for consonants. Consonants and examples out of a repeated ആയിട്ട് വരുന്നുണ്ട്. That is an example for consonants. All right, അപ്പം ഇത്രയൊക്കെയാണ് ഇവിടെ അധികം ഒരുപാട് അങ്ങോട്ട് പോയറ്റിക് ഡിവൈസ് വരുന്നത് കമ്പയർ ടു അതർ പോയംസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത പോയംസ് വെച്ച് നോക്കുകയാണെങ്കിൽ അധികം പോയറ്റിക് ഡിവൈസസ് ഇതിൽ വരുന്നില്ല. വാട്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദ തീം. എങ്ങനെയാണ് ക്യാപ്റ്റൻ സ്മിത്തും ക്രൂവും ദേ ഫൗണ്ട് ടു ബി, അല്ലെങ്കിൽ ദേ ട്രൈ ടു ബി വെരി കറേജിയസ്. അത് മാത്രമേ നമുക്ക് അവിടെ കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ. ഇവിടെ ടൈറ്റാനിക്, ആ റെക്ക് ഓഫ് ടൈറ്റാനിക്കിനെ കുറച്ച് കാര്യമായിട്ടൊന്ന് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. ഹോപ്പ് യു ആർ ഹാവിങ് hope you can see this clearly. ഇതാണ് അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു വേർഡ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ആ ലാസ്റ്റ് നമ്മൾ പറഞ്ഞ ആ കാര്യങ്ങൾ ഐ വിൽ ബി ജസ്റ്റ് ഡിസ്ക്രൈബിംഗ് ദാറ്റ് വൺസ് മോർ. നോക്കിക്കേ, ലാസ്റ്റ് പറഞ്ഞ ഒരു രണ്ട് മൂന്ന് ഇൻസിഡൻസിന്റെ കാര്യം നമ്മൾ പറയുന്നുണ്ടായിരുന്നു അല്ലേ. ദ പോയറ്റ് കമ്പയർസ് ദിസ് ഇൻസിഡന്റ് ടു ദ പാട്രിയോട്ടിക് ഇൻസിഡൻസ്. ഒന്ന് ട്രഫൽഗാർ ഇൻസിഡന്റ് പറയുന്നുണ്ട്, then one is Alamo, one is Waterloo, and one is Light Brigade, and the last one it is Jim Bledsoe. അപ്പോൾ ഇത്തരത്തിലുള്ള പാട്രിയോട്ടിക് ഇൻസിഡൻസുമായിട്ടൊക്കെ ഇറ്റ് ഈസ് ഗെറ്റിംഗ് കമ്പയർഡ്. അത്രയേ ഉള്ളൂ. അപ്പം രണ്ടും വെച്ച് നോക്കുവാണെങ്കിലും എല്ലാത്തിനും കറേജ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. സദാംപ്ടൺ ഷീ സ്വങ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. റൈമിംഗ് വേർഡ്സ് പറയുന്നുണ്ട്, റൈമിംഗ് സ്കീം പറയുന്നുണ്ട്. ഓൾ റൈറ്റ്, വെരി ഗുഡ്. സോ ഐ ഹോപ്പ് യു ആർ ഗെറ്റിംഗ് ആൻ ഐഡിയ. നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ ക്ലിയർ ആവുന്നുണ്ട്, നിങ്ങൾ ക്ലാരിഫൈഡ് ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സോ അപ്പോൾ ഇനി ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് ടു മെൻഷൻ ദിസ്. ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ പിന്നെയും പോകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷുഡ് ഐ ജസ്റ്റ് ഗോ ദർ ഓർ ഷുഡ് വി ജസ്റ്റ് ഗോ ഫോർ ദ നെക്സ്റ്റ് ചാപ്റ്റർ? അടുത്തേക്ക് പോവാമോ ഓർ ഷുഡ് ഐ ജസ്റ്റ് ഗോ ഫോർ ദിസ് വൺ അഗെയിൻ? ഇത് വീണ്ടും പറയണ്ടോ? വേണ്ട. അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി okay, fine. So we'll just go for the next one. All right. So the next one is Gooseberries. Okay, നല്ല അടിപൊളി ഒരു ചാപ്റ്റർ ആണ് Gooseberries. Hope you know the things about Gooseberries. എന്തൊക്കെയാണ് ഗൂസ്ബെറീസിൽ നടക്കുന്നത്? ആൻറ്റൺ ചെക്കോവിൻ്റെ ഒരു സ്റ്റോറിയാണ് ഗൂസ്ബെറി എന്ന്. അവിടെ നമുക്ക് മെയിൻലി വി ഹാവ് 2 brothers. ഓക്കെ, മെയിൻലി 2 ബ്രദേഴ്സാണ്, എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ക്യാരക്ടർ. ആൻഡ് വൺ ഇസ് Ivan. Okay, one is Ivan and the other one is Nikolai. Okay, 2 brothers ആണ്. രണ്ടുപേരും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, യാതൊരു തരത്തിലും യാതൊരു ബന്ധവുമില്ലാത്ത സ്വഭാവത്തിലൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഇവാനും അതുപോലെ തന്നെ നിക്കോളായും. ഓക്കെ, ആൻഡ് വിൽ ജസ്റ്റ് സീ വാട്ട് ഓൾ ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ്, വാട്ട് ഓൾ ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ഇവാൻ ആസ് വെൽ ആസ് നിക്കോളായി. അപ്പം ഇവിടെ ഓർത്തിരിക്കേണ്ടത് യു ഷുഡ് ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഇവാൻ ആസ് വെൽ ആസ് നിക്കോളായി. രണ്ടുപേരുടെയും ഫീച്ചേഴ്സ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ആൻഡ് ഈ ഓർത്തിരുന്നാൽ മാത്രം പോരാ, അയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണെന്ന് മാത്രം വെറുതെ പറഞ്ഞാൽ പോരാ, പകരം അതിൻ്റെ കൂട്ടത്തിൽ യു ഷുഡ് ബി ഏബിൾ ടു justify that situation. ഇയാൾ ഇങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ട് യു ഷുഡ് ബി ഏബിൾ, ഒരു പ്രത്യേക സിറ്റുവേഷൻ വെച്ച് യു ഷുഡ് ബി ഏബിൾ ടു ജസ്റ്റിഫൈ ദാറ്റ്. ഓക്കെ, അപ്പോൾ വിൽ ജസ്റ്റ് ഗോ ഫോർ ദിസ്. ദി എൽഡർ ഇവാൻ വാസ് എ വെറ്റിനറി സർജൻ. അപ്പോൾ നമ്മുടെ ഇവാൻ എന്ന് പറയുന്ന ആൾ ഹി വാസ് എ വെറ്റിനറി സർജൻ ആൻഡ് ദി യങ്ങർ നിക്കോളായ് വാസ് എ ഗവൺമെൻറ് സെർവൻറ്റ്. അപ്പോൾ തന്നെ ഒരാൾ വെറ്റിനറി സെർവൻ്റ് ആണ്, ഒരാൾ ഗവൺമെൻറ് സെർവൻ്റ് ആണ്. ആൻഡ് ഇവാൻ വാസ് ഹാപ്പി വിത്ത് ദ കൈൻഡ് ഓഫ് ലൈക്ക് ഹി വാസ് ലീഡിങ്. ഇവാൻ ഹി വാസ് എ ഹാപ്പി വൺ. ഇത് ഹി ഈസ് എ വെറ്റിനറി സർജൻ ആൻഡ് ഹി ഈസ് എ ഗവൺമെൻറ് വർക്കർ സർജൻ. ഇനി ഇവിടെ ഹി വാസ് ലൈക്ക് വെരി ഹാപ്പി വിത്ത് ദ ലൈഫ്. പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഉള്ള ലൈഫിനെ വെച്ചിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്? നിക്കോളായ് എന്ന് പറയുമ്പം ഹി ഡ്രീംഡ് ഓഫ് എ പീസ്ഫുൾ ലൈഫ് ഇൻ ദ കൺട്രി and he would always dream of eating out in the open air and of sleeping in the sun. അപ്പം നമ്മുടെ നിക്കോളായുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ദോ ഹീ ഈസ് ഹാവിങ് എ ഗവൺമെൻറ് ജോബ്, അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സമാധാനം എന്നുള്ള ലൈഫൊന്നും അല്ല.
അപ്പോൾ അവൻ എപ്പോഴും wherever he gets a time to think about things, he'll be just dreaming about a very peaceful life there in the countryside. അവിടെ പോയിട്ട് ഭയങ്കര റിലാക്സ് ചെയ്ത് ഭയങ്കര നേച്ചറൊക്കെ എൻജോയ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരാളായിരുന്നു നമ്മുടെ നിക്കോളായ്. പക്ഷെ ഇയാളെന്താ, ഇയാൾ ഹി ഈസ് ഓൾറെഡി സാറ്റിസ്ഫൈഡ് വിത്ത് ദ ലൈഫ്. ഓക്കെ, ഇനി എന്താ, and the story begins, we can see that Ivan is about to tell a story to his brother, to his friend Birkin. അപ്പോൾ നമ്മുടെ നമ്മൾ സ്റ്റോറി ബിഗിൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ഇവാനെയാണ്. ഇവാൻ is talking to Birkin. ബർക്കിൻ്റെ അടുത്ത് അവൻ്റെ ബ്രദറിനെ പറ്റി ഒരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, and now at that time the rain began to fall and two men went to their friend Eliakim's estate. അപ്പോൾ പെട്ടെന്ന് മഴ പെയ്യാൻ തുടങ്ങുകയാണ്. ഇവർ ഓടിച്ചെന്ന് എങ്ങോട്ടാണ് കയറുന്നത്? അലിയാക്കിൻ്റെ വീട്ടിലേക്കാണ്. ഓക്കെ, ശരി. അപ്പം അലിയാക്കിൻ്റെ വീട്ടിലേക്ക്, എസ്റ്റേറ്റിലേക്ക് ഓടിച്ചെന്നു. എസ്റ്റേറ്റിൽ പോയിട്ട് അടിപൊളി അല്ലേ, നല്ല അടിപൊളി സെറ്റപ്പ് ഒക്കെയാണ്. അപ്പോൾ അലി എസ്റ്റേറ്റിലേക്ക് കയറി. അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? സോ അലിയാക്കിൻ നിയർ എ വിനോയിങ് മെഷീൻ, ഒരു വിനോയിങ് മെഷീൻ അവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ടടുത്ത് അലിയാക്കിന്, നമ്മുടെ അലിയാക്കിന് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹി വാസ് ടോൾ ആൻഡ് സ്റ്റൗട്ട് ആൻഡ് ലുക്ക്ഡ് ലൈക്ക് എ പ്രൊഫസർ. അലിയാക്കിൻ മറ്റേ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നെങ്കിലും ഹി വാസ് ലൈക്ക് ഭയങ്കര ഒരു നല്ല അടിപൊളി ഒരു മാനൊക്കെ ആയിരുന്നു. കാണുമ്പോൾ തന്നെ ഒരു പ്രൊഫസറിൻ്റെ ലുക്കൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ആൻഡ് അലിയാക്കിൻ വാസ് ഹാപ്പി ടു സീ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ഹി. അപ്പം അലിയാക്കിൻ ഇവർ കയറി വന്നപ്പോഴേക്കും ദേ വർ റിയലി ഹാപ്പി. കൊള്ളാം, ഒരുപാട് കാലത്തിന് ശേഷമാണ് ഈ ഫ്രണ്ട്സിനെയൊക്കെ കാണുന്നത്. അപ്പോൾ അവരെ വേഗം ഇൻവൈറ്റ് ചെയ്ത് വീട്ടിലേക്കൊക്കെ കയറ്റി ഇരുത്തുകയാണ്. ആൻഡ് ഹൗസിൽ they could see a maid named പെലഗയ. ഓക്കെ, പെലഗയ എന്ന് പറയുന്ന ഒരു മെയ്ഡ് അവിടെ ഉണ്ടായിരുന്നു. ഒരു മെയ്ഡ് അവരെ സെർവ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു സ്ത്രീയാണ് പെലഗയ. ആൻഡ് ദ മെയ്ഡ് ഗേവ് ദം ടവൽസ്, സോപ്പും ടവൽസും ഒക്കെ കൊടുത്തു. ആൻഡ് all of them, 3 of them, they just have gone for a bath, കുളിച്ചൊക്കെ വരികയാണ്. ആൻഡ് ദിസ് ടൈം ഇവാൻ began to tell the story of his brother Nikolai. അപ്പോൾ കുളിക്കാനൊക്കെ പോകുന്ന ആ ഒരു ടൈമിൽ ഇവർ കോൺവെർസേഷൻസ് നടത്തുകയാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് നമ്മുടെ ഇവാൻ അവൻ്റെ ബ്രദർ നിക്കോളായിനെ പറ്റിയിട്ടുള്ള കഥകൾ ഇവരുടെ അടുത്ത് പറയുകയാണ്. ഓക്കെ, ആൻഡ് എന്താ, അവരുടെ ചൈൽഡ്ഹുഡിലേക്കാണ് ആദ്യം പോകുന്നത്. ആൻഡ് they spent their days running wild in the country. After the father's death, their life became very difficult and the father's estate was sold to pay debts. Okay, debts. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇവർ ആദ്യം തുടങ്ങുന്നത് പണ്ട് ചൈൽഡ്ഹുഡിലെ കാര്യമാണ് പറയുന്നത്. പണ്ട് ഞങ്ങൾ വി യൂസ് ടു പ്ലേ, വി യൂസ് ടു ഗോ സംവേർ ദർ. പക്ഷേ അച്ഛൻ്റെ മരണത്തിന് ശേഷം കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടില്ല. ആൻഡ് വി വർ ഹാവിങ് എൻ എസ്റ്റേറ്റ്. പക്ഷേ എന്ത് ചെയ്തു? വേറെ നിവൃത്തിയില്ല എന്നിട്ട് കടങ്ങളൊക്കെ ഒന്ന് വീട്ടാൻ വേണ്ടിയിട്ട് വി ജസ്റ്റ് ഹാവ് സോൾഡ് ആർ എസ്റ്റേറ്റ് നമ്മൾ കൊടുത്തു. ആൻഡ് ദോ നിക്കോളായ് ഹാഡ് എ ഗുഡ് ജോബ്, ഹി വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ ജോബ്. പ്രശ്നം എന്താ? നിക്കോളായ്ക്ക് നല്ലൊരു ജോബ് ഉണ്ട്, ഗവൺമെന്റ് സർജനൊക്കെയാണ് അല്ലേ. ഇവിടെ എല്ലാവരും നമ്മൾ PSC ഒക്കെ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവിടെ നമ്മുടെ നിക്കോളായ്ക്ക് ഓൾറെഡി ഹി ഈസ് എ ഗവൺമെന്റ് സെർവൻറ്റ്. പക്ഷേ അദ്ദേഹത്തിന് ഹി വാസ് നോട്ട് അറ്റ് ഓൾ സാറ്റിസ്ഫൈഡ് വിത്ത് ദ ജോബ്. ഇതൊന്നും പോരാ, പുള്ളിക്ക് ഇനിയും വേറെ എന്തൊക്കെയാണ് വേണ്ടത്. ഓക്കെ, ആൻഡ് ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദോസ് ഡ്രീംസ്, അയാളുടെ ഡ്രീംസിലേക്ക് എത്താൻ അയാൾ എന്ത് ചെയ്തു? ആദ്യം പോയിട്ട് എന്ത് ചെയ്തു? ഹി മാരീഡ് എ റിച്ച് വിഡോ, നോട്ട് ബിക്കോസ് ഹി ലവ്ഡ് ഹെർ ബട്ട് ടു ബൈ എ ബിഗ് എസ്റ്റേറ്റ്. അപ്പം നല്ല ഗവൺമെന്റ് ജോലിയുള്ളൊരു മനുഷ്യൻ എന്ത് ചെയ്തു? അയാളുടെ കുറച്ചും കൂടി ഡ്രീംസ്, അയാൾക്ക് കുറച്ച് കാര്യങ്ങളുടെ നേടണമായിരുന്നു. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു വിഡോ, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയെ പോയിട്ട് കല്യാണം കഴിച്ചു. ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് ലവ്? കല്യാണം കഴിച്ചത് സ്നേഹം ഉണ്ടായിട്ടൊന്നുമല്ല, പകരം എന്താ? ഷി വാസ് എ വെരി റിച്ച് വിമൻ. ഭയങ്കര പൈസ ഉള്ളായിരുന്ന ഒരു ടീമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെ കല്യാണം കഴിച്ചു. ആൻഡ് ഹി ജസ്റ്റ് ബോട്ട് എ എസ്റ്റേറ്റ്, ഒരു എസ്റ്റേറ്റ് മേടിച്ചു. ഓക്കെ, എസ്റ്റേറ്റ് മേടിച്ചു. ആൻഡ് വേർ ഹി പ്ലാന്റഡ് 20 ഗൂസ്ബെറി ബുഷസ്. അവിടെ എന്ത് ചെയ്തു? എസ്റ്റേറ്റ് മേടിച്ച ഉടനെ ഒരു 10-20 ഗൂസ്ബെറി ബുഷസ് അവിടെ അങ്ങ് നട്ടുപിടിപ്പിച്ചു. ആൻഡ് വൺസ് ഇവാൻ പെയ്ഡ് എ വിസിറ്റ് ടു ഹിസ് ബ്രദേഴ്സ് എസ്റ്റേറ്റ്, ഹി വാസ് നോ ലോങ്ങർ പുവർ. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഇവാൻ നിക്കോളയുടെ വീട്ടിലേക്ക് വന്ന് നോക്കിയപ്പോഴേക്കും ഹി ജസ്റ്റ് പെയ്ഡ് എ വിസിറ്റ്. അവിടെ വന്നപ്പോഴേക്കും അവന് മനസ്സിലായി പണ്ടത്തെ നിക്കോളായി ഒന്നുമില്ല, ഇപ്പം ഭയങ്കര പോഷലാണ്, ഭയങ്കര റിച്ചാണ്, സെറ്റപ്പിലാണ് താമസമൊക്കെ. ആൻഡ് വാട്ട് ഹാപ്പൻസ് ഹിയർ? once Ivan paid a visit, he saw Nikolai as real landowner. And he gave gallons of vodka to the peasants on holidays. Nikolai gave a delicious dinner for his brother. He saved gooseberries after the meal. And for Ivan, they tasted sour and unripe, but Nikolai ate them, commenting that they were very delicious. Okay, hello. We have got some other new people here. Talented hands, what's your name? New admissions. Okay, Shravan, how are you? Hi. All right. അപ്പം നോക്കി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് നമ്മൾ പറഞ്ഞോണ്ട്? അപ്പോൾ നമ്മുടെ ഇവാൻ ഒരു ദിവസം നിക്കോളായുടെ എസ്റ്റേറ്റിലേക്കൊക്കെ വന്നപ്പോഴേക്കും ഇവൻ ഭയങ്കര പഴയ സെറ്റപ്പൊന്നും അല്ല, പഴയ പാവം കഞ്ഞി വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരുന്ന ചങ്ങായി ഇപ്പോൾ ഫുള്ള്
ഗൂസ്ബെറിയും മറ്റേ ഫുൾ ഭയങ്കര പോഷാണ്, ഫുൾ ടൈം 4 നേരം ബിരിയാണി മന്തിയൊക്കെയാണ്, ആ ഒരു സെറ്റപ്പിലേക്ക് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ വന്നപ്പോഴേക്കും ഹി ജസ്റ്റ് ഹാവ് സെർവ്ഡ് വെരി ഡെലീഷ്യസ്, നല്ല അടിപൊളിയായിട്ട് ഭക്ഷണമൊക്കെ കൊടുത്തു. ആൻഡ് അതിൻ്റെ ഒപ്പം തന്നെ ഹി ജസ്റ്റ് ഹാവ് സെർവ്ഡ് ഗൂസ്ബെറീസ്, നേരത്തെ നട്ടുവെച്ച ഗൂസ്ബെറീസ് ഉണ്ടല്ലോ, ഗൂസ്ബെറീസും ഇവനെ കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ കൊടുത്തു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്, അത് മാത്രമല്ല ഹീസ് എ റിയൽ ലാൻഡ് ഓണർ, ശരിക്കും ഒരു മുതലാളിയാണ്. ഇപ്പം അയാളുടെ ലാൻഡിൽ പണിയെടുക്കുന്ന ആൾക്കാർക്കൊക്കെ അയാൾ വീക്കെൻഡ്സിലൊക്കെ ഹീൽ ബി ജസ്റ്റ് ഗിവിങ് സം വോഡ്ക, ചെറിയ വോഡ്കയൊക്കെ കൊടുക്കുമായിരുന്നു. ആൻഡ് അങ്ങനെ വീട്ടിൽ വന്ന് നമ്മുടെ ഇവാൻ ഇയാൾ കുറച്ച് ഗൂസ്ബെറീസ് കൊടുത്തു. പക്ഷേ ഇവാൻ ഗൂസ്ബെറീസ് കഴിച്ചു നോക്കിയപ്പോഴേക്കും അവനത് കുറച്ച് പുളിപ്പും കുറച്ച് കയ്പൊക്കെ ഉള്ളതായിട്ടാണ് തോന്നി. പക്ഷേ നമ്മുടെ നിക്കോളായിക്ക് ഇറ്റ് വാസ് വെരി സ്വീറ്റ്, ഇറ്റ് വാസ് വെരി ഡെലീഷ്യസ്, ഭയങ്കര അടിപൊളിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നിക്കോളായി അതൊക്കെ കഴിച്ചത്. ഓക്കെ, അപ്പോൾ അവിടെ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് വാട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ടുപേരുടെയും ബിഹേവിയറിലും ക്യാരക്ടറിലും ഉള്ള ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ട്. ഒരാൾക്ക് ഈ ഫ്രൂട്ട് ഭയങ്കര സോറായിട്ട് തോന്നും, മറ്റേ ആൾക്ക് ഭയങ്കര അടിപൊളി. ഓക്കെ, and Ivan feels guilt that he too has been content without realizing the fact that behind every ideal satisfaction there exists the poverty and suffering of the poor. So now Ivan is understanding that ഈ മനുഷ്യൻ നമ്മുടെ നിക്കോള ഇത്രയും വലിയ പൈസക്കാരനാവണമെന്നുണ്ടെങ്കിൽ അയാളുടെ കീഴിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ, ഇവരൊക്കെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത് കൊണ്ടാണ് ഇയാൾക്ക് മുതലാളിയായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. നിക്കോളായി doesn't understand any of these things, but Ivan is understanding all these things. And the story ends with Ivan's request to Eliakim to do good things in life. Birkin and Eliakim found story uninteresting, and if the story was about elegant people and lovely women, they would have been happier. Okay, അപ്പം നമ്മുടെ ഇവാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറിയാണ്. കേട്ടോണ്ടിരുന്നത് രണ്ടുപേരാണ്, അലിയാക്കിനും നമ്മുടെ ബേക്കിനും. പക്ഷെ സ്റ്റോറി കഴിഞ്ഞപ്പോഴും ഇവർക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. അതേസമയം നല്ല അടിപൊളി നല്ല സുന്ദരിമാരായ നല്ല ലേഡീസിനെ പറ്റിയിട്ടോ അത്തരത്തിലുള്ള പരിപാടികളൊക്കെ പറയുകയായിരുന്നെങ്കിൽ ദേ കുഡ് ഹാവ് ജസ്റ്റ് ലിസൺ ടു ദാറ്റ്. പക്ഷെ ഇവിടെ ഇപ്പം അവർക്ക് ഇതിനോട് യാതൊരു താല്പര്യവും തോന്നില്ല. ആൻഡ് ദേ ജസ്റ്റ് ഫെൽ ദാറ്റ് ദിസ് ഇസ് എൻ അൺഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ആൻഡ് ദാറ്റ്സ് ഹൗ ദ സ്റ്റോറി ഈസ് എൻഡിങ്. ആൻഡ് അവിടെ നമ്മുടെ അലിയാക്കിൻ്റെ അടുത്ത് നമ്മുടെ ഇവാൻ സെയിം ട്രൈ ടു ബി എ വെരി ഗുഡ് പേഴ്സൺ. നിങ്ങൾക്ക് പൈസയൊക്കെ ഉണ്ടാവും, പക്ഷേ ട്രൈ ടു ബി എ വെർച്വസ് മാൻ, ഒരു നല്ല മനുഷ്യനായിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഡ്വൈസ് ഒക്കെ കൊടുത്തിട്ടാണ് ദിസ് പെർട്ടിക്കുലർ സ്റ്റോറി ഈസ് എൻഡിങ്. ഓക്കെ, അപ്പോൾ അവിടെ ഗൂസ്ബെറീസ് എന്ന ചാപ്റ്ററിൻ്റെ ടൈറ്റിലിൻ്റെ ആപ്റ്റ്നസ് എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കണം. ആ ഒരു ആപ്റ്റ്നസ് രണ്ടുപേരുടെയും സ്വഭാവത്തിലുള്ള കാര്യം. വൺ ഇസ് ഫീലിംഗ് ലൈക്ക് ഇറ്റ് ഇസ് സോർ ആൻഡ് ദ അതർ വൺ ഇസ് ഫീലിംഗ് ലൈക്ക് ഇറ്റ് ഇസ് എ വെരി ഡെലീഷ്യസ് വൺ. രണ്ടുപേരുടെയും ക്യാരക്ടർ ഡിഫറൻസ് ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, അപ്പോൾ we just have completed the discussion of that chapter 2. Shall we go for the next one? നമുക്ക് അധികം ചാപ്റ്റേഴ്സ് ഒന്നുമില്ല. We'll just go for the next poem. To sleep ആണ്. Who is the author of the sleep അല്ലെങ്കിൽ to sleep? Who is the author? ആരാണ് to sleep ന്റെ author? ആരാ സ്ലീപ്പിൻ്റെ ഓഥർ? ഇറ്റ്സ് നൺ അതർ ദാൻ വില്യം വേർഡ്സ്വർത്ത്. പുള്ളിയാണ് ഇമാതിരി നേച്ചർ, ഉറക്കം അങ്ങനത്തെ പരിപാടികളൊക്കെ പറ്റി എഴുതുന്നത് നമ്മുടെ വില്യം വേർഡ്സ്വർത്ത് തന്നെയാണ്. സോ ദിസ് ഇസ് ഓൾസോ ബൈ നൺ അതർ ദാൻ വില്യം വേർഡ്സ്വർത്ത്. ഓക്കെ, ഇതും അത്ര ഭയങ്കര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. എങ്ങനെ ഉറക്കം വരുത്താം അല്ലെങ്കിൽ എങ്ങനെ ഉറക്കം കെടുത്താം, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഈ ഒരു പെർട്ടിക്കുലർ പോയത്തിൽ ഡിസ്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വി ആർ സീയിങ് എ പോയറ്റ് ഹൂ ഇസ് ഓൾമോസ്റ്റ് ലൈക്ക് ഹാവിങ് ഇൻസോമാനിയ, അതായത് ഉറക്കമൊന്നും ഇല്ലാതെ ഭയങ്കര കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ ഈ ഒരു പോയത്തിൽ കാണുക. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് റീസൺ അല്ലെങ്കിൽ ഹൗ ഇസ് ഹി ട്രൈങ് ടു ഗെറ്റ് ഹിസ് സ്ലീപ്പ് എന്നുള്ളതാണ് ഈ ഒരു പോയത്തിൻ്റെ മേജർ ക്രക്സ് ആയിട്ട് വരിക. ഓക്കെ, ഷാൽ വി സ്റ്റാർട്ട്? ഉറക്കം തൂങ്ങി അവിടെ ഇരിക്കുകയാണോ അതോ? അപ്പോൾ ദാ നോക്കിക്കേ, വിൽ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദി ഫസ്റ്റ് സ്റ്റാൻസ ഓഫ് ദി പോം. A flock of sheep that leisurely pass by, one after one, and the sound of rain and bees, murmuring and fall of rivers, winds and seas, smooth fields and white sheets of water and pure sky. And I have thought of all by turns, but still I lie sleepless. എന്താ ആദ്യമേ എന്താ കേൾക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ വീണ്ടും ഉറക്കത്തെ പറ്റി പറയാൻ പറഞ്ഞിട്ട് പോയിട്ട് why is he describing the nature? ഇതൊന്നും അങ്ങേരെ നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതൊന്നുമല്ല. പകരം ഉറക്കമില്ലാതെ കിടക്കുമ്പം ഇയാൾ ചിന്തിച്ച് കൂട്ടിയ കാര്യങ്ങൾ ഇതൊക്കെ ചിന്തിച്ചാലെങ്കിലും ഒന്ന് ഉറക്കം വരുമല്ലോ. നമ്മൾ സാധാരണ ഗതി പറയാറുണ്ടല്ലേ, കാര്യമായിട്ട് ഉറക്കം കിട്ടണമെങ്കിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് എടുത്ത് വായിച്ചാൽ മതി, ശരിയല്ലേ? അതുപോലെ ഹി ഈസ് ജസ്റ്റ് തിങ്കിങ്, കുറച്ച് കാട് കയറി ചിന്തിക്കുകയാണ്, കണ്ടതിനെ പറ്റി മുഴുവൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻ ഓർഡർ ടു ഗെറ്റ് സം സ്ലീപ്പ്, അങ്ങനെയെങ്കിലും ഒന്ന് ഉറക്കം വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നടക്കുന്നുണ്ടോ? നോ, ഹി കുഡന്റ് ജസ്റ്റ് ഗെറ്റ് ദ സ്ലീപ്പ്. ആൻഡ് നൗ and soon the small birds' melodies must hear, first uttered from the orchard trees, and the first cuckoo's melancholy cry.
അത് കഴിഞ്ഞപ്പോഴേക്കും എന്താ കുറേ സൗണ്ട്സ് ഒക്കെ കേൾക്കുന്നുണ്ട്, കുക്കുവിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇതാ നമ്മുടെ ഓർച്ചഡ് ട്രീസിൽ നിന്നൊക്കെ വരുന്ന പല ബേർഡ്സിൻ്റെ ചെറിയ ബേർഡ്സിൻ്റെ ഒക്കെ ഒച്ചകൾ കേൾക്കുന്നുണ്ട്. Even this last night and 2 nights more I lay, I couldn't win the sleep, but by stealth. So I don't let me wear tonight away. So he's just saying that 2 ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ഉറങ്ങാണ്ട് കിടക്കുകയാണ്, കണ്ടതിനെ പറ്റിയൊക്കെ ആലോചിച്ച് കിടക്കുകയാണ്. എക്സാം ആയിട്ട് അങ്ങനെ വല്ല അവസ്ഥയിലുമാണോ ആരെങ്കിലും? തീരെ ഉറങ്ങാണ്ടൊക്കെ കിടക്കുകയാണ്. ഇന്നെങ്കിലും 2 ദിവസമായിട്ട് എൻ്റെ അവസ്ഥ ഇതാണ്. ഇന്നെങ്കിലും ഐ ഹോപ്പ് ദാറ്റ് ഐ വിൽ ബി ഗെറ്റിംഗ് സ്ലീപ്പ്. ഇന്നെങ്കിലും എനിക്കൊന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ എന്ത് സംഭവിക്കുകയാണ്? വിതൗട്ട് ദി വാട്ട് ഈസ് ഓൾ ദി മോർണിംഗ്സ് വെൽത്ത് കം ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് നൈറ്റ് ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയിയസ് ഹെൽത്ത്. ഈ ഒരു 3 ലൈൻസ് ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഭയങ്കര നല്ലൊരു ഐഡിയ കൺവേ ചെയ്യുന്ന 3 ലൈൻസ് ആണത്. ഓക്കെ ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത്? വിതൗട്ട് ദി വാട്ട് ഈസ് ഓൾ ദി മോർണിംഗ്സ് വെൽത്ത്. എന്താ ഇവിടെ മോർണിംഗിൻ്റെ ഏറ്റവും വലിയ വെൽത്തായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. വാട്ട് ഈസ് ഇറ്റ്? മോർണിംഗിൽ നമുക്ക് ഏറ്റവും ഭയങ്കര നമ്മൾ ക്രിയേറ്റീവ്, നമ്മൾ അടിപൊളിയായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മോർണിംഗ്സ് ഭയങ്കര ഉഷാറാവണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ല ഉറക്കം കിട്ടിയാലേ ശരിയാവുള്ളൂ അല്ലേ? വെളുപ്പിനെ 6 മണിക്ക് കിടന്നുറങ്ങി 7 മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ വിൽ ദാറ്റ് ബി എ ഫ്രൂട്ട്ഫുൾ ഡേ? അങ്ങനെ ഉണ്ടാവുന്നവർ വല്ലതും ഉണ്ടോ? ഇസ് ദർ എനിവൺ ലൈക്ക് ദാറ്റ്? വെളുപ്പിന് 6 മണിക്ക് ഫോണും തോണ്ടി കിടന്നുറങ്ങിയിട്ട് 7 മണിക്ക് എഴുന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ഉഷാറും ഉണ്ടാവോ? വല്ല ഉഷാറും ഉണ്ടാവോ? പഠിച്ച് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ വല്ലതും ഉണ്ടോ? ഐ എം നോട്ട് ഗെറ്റിംഗ് എനി കമൻസ്. വേഗം ഇവിടെ ഉണ്ടായിരുന്ന നിതിൻ, ഏഞ്ചൽ എവിടെ പോയി? എൻ്റെ കുട്ടികളൊക്കെ എവിടെ പോയി? നിതിൻ, ഏഞ്ചൽ, ഷിഫ്ന, വെർ ആർ യു ഓൾ? ഈ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ വെളുപ്പിന് വരെ ഇരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? ഒരു 5 മണി അല്ലെങ്കിൽ 3-4 മണിയൊക്കെ വരെ ഇരുന്നിട്ട് എഴുന്നേറ്റ് പോകുന്ന ആൾക്കാർ വല്ലതും ഉണ്ടോ? ഇല്ല. ഞങ്ങൾ അത്രക്കാരല്ല, ഞങ്ങൾ അത്രക്കാർ നെഹി ഹേ, റൈറ്റ്? ഓക്കെ ഫൈൻ. അപ്പോൾ അത്രയും ഭയങ്കര കഷ്ടപ്പെട്ട് പഠിക്കുന്ന ആരൊന്നും ഞങ്ങളെ കൂടുതലില്ല അല്ലേ? ഇല്ല, അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് എവറിത്തിങ്. അപ്പോൾ അത്രയും കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ശരി, ഇവിടെ പറയുന്നത് വാട്ട് ഓൾ ദി മോർണിംഗ്സ്. എന്താ മോർണിംഗിൻ്റെ വെൽത്ത് എന്ന് പറയുന്നത്? നമ്മൾ ക്രിയേറ്റീവ് ആയിരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഫ്രൂട്ട്ഫുൾ ആയിരിക്കണമെങ്കിൽ വി ഷുഡ് ബി വെരി എനർജറ്റിക്. നമ്മൾ നല്ല സ്ലീപ്പ് കിട്ടണം, നല്ല അടിപൊളിയായിട്ട് ഉറങ്ങണം. എന്തുകൊണ്ടാണ്? വൈ ആർ വി സെറ്റ് ലൈക്ക് വി ഷുഡ് ഹാവ് ദിസ് വൺ? നല്ല ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ നിർബന്ധമായിട്ടും സ്ലീപ്പ് ചെയ്തിരിക്കണം, ഉറങ്ങണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താ? അടുത്ത ദിവസം ക്രിയേറ്റീവായിട്ട് ഫ്രൂട്ട്ഫുൾ ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കത് നിർബന്ധമായിട്ടും ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് ബ്ലെസ്ഡ് ബാരിയർ ബിറ്റ്വീൻ ഡേ ആൻഡ് ഡേ. എന്താ? ഒരു ഡേയുടെയും മറ്റൊരു ഡേയുടെയും ഇടയ്ക്ക് വരുന്ന ബ്ലെസ്ഡ് ബാരിയർ. ഇവിടെ ഡേ ആണ്, ദിസ് ഇസ് ഓൾസോ ഡേ. ഇതിനിടയ്ക്ക് വരുന്ന ബാരിയർ എന്താ? ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സം. ഹൂ ഇസ് ദാറ്റ്? ഇറ്റ് ഇസ് നൺ അതർ ദാൻ സ്ലീപ്പ് അല്ലേ? ഒരു ഡേ കഴിയുമ്പോഴേക്കും നമ്മൾ ഉറങ്ങാൻ പോകും, അടുത്ത ഡേ ആകുമ്പോഴേക്കും വിൽ ബി ജസ്റ്റ് ഗെറ്റിംഗ് അപ്പ് ഫ്രം സ്ലീപ്പ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഇസ് കോൾഡ് ബ്ലെസ്ഡ് ബാരിയർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദെൻ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് ആൻഡ് ജോയിയസ് ഹെൽത്ത്. അപ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിരിക്കണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉറക്കം കിട്ടണം. അതുപോലെ തന്നെ ഫ്രഷ് തോട്ട്സ്, നമുക്ക് നല്ല ഐഡിയാസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള തോട്ട്സ് കിട്ടണമെങ്കിൽ വി ഷുഡ് ഹാവ് ദിസ് മിനിമം സ്ലീപ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സ്ലീപ്പ്. അപ്പോൾ ഇവിടെ വി ജസ്റ്റ് ഹാവ് ഡിസ്കസ്ഡ് സ്ലീപ്പ് എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം എങ്ങനെയാണ് വൈ ദ പോയിറ്റ് ഈസ് നോട്ട് ഗെറ്റിംഗ്, വൈ ഹി ഈസ് ബിക്കമിങ് ഇൻസോമനിയാക്, ഉറക്കം വരാത്തതിൻ്റെ ഒരു അവസ്ഥ പറയുന്നുണ്ട്. ആൻഡ് വൈ അല്ലെങ്കിൽ വാട്ട് ഓൾ തിങ്സ് ഈസ് ഹി ട്രൈയിങ് ഇൻ ഓർഡർ ടു ഗെറ്റ് സ്ലീപ്പ്, അത് പറയുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് ട്രൈ ചെയ്യുന്നത്? ഇനി ഇതൊന്നും അല്ലാണ്ട് എന്താണ് സ്ലീപ്പിനെ കുറച്ച് 3-4 ലൈൻസിൽ അങ്ങ് അടിപൊളിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അല്ലേ? ചിലരൊക്കെ എപ്പോഴും പറയുന്നേക്കാം, ഡു യു കൺസിഡർ ദറ്റ് സ്ലീപ്പ് ആസ് എ ഹോബി, സ്ലീപ്പിംഗ് ആസ് എ ഹോബി? സ്ലീപ്പിംഗ് ഹോബിയാണെന്ന് പറയുന്നവരാരെങ്കിലും ഉണ്ടോ? ഉറക്കമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചെറിയ മക്കളെയൊക്കെ ഇൻ്റർവ്യൂസ് ചെയ്യുമ്പോഴേക്കും ചെറിയ ഒരു 6-7 അല്ലെങ്കിൽ പോട്ടെ ഒരു 8-9 വരെയുള്ള പിള്ളേരെ വരെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോഴും ദേ വുഡ് സേ ലൈക്ക്, ചെറിയ ഇൻ്റർവ്യൂസ് ഒക്കെ നടത്തുമ്പോൾ ദേ വുഡ് സേ ലൈക്ക് വാട്ട് ഈസ് യുവർ ഹോബി? യാ മാം മൈ ഹോബി ഈസ് സ്ലീപ്പിംഗ്. നമ്മൾ റീഡിങ്, മറ്റേ വാക്കിംഗ്, സൈക്ലിംഗ് എന്നൊക്കെ പറയുന്ന മാതിരി ദേ വിൽ സേ ദാറ്റ് ദെയർ ഹോബി ഈസ് സ്ലീപ്പിംഗ്. ഇസ് ദർ എനിവൺ ലൈക്ക് ദാറ്റ്? സ്ലീപ്പിംഗ് ഒരു ഹോബി ആയിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? If sleeping ഒരു ഹോബി ആണെങ്കിൽ I would be the first one to raise my hands. Okay, ശരി. അപ്പം നമുക്കിനി നോക്കാനുള്ളത് the poetic devices from this chapter. അപ്പോൾ എന്തൊക്കെയാണ് ഇതിനകത്ത് വരുന്ന poetic device? ഒരെണ്ണം ഞാൻ ഇപ്പോഴേ അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുണ്ട്. ബ്ലെസ്ഡ് ബാരിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്ലെസ്സിങ്ങും ബാരിയറും, അതായത് അനുഗ്രഹവും
ഒരു തടസ്സം, രണ്ടും തമ്മിൽ യാതൊരു യോജിപ്പില്ലാത്ത കാര്യങ്ങൾ അല്ലേ. സോ ദിസ് ഇസ് കോൾഡ് ആസ് an oxymoron. രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞ് ഒരേ സ്ഥലത്ത് തന്നെ പ്ലേസ് ചെയ്യുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് ഓക്സിമറോൺ. ഓക്കെ, ഇനി എന്തെങ്കിലും പെർസണിഫിക്കേഷൻസ് ഉണ്ടോ? എനി പെർസണിഫിക്കേഷൻസ് ആർ ദർ? ആൻഡ് ഐ കുഡിൻ വിൻ ദീ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ വി ഹാവ് ഗോട്ട് ദ സ്ലീപ്പ് ഓഫ് ദ ഇതൊക്കെ പറയുന്നുണ്ട്. ആൻഡ് ഐ കുഡിൻ വിൻ ദീ, ആ ഒരു ലൈൻ പറയുന്നുണ്ട്. എന്താ ഈ ഐ കുഡിൻ വിൻ ദീ? ഈ ദീ എന്ന് പറയുന്നത് ആരെയാ? കുറേ ദിവസമായി ഞാൻ ഇങ്ങനെ നടക്കുന്നു, സ്റ്റിൽ ഐ കുഡിൻ വിൻ ദീ എന്ന് പറയുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് വിൻ ദീ? കുറേ നേരമായതാ ഐ കുഡിൻ വിൻ ദീ. എന്താ ഈ തീ എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് ദി സ്ലീപ്പ്. എനിക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുന്നില്ല. ഏതാ ഈ അതിന്? അത് നമ്മുടെ സ്ലീപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ പെർസണിഫിക്കേഷൻ. ഇനി അതല്ലാണ്ട് പെർസണിഫിക്കേഷൻ എന്താ? മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് കാണുന്നുണ്ടോ? ഫ്രഷ് തോട്ട്സിന്റെ അമ്മയാണെന്ന്. ആരാ അമ്മ? വീട്ടിലിരിക്കുന്ന അമ്മയാണോ? നോ, ഇറ്റ് ഈസ് ദ സ്ലീപ്പ്. സ്ലീപ്പിനെയാണ് മദർ ഓഫ് ഫ്രഷ് തോട്ട്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഇസ് ഓൾസോ എ കൈൻഡ് ഓഫ് പെർസണിഫിക്കേഷൻ. ഇനി ഇസ് ദർ എനി അതർ തിങ്സ്? മെറ്റഫർ ഉണ്ടോ? ഇവിടെ ബ്ലെസഡ് ബാരിയർ എന്ന് പറയുന്നത് ആരെയാ ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഇസ് ദ സ്ലീപ്പ്. സോ ദിസ് ഇസ് എൻ എക്സാമ്പിൾ. അതിനെ ഡയറക്റ്റ് ആയിട്ട് പറയാണ്ട് ദേ ആർ യൂസിങ് എ ഫിഗറേറ്റീവ് ലാംഗ്വേജ്. അതുകൊണ്ട് തന്നെ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ബ്ലെസഡ് ബാരിയർ എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് ദി സ്ലീപ്പ്. ഇനി അതല്ലാതെ ഡിയർ മദർ ഓഫ് ഫ്രഷ് തോട്ട്സ്, ഇതൊക്കെ എന്താണ്? ജോയിയസ് ഹെൽത്ത് എന്നൊക്കെ പറയുന്നത് ദിസ് ഇസ് ഓൾസോ മെറ്റഫർ. കാരണം സ്ലീപ്പിനെയാണ് അവിടെയൊക്കെ പറയുന്നത്, ബട്ട് സ്ലീപ്പിനെ ആണെന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നില്ല. ബട്ട് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് ഓഫ് സ്ലീപ്പ്. സ്ലീപ്പിനെയാണ് അവിടെ പറയുന്നത്, നമ്മൾ മനസ്സിലാക്കുകയാണ്. ഓക്കെ, ആൻഡ് ദെൻ this is a sonnet, and the sonnet is particularly known as Petrarchan sonnet. അതൊന്ന് ഓർത്ത് വെച്ചാൽ നമ്മുടെ എന്താണ് അപ്രിസിയേഷനിലൊക്കെ നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. Petrarchan sonnet. ഇറ്റ്സ് എ സോണറ്റ്. വില്യം വേർഡ്സ്വർത്തിന്റെ Petrarchan sonnet ആണ് നമ്മുടെ ഈ ഒരു പോയം വന്നിട്ട്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിൻലി ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി ഒരുപാട് ഇമേജസ് ഉണ്ട് കേട്ടോ. ഓഡിറ്ററി ഇമേജസ്, ഈ ബേർഡ്സിന്റെ സൗണ്ട് പറയുന്നുണ്ട്. വിഷ്വൽ ഇമേജസ്, ആ തുടക്കത്തിലെ മുഴുവൻ ലെഷർലി പാസിംഗ് ബൈ, സൗണ്ട് ഓഫ് റെയിൻ, അവിടെ ഓഡിറ്ററി വന്നു, ഫോൾ ഓഫ് റിവേഴ്സ്, വെൻസ്, അതെല്ലാം വിഷ്വൽ ആസ് വെൽ ആസ് ഓഡിറ്ററി ഇമേജസിന്റെ അണ്ടറിൽ പോകുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? പോയറ്റിക് ഡിവൈസസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ട് അവിടെ പ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ ഫ്ലോക്ക് ഓഫ് ഷീപ്പ് എന്നൊക്കെ പറഞ്ഞു, അത് വി കൻ ജസ്റ്റ് വിഷ്വലൈസ് ഓൾ ദീസ് തിങ്സ്. And that is all about this chapter. So shall we just go for the next one? അടുത്തേക്ക് പോവാം. ശരി, അപ്പോൾ ദിസ് ഇസ് ആക്ച്വലി അബൌട്ട് ദറ്റ് തിങ്. നമ്മുടെ ആ പോയത്തിനെ പറ്റിയിട്ട് ഒരു ജനറൽ ഐഡിയ ആണ്. ഇവിടെ സോണറ്റ് എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫിസിക്കൽ ഫോം നോക്കണം. ഒരു 8 ലൈൻഡ് സ്റ്റാൻസ്, 8 ലൈൻഡ് പോയം ആയിരിക്കും. ആൻഡ് ദ ഫസ്റ്റ് ആദ്യത്തെ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് കോൾഡ് ആസ് ഒക്ടെക്ട്, ആൻഡ് ദ സെക്കൻഡ് സെറ്റ് ഇസ് കോൾഡ് ആസ് സെസെറ്റ്. ലാസ്റ്റത്തെ 6 ലൈനും അതിന് മേലുള്ള 8 ലൈനും, ആദ്യത്തേതിനെ ഒക്ടെക്ട് എന്ന് പറയുന്നു, 8. ദെൻ ദ നെക്സ്റ്റ് 6 ലൈൻസ് ഇറ്റ് ഇസ് കോൾഡ് ആസ് സെസ്റ്റെറ്റ്. ഓക്കെ, അപ്പം നിങ്ങളുടെ അപ്രിസിയേഷൻ എഴുതുമ്പോഴേക്കും ഈ സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന ടീച്ചേഴ്സ് ഫ്ലാറ്റ് ആയിക്കോളും. ഓക്കെ, അപ്പം ഈ കാര്യങ്ങളൊന്ന് ശ്രമിക്കുക, ഇതൊന്നും മനസ്സിലാക്കി വെക്കാൻ നോക്കുക. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ്ഡ് ഓൾ ദീസ് തിങ്സ്. വി ആർ മൂവിങ് ഓൺ ടു ഇതെല്ലാം ആ ഒരു പോയത്തിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷൻസ് ആണ്. സോ ഐ വോണ്ട് ബി ജസ്റ്റ് എക്സ്പ്ലെയിനിങ് ദാറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഓക്കെ, ഡോണ്ട് ഗെറ്റ് ബോർഡ്. ശരി, അപ്പം എന്നാൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ടു സ്ലീപ്പ് കഴിഞ്ഞു. ആൻഡ് വി ഹാവ് ദി നെക്സ്റ്റ് വൺ, ദി 16th ചാപ്റ്റർ, ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. അവിടെയും കോൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രം മതി. ഇറ്റ്സ് നോട്ട് എ വെരി ടഫ് ചാപ്റ്റർ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. എന്താ അവിടെ നടക്കുന്നത്? ദിസ് ഇസ് ആക്ച്വലി ആൻ എസ്സേ ആൻഡ് ഇറ്റ് ഇസ് ടൈറ്റിൽഡ് ആസ് ഗോയിങ് ഔട്ട് ഫോർ എ വാക്ക്. പുറത്തുനിന്ന് പോകുന്നതിന്, ഒരു നടത്തത്തിന് പോയിട്ട് വരാം. ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ മാക്സ് ബീർബോം. ആൻഡ് അതിനകത്ത് ഒരു മെയിനായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നുണ്ട്, സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. എപ്പോഴും എസ്സേക്കോ അല്ലെങ്കിൽ സ്പീച്ചിനൊക്കെ ചോദിക്കാറുള്ള ഒരു ടോപ്പിക്കാണ് സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്ന്
ഓക്കെ, അപ്പോൾ അതാ നമ്മൾ ബാക്കി നോക്കുകയാണ്. സനുഷ് ഹലോ, ഇവിടെ ഉണ്ടടാ, ഇവിടെ ഉണ്ട്. ഹൂസ് ദിസ് അൻഷ്? ഇസ് ഇറ്റ് യുവർ റിയൽ നെയിം? ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി അത് നമുക്ക് അധികം ചാപ്റ്റേഴ്സിൽ ഒരു 2-3 കൂടി ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ടാണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ യുവർ ഓൺ ബിസിനസ്. നോ, അപ്പം എന്നാലും ഒന്ന് സഹകരിക്കുക കേട്ടോ. ബാക്കി കുറച്ച് കമൻസ് ഒക്കെ ഇങ്ങോട്ട് പോരട്ടെ. നമ്മൾ പറയുന്നതിനനുസരിച്ച് യു ജസ്റ്റ് ഡീൽ വിത്ത് ഇറ്റ്. ഓക്കെ, അപ്പോൾ ദിസ് എസ്സേ ഡീൽസ് വിത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഒരുപാട് എസ്സേയും അതുപോലെ തന്നെ സ്പീച്ചിൻ്റെ ടോപ്പിക്കും ഒക്കെ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് എ സൗണ്ട് മൈൻഡ് ഇൻ എ സൗണ്ട് ബോഡി. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. എന്നിട്ടോ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇവിടെ എന്താ നടക്കുന്നത്? ബീർബൂമിൻ്റെ ഒരു എസ്സേ ആണ്. നമ്മുടെ ഈ ഒരു ഇതിൽ വി ആർ സീയിങ് എക്സസൈസ്, ഫിസിക്കൽ എക്സസൈസിന് നമ്മൾ വേറൊരു പെർസ്പെക്റ്റീവിലാണ് കാണുന്നത്. ഫിസിക്കൽ എക്സസൈസ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ നമ്മൾ ഭയങ്കര അടിപൊളിയായിട്ട് ശരീരമൊക്കെ നോക്കണം എന്നുള്ള രീതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ എക്സസൈസ് യൂസ് ചെയ്യാറ്. പക്ഷേ ഇവിടെ ഫിസിക്കൽ എക്സസൈസിനെ വേറൊരു പെർസ്പെക്റ്റീവിൽ, വേറൊരു ചിന്താഗതിയിൽ നോക്കി കാണാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. വാട്ട് ഈസ് ദറ്റ് പെർസ്പെക്റ്റീവ്? ഇവിടെ നോക്കിക്കേ. The essay begins with the statement that he had never been on a walk trip, enjoying the scenic beauty of nature. As such, with the intention of physical fitness. So, നമ്മുടെ ഓത്തർ അല്ലെങ്കിൽ ഈ ഒരു ജേർണിക്ക് പോകുന്ന ഈ ഒരു ട്രിപ്പിന് പുറത്തേക്ക് എക്സസൈസ് ചെയ്യാൻ ഇറങ്ങുന്ന ആൾ ഒരിക്കലും എന്താണ് had never been a walking trip, ഒരിക്കലും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു ട്രിപ്പ്, നേച്ചർ ബ്യൂട്ടിഫൈ അല്ലെങ്കിൽ നേച്ചറിൻ്റെ ഭംഗി കാണണം എന്നൊന്നും വിചാരിച്ച് ഒരിക്കലും ഇറങ്ങി നടക്കാറില്ല. അല്ലെങ്കിൽ ഒരു സച്ച് വിത്ത് ഫിസിക്കൽ ഫിറ്റ്നസ്. അപ്പോൾ അദ്ദേഹം ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കിട്ടണം എന്നൊന്നും വിചാരിച്ചൊന്നും ഒരിക്കലും നടക്കാൻ ഇതുവരെ പോയിട്ടില്ല. ആൻഡ് ഹി ആക്ച്വലി ഹാഡ് എ നോഷൻ ഓഫ് if one was walking along with a talkative companion, the activity will be more appealing. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് ഇതായിരുന്നു, നടക്കാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അത് അതിൻ്റെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ചില്ല് ചെയ്ത് നടക്കുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. അല്ലാണ്ട് ഫിസിക്കലി കിട്ടുന്ന ആ ഒരു വെൽനെസ്സോ അതല്ലെങ്കിൽ നേച്ചർ കാണാം എൻജോയ് ചെയ്യാം എന്നുള്ള ആസ്പെക്റ്റ് ഒന്നും അല്ല അദ്ദേഹം നോക്കിയിരുന്നത്. പകരം ഹി വാസ് ഇംപ്രസ്ഡ് ബൈ ദിസ് കോൺസെപ്റ്റ്. ആൻഡ് the essay shares the experience with such a companion which ultimately turned out to be an utter fail. അപ്പോൾ നമ്മുടെ എസ്സേസ്, നമ്മുടെ ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു എസ്സേ എഴുതുന്ന ആള് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്താ, ഒരു ആളുടെ കൂട്ടത്തിൽ, ഇതുപോലൊരു കമ്പാനിയൻ്റെ കൂട്ടത്തിൽ എങ്ങോട്ടിരിക്കും, ഇവർ പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പക്ഷെ എന്ത് വിചാരിക്കുകയാണ്, ഇയാൾ വിചാരിച്ച ഒരു റിസൾട്ട് ഒന്നുമല്ല, പകരം ഒരു അട്ടർ ഫെയിലിയർ ആണ്. ഒരു പരിപാടികൾ നടക്കുന്നില്ല, പറഞ്ഞ കാര്യങ്ങളിലേക്കൊന്നും എത്തുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ആൻഡ് ഹിസ് അറ്റംപ്റ്റ്സ് ടു ഗോ ടു ദ എക്സ്റ്റെൻറ്റ് ദാറ്റ് എ മാൻസ് ആക്ടിവിറ്റി ഈസ് സംടൈംസ് ഹാമ്പേർഡ് ബൈ ദ ഫോഴ്സ്ഫുൾ ഫിസിക്കൽ എക്സർഷൻസ്. ഇവരുടെ ആ ഒരു കോൺവെർസേഷൻ, ആ കമ്പാനിയനുമായിട്ടുള്ള മുന്നോട്ട് പോക്ക് എത്ര കമ്പയർ അല്ലെങ്കിൽ കുറച്ചും അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടും കാര്യങ്ങൾ അങ്ങോട്ട് വർക്ക്ഔട്ട് ആവുന്നില്ല. എന്നിട്ടോ ഹ്യൂമറസ്ലി ഹി പോസസ് എ ക്വസ്റ്റ്യൻ വൈ വി ഷുഡ് ഗോ ഫോർ എ വാക്ക് ആൻഡ് ഹി ഈസ് അഗെയിൻസ്റ്റ് ദി കോമൺ ഐഡിയ ഓഫ് വാക്കിംഗ് ഫോർ വാക്കിംഗ് സേക്ക്. അപ്പോൾ അദ്ദേഹം വളരെ തമാശയായിട്ട് ചോദിക്കുകയാണ്, വൈ യു ആർ ജസ്റ്റ് ഗോയിങ് ഔട്ട് ഫോർ വാക്കിംഗ്. നടക്കാൻ പോകാൻ വേണ്ടിയിട്ട് എന്തിനാണ് നടക്കുന്നത്? നമ്മളെന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. വെറുതെ ആർക്കോ വേണ്ടിയിട്ട് നടക്കാൻ പോകുന്നത് എന്തിനാണ്? ആൻഡ് ഹി വാസ് ഹാവിങ് സച്ച് എൻ ഐഡിയ. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം, ഇഫ് വൺ പേഴ്സൺ വർക്ക്സ് വിത്ത് എൻ ഇന്റൻഷൻ ഓഫ് ഫിസിക്കൽ ഇന്റൻഷൻ അലോൺ, ഹിസ് പർപ്പസ് വിൽ ഡെഫിനറ്റ്ലി ഫെയിൽ ഹിം. അപ്പം ഒരാൾ എനിക്ക് തടി കുറയ്ക്കണം എന്ന് വിചാരിച്ച് മാത്രം നടക്കാൻ പോവുകയാണ്. വിൽ ദാറ്റ് ബി എ ട്രൂ വൺ? അല്ലെങ്കിൽ അത് നടക്കുമോ? ആ വിചാരിക്കുന്ന ഇൻറ്റൻഷൻ അത്ര ഫ്രൂട്ട്ഫുൾ ആയിക്കോണം എന്നില്ല. പകരം ഇഫ് ഹി ഈസ് ഹാവിങ് സം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു 2-3 ആസ്പെക്റ്റും കൂടെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് അടിപൊളിയായിട്ട് അങ്ങ് കയറിപ്പോകും. ആൻഡ് ദിസ് ആക്ടിവിറ്റി ബീങ് പ്യോർലി മെക്കാനിക്കൽ, ഹി കുഡ് എവർ എൻജോയ് ദ നേച്ചർ ആൻഡ് സച്ച് എ മാൻ വുഡ് നെവർ ബി ക്രിയേറ്റീവ്. അപ്പം ഇയാൾക്ക് ഇഫ് ഹി ഈസ് ഏബിൾ ടു ഡീൽ വിത്ത് തിങ്സ് ലൈക്ക് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോഴേക്കും അല്ലെങ്കിൽ വേറൊരു കോൺസെപ്റ്റിൽ നിന്നും കൂടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നു, ആ ഒരു കോൺസെപ്റ്റിൽ മാത്രം കാര്യങ്ങളെ കാണാണ്ട് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു ആസ്പെക്റ്റിലൂടെ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഗോയിങ് ടു ബി മോർ ക്രിയേറ്റീവ്. അപ്പം ഇദ്ദേഹം കുറച്ച് എക്സ്പീരിയൻസസ് പറയുകയാണ്. വാട്ട് ഈസ് ദിസ്? Bebum is strictly personal in his writings and it is evident in his particular essays. ബീർബൂമിൻ്റെ എസ്സേസ് ഒക്കെ വളരെ സ്പെഷ്യലാണ്. അത് അദ്ദേഹത്തിൻ്റെ എസ്സേസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. സാധാരണ ഒരു നോർമൽ പാറ്റേണിൽ പോകുന്ന ഒരു എസ്സേ അല്ല നമ്മുടെ ബീർബൂമിൻ്റെ എസ്സേസ് ഒന്നും. ഓക്കെ, ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി എസ്സേ, the essays makes the reader think that any physical exercise should be a harmonious process by blending brain, body and soul. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺസെപ്റ്റ് പ്രകാരം ഒരു എസ്സേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വെറുതെ ബോഡി മാത്രം അല്ലെങ്കിൽ ബ്രെയിൻ മാത്രം വർക്ക് ചെയ്യല്ല, ബോഡി, ബ്രെയിൻ ആസ് വെൽ ആസ് സോൾ, ഇതെല്ലാം മൂന്നും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കണം എന്ത്, ഒരു എസ്സേ എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായാലേ ഒരു എസ്സേ ഇറ്റ് ഷുഡ് ബി എ വെരി ഗുഡ് വൺ. ആൻഡ് ദെൻ അദ്ദേഹം എന്ത് പറയാണ്, ആൻഡ് ഹി കൺഫ്യൂസസ് ദാറ്റ് ദി എസ്സേ വാസ് കമ്പോസ്ഡ് വൈൽ ഗോയിങ് ഓൺ എ വർക്ക്. അപ്പോൾ ഒരു നടത്തത്തിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഈ ഒരു എസ്സേയുടെ കോൺസെപ്റ്റും ഐഡിയയും കിട്ടിയത് തന്നെ. ഓക്കെ, ആൻഡ് ഹി സ്ട്രെസ്സസ് ദാറ്റ് വാക്കിംഗ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് ക്യാൻ ബി ഫോഴ്സ്ഫുള്ളി ഡൺ അൺലെസ് എ പേഴ്സൺ ഹാസ് എൻ ഏർജ് ടു ഗോ ഫോർ ഇറ്റ്. അപ്പോൾ ഒരിക്കലും ആരെയും നിർബന്ധിച്ച് നടത്താനൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പകരം എന്ത് ചെയ്യണം, വി ഷുഡ് ബി ലൈക്ക്, നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ സ്വന്തമായിട്ട് തോന്നണം, നമുക്ക് കൊള്ളാം നടക്കാനൊക്കെ പോവാം, അടിപൊളിയായിട്ട് പോവാം എന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ അത് വി ജസ്റ്റ് ഹാവ് ടു ഡിസ്കസ്. അപ്പം നിങ്ങൾ ആ ഒരു രീതിക്ക് വേണം. ഒരാളെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ട് ഏതൊരു കാര്യത്തിന്, നടത്തത്തിന് മാത്രമല്ല, ഒരാളെ ഏത് കാര്യത്തിന് നിർബന്ധിച്ചാലും അത് മെയിനായിട്ട് വർക്കൗട്ട് ആവില്ല. ഒരാൾ തന്നെ വിചാരിക്കണം ഞാൻ ഇന്നത് ചെയ്യണമെന്ന് നമ്മൾ വിചാരിച്ചാലേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. നിങ്ങൾ +1 സ്കോർ ചെയ്യണമെന്ന് വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. അല്ലാണ്ട് കണ്ടോൻ അവന് നല്ല മാർക്ക് കിട്ടണമെന്നൊക്കെ വിചാരിച്ച് അവരിരുന്ന് കഴിഞ്ഞാൽ വല്ലതും നടക്കുമോ? നോ, ഇറ്റ് വോണ്ട് ഹാപ്പൻ. And ഇനി എന്താ നടക്കുന്നത്? In the concluding sentences of the essay, he asserts that if anybody insists to do a physical exercise, walking, he will never go for it. അപ്പം നമ്മുടെ എസ്സേസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ നിർത്തുന്നത്. എന്താ പറയുന്നത്? ആരെങ്കിലും നിങ്ങളെ നിർബന്ധിച്ച്, അദ്ദേഹത്തെ നിർബന്ധിച്ച് നടക്കാൻ പോവുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും അത് ചെയ്യില്ല. ബിക്കോസ് വെറുതെ വേസ്റ്റ് ഓഫ് ടൈം ആണെന്ന് പുള്ളിക്കാരന് തന്നെ അറിയാം. അതുകൊണ്ട് ഐ വോണ്ട് ജസ്റ്റ് ഡു എനി സച്ച് തിങ്സ്. അദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈല് ഇറ്റ് ഇസ് ലൈക്ക് എ തോട്ട് പ്രൊവോക്കിംഗ് വണ്ണാണ്, ആൾക്കാരെ ചിന്തിപ്പിക്കുന്ന ടൈപ്പ് ഒരു സംഭവമാണ്. ആൻഡ് ഇറ്റ് ഇസ് ഹൈലി കോംപ്ലക്സ്, കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റൈറ്റിംഗ് സ്റ്റൈലാണ്. ആൻഡ് ഹിസ് ചോയ്സ് ഓഫ് വേർഡ്സ് വളരെ ആർട്ടിസ്റ്റിക് ആയിട്ട്, ഭയങ്കര ഹ്യൂമറസ്, പെട്ടെന്ന് അങ്ങോട്ട് കൺവേഡ് ആക്കില്ല, ബട്ട് സ്റ്റിൽ ഹി ഹാസ് ഗോട്ട് ദി കോണ്ടന്റ്. അത്തരത്തിലുള്ളൊരു റൈറ്റിംഗ് സ്റ്റൈലാണ് അദ്ദേഹം എപ്പോഴും അഡോപ്റ്റ് ചെയ്യുക. ആൻഡ് ഹി ഈസ് ഹ്യൂമറസ് അറ്റ് ടൈംസ് ടു, ചിലപ്പോൾ ഒക്കെ ഹ്യൂമറസ് ആയിട്ടും അദ്ദേഹം നിൽക്കാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കംസ് ദ 17th ചാപ്റ്റർ. സൈബർ സ്പേസ് ആണ്, നമ്മുടെ ടെക്നോളജിയൊക്കെ എത്രത്തോളം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരു ചാപ്റ്റർ. ഓൾറൈറ്റ്, അപ്പം ഇതിനെ പറ്റിയിട്ടും വി ആർ ജസ്റ്റ് ഹാവിങ് എ വെരി സ്മോൾ നോട്ട്, അതിനെപ്പറ്റി ചെറിയൊരു ഡിസ്കഷൻ, വളരെ ജസ്റ്റായിട്ട് മാത്രം പോവുകയാണ്. ഇത് ഇവിടെ നമ്മുടെ എസ്റ്റർ ഡയസിൻ്റെ ഒരു ആർട്ടിക്കിളാണ്, സൈബർ സ്പേസ് എന്ന് പറയുന്നത്. ഇവിടെ she says that modern mind is going after news fields and areas. And we like to make rules instead of following them. അപ്പം നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടല്ല, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എപ്പോഴും ന്യൂസസ് ഉണ്ടാക്കാനാണ് ഇഷ്ടം, അല്ലേ? പുതിയ പുതിയ ന്യൂസസ്, എന്തെങ്കിലും ഒരു സാധനം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ വാല ന്യൂസസ് ഉണ്ടാക്കിക്കൊണ്ട് പോകും. ആൻഡ് ദെൻ we like to make rules instead of following them. In cyberspace we can experience freedom and privacy. സൈബർ സ്പേസിൻ്റെ ഒരു പ്രത്യേകത, പ്രൈവസി നമുക്ക് കിട്ടും, അതുപോലെ തന്നെ ഫ്രീഡവും കിട്ടും. ബട്ട് ഇറ്റ് ക്യാൻ ബി, അത് പെട്ടെന്ന് തന്നെ നമ്മളെ ഇല്ലാണ്ടാക്കാം, അല്ലെങ്കിൽ ആ ഒരു ഈ പറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഇല്ലാണ്ടാവാനും അധികം സമയമൊന്നും വേണ്ട. ഓക്കെ, ആൻഡ് അവിടെ വേറൊരു ഫീച്ചറും കൂടെ ഉള്ളത്, നമുക്ക് വേറെ ആരെന്ത് പറയുമെന്നൊന്നും നമ്മൾ ബോധേഡ് ആയിരിക്കുകയില്ല, നമ്മൾ നമ്മുടെ കാര്യം നോക്കി നിൽക്കുന്നു. ഓക്കെ, ആൻഡ് ദെൻ പണ്ടൊക്കെ സൈബർ സ്പേസ് എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് എ പ്ലേ ഗ്രൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ എക്സ്പേർട്സ്. ആദ്യമൊക്കെ ടെക്നോളജി അല്ലെങ്കിൽ സൈബർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഉള്ളവർക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാൻ അറിയുന്ന ടെക്കീസ് മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫീൽഡായിരുന്നു നമ്മുടെ സൈബർ സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, ഏത് ചെറിയ ഏജ് ഗ്രൂപ്പ് തൊട്ട് വലിയ ഏജ് ഗ്രൂപ്പിൽ വരെയുള്ള ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സൈബർ സ്പേസ് ഉണ്ടാവും. ആൻഡ് നൗ ചിൽഡ്രന് പോലും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്കും ഇതിനെ ഉപയോഗിക്കാം, ചീത്തയായിട്ടുള്ള രീതിക്കും വി ക്യാൻ യൂസ് ദിസ്. ഓക്കെ, ആൻഡ് ദെൻ ഇനി സൈബർ സ്പേസിനെ ഇറ്റ് ഇസ് ഗെറ്റിംഗ് കമ്പയർഡ് ടു റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ നോക്കി, റിയൽ എസ്റ്റേറ്റുമായിട്ടുള്ള കമ്പാരിസൺ എന്താ? റിയൽ എസ്റ്റേറ്റ് കംപ്രൈസസ് ഓഫ് ദി ലാൻഡ് ആൻഡ് ദ ബിൽഡിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ഉണ്ടാവും, ഇത് ലാൻഡ് ആണെങ്കിൽ ഇവിടെ വി ആർ ഹാവിങ് എ ബിൽഡിംഗ് ടു. ഒരു റിയൽ എസ്റ്റേറ്റിൽ അവിടെ ലാൻഡും ബിൽഡിങ്ങും ഉണ്ട്. ഓക്കെ, ആൻഡ് ദർ മൈറ്റ് ബി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബിൽഡിങ്സ് ആൻഡ് ലാൻഡ് ഏരിയാസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് ലൈക്ക് സ്കൂൾ, ഷോപ്പിംഗ് മാൾ, ചർച്ച്, പാർക്ക് എക്സ്ട്രാ. അപ്പം ഈ ഒരു ഏരിയയിൽ നമുക്ക് വിൽ ബി ഹാവിങ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ബിൽഡിങ്സ് പലതുണ്ടാവും. ഒരെണ്ണം സ്കൂളാവാം, ഒരെണ്ണം ഒരു ബാങ്ക് ആവാം, ഒരെണ്ണം ഒരു പാർക്ക് ആവാം, അങ്ങനെ പലത് കൂടുന്നതായിരിക്കും ഒരു എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് സൈബർ സ്പേസ് ഇസ് എ വെർച്വൽ ഓർ എ കമ്പ്യൂട്ടർ ജനറേറ്റഡ് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ സൈബർ സ്പേസിനെ ഇറ്റ് ഈസ് കമ്പയർഡ് ടു ദിസ് റിയൽ എസ്റ്റേറ്റ്. സൈബർ സ്പേസിനെ ഒരു റിയൽ എസ്റ്റേറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ബട്ട് ഇറ്റ്സ് ഓൺലി തിങ് ഇസ് ഇറ്റ്സ് എ വെർച്വൽ വൺ, ഇറ്റ്സ് എ സൈബർ തിങ്, ഒരു ഓൺലൈൻ ആയിട്ടുള്ള ഒരു തിങ് ആണ്. എന്താ സാധാരണഗതിയിൽ ആകപ്പാടെ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ ഒരുപാട് പല പല ബിൽഡിങ്സ് ഉണ്ട് എന്നുള്ളതിന് പകരം ഹിയർ വി ഹാവ് സൈബർ സ്പേസ് ആസ് എ വൺ തിങ്. ആ പല പല ഈ ബിൽഡിങ്സിന് പകരം നമുക്ക് സൈബർ സ്പേസിൽ എന്താ ഉള്ളത്? പല വെബ്സൈറ്റ്സ് ആണുള്ളത്, പല പല സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. പല പല ബിൽഡിങ്സിന് പകരം വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് വെബ്സൈറ്റ്സ്. ആൻഡ്
ഇനി അതും അല്ലെങ്കിലോ സം ആർ ഫ്രീ ആൻഡ് സം ആർ ടു ബി പെയ്ഡ്. ചിലത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും, ചിലത് നമ്മൾ പേ ചെയ്ത് പൈസ കൊടുത്ത് മേടിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് ദർ ആർ സം സൈറ്റ്സ് വിച്ച് ആർ ഗുഡ്. ചിലത് നല്ലതുണ്ടാവും, ചിലത് അത്ര നല്ലതല്ലാത്ത സൈറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ്. ആൻഡ് ദെൻ സൈബർ സ്പേസിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം മിസ്യൂസിങ് ദ ഫ്രീഡം. നമുക്ക് തന്നിട്ടുള്ളൊരു ഫ്രീഡം ഉണ്ട്, ബട്ട് അതിനെ നമ്മൾ മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ മേക്ക് പ്രോബ്ലംസ്. Such misuses make cyberspace a nasty place, and a good nation, we have to regulate ourselves. അപ്പോൾ നമ്മൾ if we are utilizing cyberspace, അതിനെ നല്ല രീതിക്ക് യൂട്ടിലൈസ് ചെയ്യുക എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്ന ആളുടെ ഒരു കയ്യിലിരിക്കുന്ന ഒരു കാര്യം, അവരത് നോക്കി കണ്ട് ചെയ്യേണ്ട കാര്യമാണ്. അതർവൈസ് ഇറ്റ് ഇസ് എ വെരി ഗുഡ് പ്ലാറ്റ്ഫോം, ബട്ട് ഇറ്റ് ക്യാൻ ബി മിസ്യൂസ്ഡ്. ആ ഒരു ഫ്രീഡം ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടരുത്. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സൈബർ സ്പേസ്. ദ സൈബർ സ്പേസിനെ നമുക്കിനി 3 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാം. ഇറ്റ് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 കാറ്റഗറീസ്. വൺ ഈസ് പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻ. നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇമെയിൽ കോൺവെർസേഷൻ, നമ്മൾ ഇമെയിൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കാറുണ്ട്, അതിൻ്റെ പ്രൈവറ്റ് ഇമെയിൽ കോൺവെർസേഷൻസ് ഒന്നാമത്തെ കാറ്റഗറി. സെക്കൻഡ് വൺ ഇൻഫർമേഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് പോലെയുള്ള ഇൻസ്റ്റഗ്രാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇറ്റ് കംസ് അണ്ടർ ദ സെക്കൻഡ് കാറ്റഗറി. ഇനി ഇതൊന്നുമല്ല, മൂന്നാമത്തെ ഒരെണ്ണമുണ്ട് റിയൽ കമ്മ്യൂണിറ്റീസ്. അവിടെ വരുന്നുണ്ട് ഈ പറഞ്ഞ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് പോലുള്ള കമ്മ്യൂണിറ്റീസ്. നമ്മൾ കമ്മ്യൂണിറ്റീസ് ആയിട്ട് അവിടെ നമ്മൾ വർക്ക് ചെയ്യുന്നു, റിയൽ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, ആൻഡ് എന്താണ് പറയുന്നത്? Dyson reiterates that there is no power structures in cyberspace and everyone can. അപ്പോൾ അടുത്തൊരു ഫീച്ചറാണ് സൈബർ സ്പേസിൻ്റെ. നിങ്ങൾക്ക് സൈബർ സ്പേസിനെ പറ്റി, ടെക്നോളജിനെ പറ്റി എസ്സേസ് ഒക്കെ എഴുതാൻ വരുമ്പോഴേക്കും ഈ പറഞ്ഞ നെഗറ്റീവ് പോയിന്റ്സും അതുപോലെ തന്നെ പോസിറ്റീവ് പോയിന്റ്സും കൊടുക്കാം. അപ്പോൾ സൈബർ സ്പേസിൻ്റെ വേറൊരു പ്രത്യേകതയാണ്, അവിടെ ഒരു പ്രത്യേക അതോറിറ്റി, ഭയങ്കര ശക്തിയുള്ള അല്ലെങ്കിൽ പവറിൽ നിൽക്കുന്ന അതോറിറ്റീസ് ആരും എന്ന് പറയാൻ ആരുമില്ല. ടെക്നോളജി ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഈ പറഞ്ഞ സംഭവങ്ങളെല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, and when in a democratic environment the rule of majority is the important factor and minorities sidelined. Here cyberspace even minorities can use it. സാധാരണ നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഭൂരിഭാഗം ഉള്ളവരുടെ അടുത്തേക്ക് കാര്യങ്ങൾ പോകുമെന്ന് പറയാറുണ്ട്. പക്ഷേ സൈബർ സ്പേസിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നില്ല. കാരണം ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള ആൾക്കാർക്ക് പോലും, മൈനോറിറ്റി കിട്ടുന്ന ആൾക്കാർക്ക് പോലും ഇത് വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആൻഡ് നെക്സ്റ്റ്, ഇനി എന്താ സംഭവിക്കുന്നത്? Dyson includes the article by pointing that cyberspace is never a perfect world. അപ്പോൾ എന്താ ലാസ്റ്റ് പറഞ്ഞു നിർത്തുന്നത്? സൈബർ സ്പേസ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് വേൾഡ് ആണ് എന്ന് പറഞ്ഞിട്ടല്ല ഡൈസൺ നിർത്തുന്നത്. പകരം ഇറ്റ് ഇസ് എൻ ഇൻഡിവിജ്വൽ ചോയ്സ് ആൻഡ് ഇൻഡിവിജ്വൽസ് റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ഒരു ഇൻഡിവിജ്വൽ യൂസ് ചെയ്യുന്ന ആരാണോ അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ ചോയ്സ് ആണ് വെദർ ടു യൂസ് ഇറ്റ് ഇൻ ദ റൈറ്റ് മാനർ ഓർ റോങ് മാനർ. അപ്പോൾ ആ ഒരു കാര്യം മാത്രമേ അവിടെ ശ്രദ്ധിക്കാനുള്ളൂ. സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് സൈബർ വേൾഡ്. 3 കാറ്റഗറീസ് പറഞ്ഞു. ആൻഡ് അതിനു മുന്നേ എന്താണ് വാട്ട് ഇസ് ബെനിഫിറ്റ്സ് ഓർ ദ പോസിറ്റീവ് സൈഡ്സ്, അഡ്വാൻറ്റേജസ് ആസ് വെൽ ആസ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് സൈബർ സ്പേസ്. ക്ലിയർ അല്ലേ? സൈബർ സ്പേസ് ക്ലിയർ അല്ലേ? ഓക്കെ, ഓക്കെ ഫൈൻ. ശരി, അപ്പം നമുക്കെന്നാ ബാക്കിയിലേക്ക് പോയാലോ? ഷാൽ വി ഗോ ഫോർ ദ നെക്സ്റ്റ് വൺ? അടുത്തതിലേക്ക് പോവാം, ബ്ലാക്ക് ഹാർട്ട്. അപ്പോൾ നമ്മളിനി പോകുന്നത് ഈ സൊസൈറ്റിയുടെ, ഇതിലെല്ലാം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ആൻഡ് ഇവിടെ നോക്കിക്കേ, ഈ ഒരു ചാപ്റ്ററിൽ എന്താണ്, വാട്ട് ആർ വി ഗോയിങ് ടു ഡിസ്കസ്? ഇറ്റ്സ് സൊസൈറ്റി ഡെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിട്ടൺ ബൈ ആൻഡ്രൂ മൈക്കൽ സലിവൻ ആൻഡ് ഹീസ് എ ബ്രിട്ടീഷ് ഓഥർ. ആൻഡ് ദിസ് ആർട്ടിക്കിൾ ഇസ് അബൌട്ട് ഐപോഡ് ജനറേഷൻ. ഐപോഡ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ ഭയങ്കരമായിട്ട് ഓവർവെൽംഡ് ആയിട്ട് ജീവിക്കുന്ന ഒരു സമൂഹം, ഒരു ജനറേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആൻഡ് ദേ ഫീൽസ് ലൈക്ക് ടെക്നോളജി ഇസ് ദെയർ സോൾ തിങ്. ടെക്നോളജി അല്ലാണ്ട് ഒന്നുമില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനെ പറ്റിയിട്ടാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, എന്താ നടക്കുന്നത് നോക്കാം. ഓത്തർ തൻ്റെ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് ഷെയർ ചെയ്യണം. ആൻഡ് ഹി വാസ് വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ന്യൂയോർക്ക് സിറ്റി. ആദ്യമൊക്കെ ഹി കുഡ് ജസ്റ്റ് couldn't believe that ആ ന്യൂയോർക്ക് സിറ്റിക്ക് വന്ന ചേഞ്ചസ് ഒന്നും നമ്മുടെ ഓത്തർക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ട് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ആൻഡ് ഹി ഈസ് ഓൾറെഡി ഹേർഡ് ദാറ്റ് ന്യൂയോർക്ക് സിറ്റി ഈസ് ഫുൾ ഓഫ് നൈറ്റ് ലൈഫ്. ആദ്യമൊക്കെ അദ്ദേഹം കേട്ടിട്ടുണ്ടായിരുന്നത് ന്യൂയോർക്ക് സിറ്റിയിലെ നൈറ്റ് ലൈഫ് അടിപൊളിയാണ്. ബട്ട് ഹിയർ ഹി കുഡന്റ് ഫൈൻഡ് ഇറ്റ്. പക്ഷെ അദ്ദേഹം അവിടെ വന്നപ്പോഴേക്കും ഈ പറഞ്ഞു കേട്ട ന്യൂയോർക്ക് സിറ്റിയൊന്നും അവിടെ കാണുന്നില്ല. ഭയങ്കര നൈറ്റ് ലൈഫ് ഉള്ള ന്യൂയോർക്ക് സിറ്റിയൊന്നും അവിടെ കാണുന്നില്ല. പകരം അവിടെ എന്താ ഉള്ളത്? And the day of life was so much quieter with mixtures of yells, chatter, hustle and rudeness. അതേസമയം ഡേ ലൈഫ് ആണെങ്കിലോ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം കുറേ യെൽസും കുറേ അധികം ഒച്ചപ്പാടുകളും കുറച്ച് റൂഡ്നെസ്സും ഒക്കെ ആയിട്ട് അതിൻ്റെ ഡേ ലൈഫ് ഇറ്റ് വാസ് ഫിൽഡ്. ഇനി മാൻഹട്ടൻ്റെ നോക്കുകയാണെങ്കിലോ
അവിടെ ഡിസ്നി ലൈക്ക് സ്ട്രിങ് ഓഫ് മാൾസ്, അവിടെ ഒരുപാട് പുതിയ പുതിയ മാൾസ്, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ആൻഡ് ദ വൈറ്റ് വയേഴ്സ്, ഇനി അടുത്ത സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ വൈറ്റ് വയേഴ്സ് സ്റ്റാർട്ടഡ് ടു ഹാങ് ഡൗൺ ഫ്രം ദ ഇയേഴ്സ് ആൻഡ് ടക്കിൾഡ് ഇൻ ടു ദെയർ പോക്കറ്റ്സ്. അതായത് ഇയർഫോൺസ് ഒക്കെ ചെവിയിൽ നിന്നും പോക്കറ്റ്സിലേക്കൊക്കെ ഇങ്ങനെ ഞാന്ന് കിടക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് അവിടെ എന്തൊക്കെയാണ് വേറെ ഉള്ളത്? ആൻഡ് ഈച്ച് വൺ വാസ് ഇൻ ഹിസ് ഓൺ ഷട്ട് അസൈലം forgetting about the world. അപ്പോൾ എന്താ പ്രശ്നം? ഈ ചെവിയിൽ ഇയർഫോൺസ് തള്ളിക്കൊണ്ട് നടക്കുമ്പോഴേക്കും no one is not caring about something that is happening around. ഈ ചെവിയിൽ ഇത് വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ will we know anything that is happening around us? No. എന്താ നമ്മുടെ അടുത്തൂടെ ആരാണ് പോകുന്നതെന്നോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തോ അല്ലെങ്കിൽ കുറച്ച് സൈഡിൽ കൂടിയോ അല്ല നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്താണെന്ന് പോലും നമ്മൾ കാണത്തില്ല. മിസ് ഡ്രിങ്ക് സം വാട്ടർ? ഡെഫിനറ്റ്ലി, താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് കുടിക്കാൻ നമുക്ക് ഇനി ലാസ്റ്റ് ഒരു ചാപ്റ്ററും കൂടി ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഐപോഡ് ജനറേഷൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോ സൗണ്ട്, അപ്പോൾ ആരും ഒരു സൗണ്ടും കേൾക്കുന്നില്ല. ആരെങ്കിലും ഒരാൾ വന്ന് തട്ടി വിളിച്ചാൽ പോലും നോ വൺ ഇസ് ദ സെയിങ്. ആരെങ്കിലും ഒരു ഹലോ പറഞ്ഞാൽ പോലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്യാത്തൊരവസ്ഥ. ആൻഡ് ദ ഓതർ ഇസ് ഓൾസോ വൺ ഓഫ് ദം. അപ്പോൾ നമ്മുടെ പറയുന്ന ആൾ മാത്രം മോശമൊന്നുമില്ല, പുള്ളിക്കാരൻ ഇതുപോലൊക്കെ തന്നെയാണ്. എന്നിട്ടാണല്ലേ അദ്ദേഹം ഈ വലിയ വർത്താനം പറയാൻ നിൽക്കുന്നത്. ആൻഡ് he says that he started with a Walkman and then MP3 player and now iPod. ആദ്യം തുടങ്ങിയത് അത് വെച്ചിട്ടായിരുന്നു, വാക്ക്മാൻ വെച്ചിട്ടായിരുന്നു, വോക്കി ടോക്കി വെച്ചിട്ടായിരുന്നു. അതിനുശേഷം MP3 പ്ലെയറിലേക്ക് എത്തി, അതിനുശേഷം എന്താണ് ഐപോഡിലേക്ക് എത്തി. ആൻഡ് വൺസ് there was a musical diversion for him and now it has become a compulsive obsession. ആദ്യമൊക്കെ പാട്ട് കേൾക്കുക എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഈ പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഗ്രാജുവലി ഈ സംഭവം ഇല്ലാണ്ടാവില്ല, ഇത് എന്താണേലും വേണം, നിർബന്ധമായിട്ട് ഇത് വേണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിത്തുടങ്ങി. ഇറ്റ് ഹാസ് ബിക്കം എൻ ഒബ്സെഷൻ. ആൻഡ് നൗ അടുത്ത എന്താ സംഭവിക്കുന്നത്? എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് ഞാൻ ബിസിയാണ്, എൻ്റെ അടുത്ത് നിങ്ങൾ ഇതൊന്നും ചോദിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം ബിസി, പ്ലീസ് ഡോണ്ട് ബോദർ മീ, നിങ്ങൾ എവിടെയാണെന്ന് വെച്ചാൽ പോയിക്കോളൂ. എല്ലാവരുടെയും ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. ബട്ട് നൗ നമ്മുടെ ഓത്തർ ടെക്നോളജി ഹാസ് ടേക്കൺ ദ യൂണിവേഴ്സ്. നമ്മുടെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിംഗർ ടിപ്സിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മുടെ ഫിംഗർ ടിപ്സിലുണ്ട്, നമുക്ക് ഒന്നിനും തേടി പോകേണ്ട ആവശ്യമില്ല. ആൻഡ് നൗ ദ പോയറ്റ് ഇസ്, ദ ഓത്തർ ഇസ് ജസ്റ്റ് വാണ്ടിങ് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഐ ജസ്റ്റ് വാണ്ടഡ് ടു സിറ്റ് സംവർ, ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ബട്ട് വാട്ട് ഹാപ്പൻസ്? എന്താ, ഇസ് ഹി ഏബിൾ ടു ഡു ദാറ്റ്? നടക്കുന്നുണ്ടോ? ഒരു 2 ദിവസം ഒന്ന് ഫോൺ മാറ്റി വെച്ചേക്കാം, അല്ലെങ്കിൽ 2 ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാം ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്തേക്കാം, വാട്സപ്പ് ഒന്ന് 2 ദിവസത്തേക്ക് കളഞ്ഞേക്കാം, നടക്കുമോ? ആൻഡ് ഓതർ പറയാണ് ഈവൻ ബോർഡം ഹാസ് ഇറ്റ്സ് ഓൺ യൂസസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ടെക്നോളജിയൊക്കെ നമ്മൾ യൂസ് ചെയ്യണം, ഈ പറഞ്ഞ ഇയർഫോൺസും മ്യൂസിക്കും ഒക്കെ ഉപയോഗിക്കാൻ നമ്മൾ തുടങ്ങിയത് ബോറടി മാറ്റാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പം അത് ഒബ്സെഷനായിട്ട് മാറി, അതാണ് പ്രശ്നം. ആൻഡ് ഇന്നിപ്പോൾ നമുക്ക് എന്തിനു നേരമില്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ കാണാൻ നേരമില്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കളിചിരികൾ, ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ ഒന്നും നമുക്ക് നേരമില്ല. നമ്മൾ എപ്പോഴും നമ്മുടെ ഫോണിലാണ്, നമ്മളുടെ വേൾഡിൽ തന്നെയാണ്. യെസ് ബ്ലാക്ക് ഹാർട്ട്, യു ആർ കോളിംഗ് മീ. എന്താണ്? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് പാർട്ടിലേക്ക് നടക്കുമ്പോഴേക്കും നമുക്ക് എന്താ പറ്റുന്നത്? ആൻഡ് നൗ ഹി ഈസ് ഗോയിങ് ഫോർ എ ട്രിപ്പ്. ആൻഡ് ആ ട്രിപ്പിൽ അദ്ദേഹം തീരുമാനിക്കുകയാണ്, ഐ വോണ്ട് ജസ്റ്റ് ടേക്ക് മൈ ഐപോഡ്. ഞാൻ ഈ പറഞ്ഞ ഫോണിലേക്ക് അല്ലെങ്കിൽ ഐപോഡിലേക്കൊന്നും അധികം ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പം ആദ്യമൊക്കെ ഹി വാസ് ലൈക്ക് റിയലി ഇറിറ്റേറ്റഡ്, അദ്ദേഹത്തിന് ഇതൊന്നും ഇല്ലാണ്ട് പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഫൈനലി ഗ്രാജുവലി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഹി സ്റ്റാർട്ട്സ് ടു ഗെറ്റ് യൂസ് ടു ദാറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എന്താണ് ആൾക്കാരോട് സംസാരിക്കാൻ തുടങ്ങി, പല പല സൗണ്ട്സ് കേൾക്കാൻ തുടങ്ങി. ഹി ജസ്റ്റ് ഗോട്ട് യൂസ്ഡ് ടു ദാറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം അതിനോട് വളരെയധികം യൂസ് ടു ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഹിസ് കൺക്ലൂഡ്സ് ഹിസ് എസ്സേ ബൈ ഓപ്പണിംഗ് എ വേൾഡ് around us, and he admits how he himself was addicted to iPod and Apple products and dislike he had for the way that technology had on society itself. അപ്പോൾ നമ്മുടെ ഇവിടെ പറയുന്നത് എന്താ പറയുന്നത്, ഇവിടെ എത്രത്തോളം ടെക്നോളജി അയാളെ എഫക്റ്റ് ചെയ്തിരുന്നു എന്നുള്ളൊരു കാര്യം വെച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു എസ്സേ സ്റ്റോപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹി റിയലി ഡിസ്ലൈക്ഡ് ലൈക്ക് ബീങ് അഡിക്റ്റ് ഓർ ബീങ് ഒബ്സെസ്ഡ് ബൈ ദിസ് പെർട്ടിക്കുലർ തിങ്. ഓക്കെ, യു ആർ ടോക്കിംഗ് അബൌട്ട് ഗ്രാമർ പഠിപ്പിക്കും. തീർച്ചയായിട്ടും വിൽ ഡിസ്കസ് ദി ഗ്രാമർ പോർഷൻസ്. അതിനാണ് നമ്മൾ അടുത്ത ക്ലാസ്, അതായത് വി ആർ ഹാവിങ് 1 more ക്ലാസ് ഓൺ മൺഡേ. അതിൽ നമ്മൾ ഗ്രാമർ പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അത് രണ്ടുമായിരിക്കും നമ്മൾ. അപ്പോൾ അതിൽ ഡിസ്കോഴ്സസ് വരും, ഗ്രാമറും വരും, അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പം നമുക്ക് നെക്സ്റ്റ് ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് പോയാലോ? ദ ഫൈനൽ ചാപ്റ്റർ, ദ കോൺസെപ്ച്വൽ ഫ്രൂട്ട്.
ഒരു ഈസി ചാപ്റ്റർ ആണ് അല്ലേ, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത. അഗെയിൻ ഇറ്റ് ഓൾസോ ടോക്സ് അബൌട്ട് ടെക്നോളജിനെ പറ്റി സംസാരിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കൺസെപ്ച്വൽ ഫ്രൂട്ട്. അപ്പം ഷാൽ വി ജസ്റ്റ് ഗോ ഫോർ ദാറ്റ്? അപ്പോൾ അതിനെ പറ്റിയിട്ടും ഒരു ചെറിയ കുട്ടി ഡിസ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതർവൈസ് യു വിൽ ഗെറ്റ് ബോർഡ്. കാരണം നമ്മൾ വി ഹാവ് ബീൻ ഡിസ്കസിങ് ഓൾ ദീസ് തിങ്സ്. ആൻഡ് ഇവിടെ നമ്മുടെ തെയ്സ ഫ്രാങ്കിൻ്റെയാണ് കോൺസെപ്ച്വൽ ഫ്രൂട്ട്. ഒരു കാര്യം കൂടെ പറയട്ടെ, മേക്ക് ഷുവർ ദാറ്റ് യു നോ ദി ഓത്തർ ഓഫ് ഈച്ച് ചാപ്റ്റർ വെരി വെൽ. ഓരോ ചാപ്റ്ററിൻ്റെയും ഓത്തേഴ്സ് ആരാണെന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോളുക. ആൻഡ് ഇവിടെ ഇറ്റ്സ് എ വെരി ഡീപ്ലി ഹാർട്ട് ടച്ചിങ് സ്റ്റോറിയാണ്. ആൻഡ് ഇവിടെ വി ആർ സീയിങ് എ വെരി കെയറിങ് ഫാദർ who was really attached to a mentally challenged daughter. അദ്ദേഹത്തിന് ഒരു ഫാദറിനെ കാണുന്നുണ്ട്, മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഡോട്ടറും ഉണ്ട്. ഇവർ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ളൊരു ബോണ്ടിങ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നതും രണ്ടുപേരുടെയും തമ്മിലുള്ള ഒരു റിലേഷനാണ് നമ്മൾ ഈ ഒരു സ്റ്റോറിയിൽ കാണുക, കോൺസെപ്ച്വൽ ഫ്രൂട്ട്. ആൻഡ് ഇവിടെ നോക്കിയേ, ഗ്രറ്റ is a mentally challenged girl of 16, 16 വയസ്സുള്ള ഒരു മെൻ്റലി ചാലഞ്ച്ഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ് ഗ്രറ്റ. And her father wants to show her a website where she could create a house of her own. അപ്പോൾ അവളുടെ അച്ഛന് ഭയങ്കര ഒരു ആഗ്രഹം, ഇവൾക്ക് ഒരു വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കണം. ആ വെബ്സൈറ്റിലൂടെ അവൾക്ക് അവളുടേതായ വീടുകളൊക്കെ ഇങ്ങനെ നിർമ്മിക്കാം. അതിൽ ഷീ കുഡ് ജസ്റ്റ് ഡൂ സംതിങ്, പല പല ചെറിയ ബ്ലോക്സ് ഒക്കെ വെച്ച് വീടുകളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അത് അവളെ പഠിപ്പിക്കണമെന്ന് നമ്മുടെ അച്ഛന് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ആ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് ദിസ് ഐഡിയ evokes only a cold response from his mother and brother who didn't care much about Greta's happiness. അപ്പം അച്ഛൻ ഈ കാര്യം അമ്മയുടെയും ബ്രദറിൻ്റെ അടുത്ത് പറയുമ്പോഴേക്കും അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. ബിക്കോസ് ഇതൊരു മെൻ്റലി ചാലഞ്ച്ഡ് ഗേൾ ആണ്. ആർക്ക് വേണ്ടിയിട്ട് ഈ സമയമൊക്കെ എന്തിനാണ് ചിലവഴിക്കുന്നതെന്നാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷേ നമ്മുടെ ഈ അച്ഛൻ മോളെ ഇത് പഠിപ്പിക്കുകയാണ്. ആൻഡ് ഹീ ജസ്റ്റ് ഹാവ് ക്രിയേറ്റഡ് സം ഹൗസസ്, കുറച്ച് സ്ട്രീറ്റ്സും ഹൗസസും ഒക്കെ അദ്ദേഹം ഓൺലൈനായിട്ട് ആ ഒരു ഗെയിമിലൂടെ അദ്ദേഹം ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം ഗ്രറ്റയുടെ ആ വീടിന് അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തെ ഹീ കോൾഡ് ആസ് ഗ്രറ്റാസ് ഹൗസ്. ഓക്കെ. ആൻഡ് ദ ഫാദർ ഇസ് ടെല്ലിംഗ് ടു ഗ്രറ്റ ദാറ്റ് ഷീ കുഡ് ഫിൽ ഹർ ഹൗസ് വിത്ത് എനിത്തിങ് ഷീ വാണ്ട്സ്. അപ്പോൾ നമ്മുടെ ഗ്രറ്റയുടെ അടുത്ത് പറയാണ്, നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വെച്ചിട്ട് നിനക്ക് ഈ ഹൗസ് മുഴുവൻ ഫില്ല് ചെയ്യാം. ആൻഡ് ഗ്രറ്റ ജസ്റ്റ് വാണ്ട്സ് ടു ഫിൽ ഈച്ച് ആൻഡ് എവറി റൂം വിത്ത് പീച്ച്. നമ്മുടെ പീച്ച് എന്ന് പറഞ്ഞ ഫ്രൂട്ട് വെച്ചിട്ട് ഫുള്ള് ഫില്ല് ചെയ്യണം എന്നാണ് അവളുടെ ഒരു ആഗ്രഹം. ഓക്കെ. ആൻഡ് ദ ഫാദർ ക്രിയേറ്റ്സ് എ കിച്ചൺ ആൻഡ് ടെൽസ് ഹർ ടു ക്ലിക്ക് ദി ബൗൾ ടു യൂസ് ദ മാജിക്. അപ്പോൾ നമ്മുടെ ഫാദർ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കിച്ചൺ, ആ റൂമിൽ ഒരു കിച്ചൺ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് അവളുടെ അടുത്ത് പറയുകയാണ്, നീ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിനക്ക് അവിടെ എന്താണ് ആ ബൗളിലേക്ക് നിനക്ക് ഫ്രൂട്ട്സ് നിനക്ക് എന്താണോ വേണ്ടത് അത് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. അപ്പം നമുക്ക് മനസ്സിലാവുന്ന ഇറ്റ്സ് എ ഓൺലൈൻ ഗെയിം. സുഖമില്ലാത്തൊരു കുട്ടിയാണ്. And what happens next? Greta clicks the bowl and the word peaches appear. അപ്പം നമ്മുടെ ഗ്രറ്റ ക്ലിക്ക് ചെയ്തു. കുട്ടി എന്താ പ്രതീക്ഷിക്കുന്നത്, ഇത് നമ്മുടെ വീടാണ്, അതൊരു റൂമാണെന്ന് വിചാരിച്ച് ഇവിടെ ഒരു ടേബിൾ ഇരിപ്പുണ്ട്. ഈ ടേബിളിൻ്റെ മേലെ ഒരു ചെറിയ ബൗള്, ദിസ് ഇസ് ആക്ച്വലി എ ബൗൾ, ഒരു ബൗൾ ഇരിപ്പുണ്ടെന്ന് വിചാരിച്ചോ. നമ്മുടെ കുട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും എന്ത് സംഭവിക്കും, ഇതിന് മുഴുവൻ ഇതാ ഇങ്ങനെ പീച്ചസ് വരും എന്നാണ് കുട്ടി പ്രതീക്ഷിക്കുന്നത്, ഗ്രറ്റ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അങ്ങനെ നടക്കുന്നുണ്ടോ? പകരം ഇവിടെ എന്താ വരുന്നത്, പീച്ചസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി കാണിക്കുക ചെയ്യുന്നത്. നമ്മുടെ കുട്ടിക്ക് അത് അത്ര പിടിച്ചില്ല. ഷീ വാസ് നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ വൺ. ആൻഡ് ദെൻ വാട്ട് ഈസ് ഷീ ഡൂയിങ്, ഷീ ജസ്റ്റ് വാണ്ടഡ് ടു ഫിൽ ഈച്ച് ആൻഡ് എവറി റൂംസ് വിത്ത് പീച്ചസ്. ആൻഡ് ഷീ ജസ്റ്റ് സേസ് ദാറ്റ് ഷീ വാണ്ട് റിയൽ ഫ്രൂട്ട്സ്, ശരിക്കുള്ള ഫ്രൂട്ട്സ് അവിടെ വേണമെന്നാണ് അവൾ പറയുന്നത്. ഓക്കെ. ഷീ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് വൈ പീപ്പിൾ ലൈക്ക് ദം when they are not real. And the father now creates other rooms. അപ്പോൾ ഫാദർ വീണ്ടും അതർ റൂംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാണ് മോക്ക് വേണ്ടിയിട്ട്. ആൻഡ് ഷീ ഈസ് അബൌട്ട് ടു ക്രിയേറ്റ് എ ബാത്റൂം. ആൻഡ് ഗ്രറ്റ റിമൈൻഡ്സ് ദാറ്റ് ഇറ്റ്സ് നോട്ട് എ റിയൽ ഹൗസ് ആൻഡ് പീപ്പിൾ വുഡൻ യൂസ് ഇറ്റ്. അപ്പോൾ നമ്മുടെ അച്ഛൻ വീണ്ടും ഇത് കിച്ചണാണ് ഉണ്ടാക്കിയത്. കിച്ചൺ കഴിഞ്ഞിട്ട് ഹീ ഈസ് ക്രിയേറ്റിംഗ് എ ബാത്റൂം ഉണ്ടാക്കി. അപ്പം ഗ്രറ്റ അച്ഛൻ്റെ അടുത്ത് പറയാണ്, വൈ ഡു വി നീഡ് എ ബാത്റൂം ദർ, ബിക്കോസ് എന്തായാലും ആൾക്കാരൊന്നും ഇത് ഉപയോഗിക്കാൻ പോകുന്നില്ല, പിന്നെ എന്തിനാണ് നമ്മൾ കിച്ചണും ബാത്റൂമും ഒക്കെ അവിടെ ഉണ്ടാക്കിയിടുന്നത്, വെറുതെ നമുക്കത് യൂസ് ചെയ്താൽ മതിയല്ലോ. സോ ഷീ ഈസ് നോട്ട് അൺഏബിൾ ടു ഗെറ്റ് ദാറ്റ് പോയിന്റ്. ശരിയാണ്, ഒരു ഓൺലൈനാണ്, പിന്നെ എന്തിനാണ് നമ്മൾ ഇങ്ങനത്തെ റൂംസ് ഒക്കെ ഉണ്ടാക്കിയിടുന്നത്, യൂസ് ചെയ്യുകയാണെങ്കിൽ മതിയല്ലോ നമ്മൾ ഇതൊക്കെ മുഴുവൻ ഉണ്ടാക്കുന്നത്. ഓക്കെ. ആൻഡ് നൗ ഷീ ഈസ് സേയിങ് ദാറ്റ് റിയൽ ആണെങ്കിൽ നമ്മൾ ഇതൊക്കെ ചെയ്താൽ മതി, വൈ ഷുഡ് വി ജസ്റ്റ് വേസ്റ്റ് അവർ ടൈം. ഇനി finally she gets bored of the unreal world of computers and leaves to help her mother. And the story ends with the father hoping for a better tomorrow for his differently abled daughter. And he hopes that she would have a house with an orchard and real fruits to put in the bowls. Okay. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, അപ്പോൾ നമ്മുടെ അച്ഛൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ കുട്ടി ഗ്രറ്റയ്ക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ കളി ബോറടിച്ചു അല്ലേ. നമ്മൾ ചില ഓൺലൈൻ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോഴേക്കും കുറച്ച് നേരമൊക്കെ കളിക്കും, പക്ഷെ അത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ബോർഡ്.
അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടി ബോറടിച്ച് ഷീ ജസ്റ്റ് വെൻ ടു ഹർ മദർ, കിച്ചണിലേക്ക് അമ്മയുടെ അടുത്തേക്ക് പോയി. ആൻഡ് ദ ഫാദർ ഇസ് ഹോപ്പിംഗ് ദാറ്റ് എന്നെങ്കിലും ഈ കുട്ടിക്ക് പറ്റുന്ന രീതിക്ക് അവർക്ക് ശരിക്കും ഒരു ഹൗസും നല്ലൊരു ഭംഗിയുള്ളൊരു ഓർച്ചഡ് ഗാർഡൻ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളുടെ അച്ഛൻ ഇപ്പോൾ ഉള്ളത്. Okay, and now he is hoping for that, and that is how he is really caring about his differently abled daughter. Okay, അപ്പോൾ ഇവിടെ നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ്, ഫാദറിൻ്റെ ക്യാരക്ടർ സ്കെച്ച് വരാം, ഗ്രറ്റയുടെ ക്യാരക്ടർ സ്കെച്ച്, ആൻഡ് ഒരു ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള മദറിൻ്റെയും ബ്രദറിൻ്റെയും ഒരു റെസ്പോൺസ് അതെങ്ങനെയായിരുന്നു ഉള്ളതെന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാം. ഓക്കെ, സോ ദീസ് ആർ ദ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫ്രം ദിയർ. You want notes? Yeah, ഇതിൽ തന്നെ നിങ്ങൾക്ക് you can just take screenshots. You will be given with notes too. Okay. So അപ്പോൾ അങ്ങനെയാണെങ്കിൽ shall we just wind up? നമ്മൾ 19 ചാപ്റ്റേഴ്സ് ഇന്നലത്തതും ഇന്നുമായിട്ടുള്ള വീഡിയോസിൽ we just have discussed all the chapters. അപ്പോൾ ചാപ്റ്റർ സമ്മറീസ് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can just replay the videos. You can just ask for with your doubts. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് ത്രൂ ദി കമൻറ്റ്സ്. അപ്പം കമൻസിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, സോ ലെറ്റ് മീ സേ ബൈ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. അപ്പം ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാം. സോ ഐ വിൽ ബി ബാക്ക് വിത്ത് എ വീഡിയോ ഓൺ ദി നെക്സ്റ്റ് ഡേ. ടിൽ ദെൻ ബൈ.